പ്രൈസ് ലോർഡ്. വിമൺ ഫോർ ജീസസിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സെക്ഷനിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രിയമുള്ള ഒരു പ്രാവശ്യമോടെ വെൽക്കം ചെയ്യാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യമാണ് നമ്മൾ ഒന്നിച്ച് കേൾക്കാൻ പോകുന്നത്. നമുക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം. പ്രധാന സ്തോത്രം ചേർന്ന് പ്രാർത്ഥിക്കാൻ പ്രിയമുള്ളവരെ. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമാകുന്ന ഈ നല്ല സമയത്തിനായി സ്തോത്രം. നിൻ്റെ സന്നിധിയിലേക്ക് വിമൺ ഫോർ ജീസസിൻ്റെ ഒരു ടെസ്റ്റ് മണി സെക്ഷനുമായിട്ട് ഒന്നിച്ച് കടന്നു വരുവാൻ അവിടുന്ന് നൽകിയ സാവകാശത്തിനായി സ്തോത്രം. പ്രത്യേകമായ കർത്താവെ, ഞങ്ങളുടെ നടുവിലേക്ക് അവിടുന്ന് കൂട്ടിക്കൊണ്ടുവന്ന് അവിടുത്തെ മകൾക്കായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. തൻ്റെ ജീവിതാനുഭവങ്ങൾ ഞങ്ങൾക്ക് വലിയ ആത്മിക ബലത്തിന് കാരണമായി തീരാൻ പോകുന്നത് കൊണ്ട് സ്തോത്രം. ഞങ്ങളെ മൊത്തമായി സമർപ്പിക്കുന്നു. വൻകാര്യങ്ങൾ ചെയ്യണം, കുടോശങ്ങൾ ക്ഷമിക്കണം, ദൈവമഹത്വം വെളിപ്പെടണം. പ്രാർത്ഥിച്ചാരംഭിക്കുന്ന ഈ സമയം മുതൽ ആസ്വാദ പ്രാർത്ഥന വരെ നിൻ്റെ സാന്നിധ്യം ഞങ്ങൾ അനുഭവിക്കണം. കർത്താവെ, സിസ്റ്റർ നെറ്റ്വർക്ക് എല്ലാം കരങ്ങളേക്ക് ഏൽപ്പിക്കുന്നു. സഹായിച്ചാട്ടപ്പ, സഹായിച്ചാട്ട് തിരുസന്നിധിയിലേക്ക് മുറ്റുമായി സമർപ്പിക്കുന്നു. യേശു മൂലതാഴ്മയായി ചോദിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. ഇന്ന് നമ്മളോടൊപ്പം തന്നെ കർത്താവിൻ്റെ അത്ഭുത വിടുതലിൻ്റെ സാക്ഷ്യം പങ്കുവെക്കാൻ എത്തിയിരിക്കുന്ന UK നിന്ന് പ്രിയ മകൾ സ്നേഹ ജോസാണ്. പ്രിയമോളെ സ്നേഹത്തോടെ നമ്മുടെ ലൈവിലേക്ക് വെൽക്കം ചെയ്യുന്നു. പ്രൈസ് ലോർഡ് മോളെ. പ്രൈസ് UK എന്നാ ജോയിൻ ചെയ്തേക്കുന്നല്ലയോ? അതെ, UK മാഞ്ചസ്റ്റർ. ഓക്കെ. UK-യിലാണെങ്കിലും ഞങ്ങളുടെ മുംബൈക്കാരിയാണല്ലയോ? മുംബൈയിലെവിടെ ജനിച്ചു വളർന്നേക്കെ? മുംബൈ. ഞങ്ങൾ കല്യാണില് ജനിച്ചു വളർന്നല്ലേ? ഓക്കെ. ഞാന് 3.5 വർഷം മുന്നേ UK-യിൽ വന്നത്. അന്നേരം പേരൻസ് ഒക്കെ ഇവിടെ ഉണ്ടല്ലോ കല്യാണിലല്ലയോ? മമ്മി ഡാഡി രണ്ടുപേരും കല്യാണിലുണ്ട്. ഡാഡി പാസ്റ്ററാ. ഓക്കെ. ഷാരോൺ ചേർച്ചിലെ പാസ്റ്ററാണ്. ഡാഡിയുടെ പേര് ജോസ് ജോർജ്. ഓക്കെ. പിന്നെ മമ്മി ഡാഡിയുടെ കൂടെ മിനിസ്ട്രിയിലാണ്. അപ്പൊ അവര് മുംബൈ സെറ്റിൽഡാ. ഓക്കെ. ഫാമിലി എല്ലാരെയും ഒന്ന് പരിചയപ്പെടുത്താം. മോളെ വിവാഹം ചെയ്ത വീട്ടിലെ എല്ലാം ഒന്ന് പറയാം. എന്റെ കൂടെ ഇപ്പം എന്റെ ഹസ്ബൻഡ് ഉണ്ട്. ഹസ്ബൻഡിന്റെ പേര് അനീഷ്. അച്ഛൻ ഇപ്പം ഇവിടെ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നു. എനിക്ക് 2 പിള്ളേരുണ്ട്. മൂത്ത മോള് 8 വയസ്സാ. മൂത്ത മോളുടെ പേര് ജിയാന. ഇളയ മോൻ ഇപ്പൊ 2 വയസ്സാവുന്നു ഈ മാസം. മോന്റെ പേര് എഡ്വേർഡ്. ഞങ്ങള് മാഞ്ചസ്റ്റർ പെന്റക്കോസ്റ്റൽ ചർച്ച് എന്ന് പറഞ്ഞ സഭയിൽ ഞങ്ങളിപ്പം വിശ്വാസികളായിട്ട് ഞങ്ങള് ചേർന്ന് പോകും. ദൈവത്തിന് സ്തോത്രം. അപ്പം വിവാഹം കഴിഞ്ഞ് 2 കുഞ്ഞുങ്ങൾ, അനുഗ്രഹിക്കപ്പെട്ട കുടുംബം. ഹസ്ബൻഡിന്റെ വീട് എവിടെയാ നാട്ടിലൊക്കെ? ഹസ്ബൻഡും ഞങ്ങൾ 2 പേരുടെ വീട് തിരുവല്ലയിൽ തന്നെയാണ് നാട്ടില്. ശരി. മല്ലപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത്. ശരി, തിരുവല്ല മല്ലപ്പള്ളിക്കാരാണ്. ഓക്കെ, എല്ലാം നന്നായിട്ടുണ്ട്. മല്ലപ്പള്ളിയും ഞങ്ങളൊക്കെ വളരെ അടുത്ത സ്ഥലങ്ങളാണ്. നാട്ടിലും ബോംബെയിലുമാണെന്ന് കേട്ടതിൽ സന്തോഷമുണ്ട്. എനിക്കൊന്ന് ആസാദിക്ക് ഒത്തിരി പ്രേക്ഷകർ കല്യാണിലുണ്ട്. ഇന്ന് തന്നെ നമുക്ക് 2-3 കോള് കല്യാണിയിൽ നിന്ന് വന്നു, കല്യാണിയിൽ നിന്ന് തന്നെ. അപ്പോൾ അതിൻ്റെ അർത്ഥം ആസാദിക്ക് ഒത്തിരി പ്രേക്ഷകർ കല്യാണ ഏരിയയിൽ നിന്നുണ്ട്. കല്യാണിലുള്ള ആളുകൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു വാട്സപ്പ് മെസ്സേജ് അയയ്ക്കുക. കാരണം കല്യാണിന് വളരെ അടുത്ത് ഞങ്ങളൊരു പ്രെയർ ഈ അടുത്ത സമയത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ദൈവമക്കൾക്കത് വളരെ അനുഗ്രഹമായിരിക്കും. മോള് കല്യാണിലാണെന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങ് ഓർമ്മ വന്നപ്പോൾ പറഞ്ഞതാണ്. ദൈവം സഹായിക്കട്ടെ. ഒത്തിരി നല്ലൊരു ജീവിതാനുഭവം ഉണ്ട് അല്ലേ? ഒരു നല്ല സാക്ഷ്യം എനിക്കുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ഒരു നല്ല അവസരത്തിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു. എന്റെ ടെസ്റ്റ് മണി പലർക്കും എത്തണം. ഒത്തിരി പേര് ബോംബെയിൽ ജനിച്ച് വളർന്നതായതുകൊണ്ട്, അല്ലെങ്കിൽ ബോംബെയിൽ മാക്സിമം ലൈഫ് ടൈം സ്പെൻഡ് ചെയ്തതുകൊണ്ട് മലയാളം സ്വല്പം വീക്കാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അല്ലേ? പറയാൻ പറ്റുമല്ലോ അല്ലേ? പറയാൻ പറ്റും. ദൈവത്തിന്റെ ശ്രമിക്കാം, കുഴപ്പമില്ല. വാക്കുകൾ കിട്ടുന്നില്ലെങ്കിൽ 1-2 ഇംഗ്ലീഷ് വാക്ക് ഇടയ്ക്ക് പറഞ്ഞാലും, നമ്മളൊക്കെ ഇപ്പം മലയാളം പറയുമ്പോൾ അതിനകത്ത് ഇംഗ്ലീഷ് വാക്കുകൾ പറയത്തില്ലേ? ഇംഗ്ലീഷിൻ്റെ ഒരു വാക്ക് പറയാതെ നമ്മളിപ്പോൾ മലയാളം സംസാരിക്കാറില്ലല്ലോ. അതുകൊണ്ട് കുഴപ്പമില്ല. ഇത്ര ചെറിയ പ്രായത്തിൽ ഇത്രയും നല്ല അനുഭവങ്ങൾ ദൈവം തന്നതിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്ത് അതെല്ലാം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി കേൾക്കണം. പ്രത്യേകിച്ചും യങ്ങായിട്ടുള്ള യൗവനക്കാരായിട്ടുള്ള ആളുകൾ വന്ന് സാക്ഷ്യം പറയുന്നത് ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ്. അതിൻ്റെ ഒരു പ്രധാന കാരണം പുതിയ തലമുറയിലെ ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങൾ കർത്താവിനെ അനുസരിച്ച് നടക്കുന്നു. യോഹന്നാൻ ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞതുപോലെ, എൻ്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുന്നതിലും അധികം വലിയ സന്തോഷമില്ല എന്ന് പറയുന്നത് പോലെ അത് കാണുന്നത് വലിയ സന്തോഷമാണ്. നമ്മുടെ പുതിയ തലമുറകൾ കർത്താവിന് വേണ്ടി ജീവിക്കുന്നത്. അതുകൊണ്ട് അധികം ഇനിയും ചോദ്യങ്ങളൊന്നുമില്ല. സ്നേഹയ്ക്ക് പറയാം കേട്ടോ, ജീവിതാനുഭവങ്ങളെല്ലാം പറയാം. ചെറിയ പ്രായം മുതലുള്ള അനുഭവങ്ങൾ പറയാം. ദൈവം നടത്തിയ വിധങ്ങൾ എല്ലാം പറയാം കേട്ടോ. കേൾക്കാൻ നമ്മൾ റെഡിയാണ്. കണ്ടിന്യൂ ചെയ്താട്ട് മോളെ.
താങ്ക് യു സോ മച്ച് പാസ്റ്ററങ്കളെ. ആദ്യമായിട്ട് ഞാൻ എൻ്റെ കർത്താവിന് നന്ദി പറയുന്നു. ആ, ഞാൻ ആസാദി ചാനലിന്റെ സാക്ഷികളൊക്കെ കേൾക്കാറുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ ഓർത്തു, ഇങ്ങനെ എനിക്കൊരു അവസരം കിട്ടിയാൽ എനിക്ക് എൻ്റെ ഇവിടെ സാക്ഷ്യം പറയാം. ഇതിൽ കൂടെ എൻ്റെ ദൈവത്തിന്റെ നാമം ഉയരണം. അത് മാത്രമാണ് എൻ്റെ ആഗ്രഹം. അതിന് വഴി ഒരുക്കി തന്ന ഫിനി പാസ്റ്റർക്കും ശാന്തി സിസ്റ്ററിനും ഞാൻ ദൈവനാമത്തിൽ നന്ദി പറയുന്നു. ഞാൻ എന്റെ സാക്ഷ്യം പറഞ്ഞു തുടങ്ങാം. ഫെബ്രുവരി മാസം 2025 എനിക്ക് ഒരു ചെറിയ പനിയായിട്ട് ഞാൻ ഭാരപ്പെട്ടു. അപ്പൊ ഇത് വളരെ ഒരു നോർമൽ ഫീവർ, ബോഡി പെയിൻ, എനിക്ക് ചിൽസ് ഉണ്ടായിരുന്നു. അതുപോലെ ദേഹത്ത് വേദന, അങ്ങനത്തെ ഒരു വളരെ നോർമൽ കാര്യമായിട്ടാണ് തുടങ്ങിയപ്പം ഞങ്ങളുടെ ഇവിടെ GP എന്നാ പറയുന്നത്, GPയുടെ അടുത്ത് പോകുന്നുണ്ട്. അപ്പം GP പറഞ്ഞു ഇത് ഫ്ലൂ ആയിരിക്കും. അപ്പൊ ഞാൻ ഓർത്ത് ഫ്ലൂയുടെ സീസൺ ആയിരുന്നു, ഫ്ലൂ ആയിരിക്കും എന്ന് ഓർത്ത് ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നുണ്ട്. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ മരുന്ന് കഴിക്കുന്നുണ്ട്, ഡ്യൂട്ടിക്ക് പോകുന്നുണ്ട്. അങ്ങനെ പാരസിറ്റമോൾ എടുത്ത് 2 ആഴ്ച കഴിഞ്ഞപ്പോ ഞാൻ ഓർത്ത് എന്റെ അസുഖം മാറുന്നില്ല. ആ സെയിം സമയത്ത് എനിക്ക് വായിക്കകത്ത് ഇങ്ങനെ കുറച്ച് അൾസേഴ്സ് പോലെ വന്നിട്ടുണ്ട്. അപ്പൊ ഞാനിങ്ങനെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഞങ്ങൾക്ക് പോവാം. അങ്ങനെ പോയി കാണിച്ചപ്പോ അവർ പറഞ്ഞു ഇത് വല്ല ഡെന്റൽ ഇഷ്യൂ ആയിരിക്കും, ജസ്റ്റ് ഒന്ന് ഡെന്റിസ്റ്റിനെ കൂടെ കാണിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. പക്ഷെ അവർ പറഞ്ഞു അവരുടെ സൈഡിൽ നിന്നെല്ലാം ക്ലിയറാ, ഗംസിന് പ്രശ്നമൊന്നുമില്ല, ഇത് ജസ്റ്റ് നോർമൽ മൗത്ത് അൾസേഴ്സ് ആണെന്ന് പറഞ്ഞു. പിന്നെ എന്റെ പനി 14 ഡേയ്സ് കഴിഞ്ഞപ്പോഴും, ഫ്ലൂ ജനറലി 14 ഡേയ്സ് ഒക്കെ ആകുമ്പോൾ സെറ്റിൽ ആവണ്ടേ, പക്ഷെ എന്റെ പനി അങ്ങോട്ട് മാറുന്നില്ല എന്ന് അറിഞ്ഞപ്പോ അവരെന്നോട് പറഞ്ഞു ഓക്കെ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം. അപ്പൊ ഞാൻ അതിന് സമ്മതിച്ചു. അങ്ങനെ അവർ എന്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. അപ്പൊ ഈ 2 ആഴ്ചയിലൊക്കെ ഞാൻ ചർച്ചിൽ പോകുന്നുണ്ട്, ഞാൻ ചർച്ചിൽ കൊയറിൽ പാടും, ഞാൻ പാട്ട് പാടുന്നുണ്ട്. അപ്പം പക്ഷെ ഞങ്ങളുടെ പാസ്റ്റർ ഹാൻസ് തോമസ് ആ പേര്. അപ്പൊ ഞാൻ പാസ്റ്ററുടെ അടുത്ത് പോയി പറയുന്നുണ്ട്, പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എനിക്ക് വയ്യ. അങ്ങനെ അപ്പൊ പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, ജസ്റ്റ് പനിയാന്ന് ഓർത്ത് മാത്രം. അത് കഴിഞ്ഞ് അപ്പൊ ആർക്കും അങ്ങനെ വലിയതായിട്ട് അറിയത്തില്ല എനിക്കിങ്ങനെ പനിയുള്ള കാരണം ഞാൻ കൊയറിൽ പാടുന്നതുകൊണ്ട് ആരും അത്രയും എല്ലാവരും ഓർക്കുന്നത് ഞാൻ ഓക്കെ, ഞാൻ ആരോടും അങ്ങനെ പറഞ്ഞിട്ടുമില്ല. കാരണം ജസ്റ്റ് നോർമൽ ഫീവർ ആണല്ലോ എന്ന് ഓർത്തിട്ട്. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒരു ദിവസം എനിക്കൊരു ഫോൺ വരുന്നു. എന്നെ അടുത്ത ദിവസം ഞങ്ങളുടെ ഇവിടെ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അതിൽ എന്നോട് പറഞ്ഞു ഒരു എമർജൻസി ആയിട്ട് വരണം, കുറച്ചുകൂടെ ബ്ലഡ്സ് ഒക്കെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു. അപ്പം വിളിച്ചതിന്റെ ആ സെയിം ദിവസം ഞങ്ങളുടെ പാസ്റ്ററും കുറച്ച് ചർച്ച് മെമ്പേഴ്സ് ഒക്കെ എന്നോട് പറഞ്ഞു ഞങ്ങൾ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കാം. അപ്പൊ എനിക്ക് സന്തോഷമായി. അവരുടെ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചു. അപ്പം പാസ്റ്റർ പ്രാർത്ഥിച്ച സമയത്ത് പാസ്റ്റർ ഒരു ദൈവവചനം ഇങ്ങനെ പാസ്റ്റർ കണ്ടു, ഞാൻ മരണത്തിന്റെ വാലി ഓഫ് ഡെത്തിൽ കൂടെ പോകുന്നു, പക്ഷെ അതിൽ ഞാൻ മരിക്കത്തില്ല, അതിൽ ദൈവനാമം മഹത്വം ഉണ്ടാവും. അങ്ങനെ ഒരു കാഴ്ചപ്പാട് പാസ്റ്റർ അന്ന് കണ്ടു. പക്ഷെ പാസ്റ്റർ അപ്പൊ എന്നോട് പാസ്റ്റർ ഒന്നും പറഞ്ഞില്ല. എന്നിട്ട് ഞാൻ അടുത്ത ദിവസം എന്റെ ബ്ലഡ്സ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പൊ ഞാൻ ബ്ലഡ്സ് ഒക്കെ ചെയ്തപ്പം അവരെന്നെ ഇങ്ങനെ ഒരു റൂമിൽ വിളിച്ചിട്ട് പറഞ്ഞു ബ്ലഡ്സ് ഒക്കെ കുറച്ച് മീൻസ് കുറവാ, വാല്യൂസ് ഒക്കെ ഒത്തിരി കുറവാ. അപ്പോൾ നിനക്ക് അതിന് മുന്നേ ഇങ്ങനെ വല്ല ക്യാൻസറോ വല്ലതും വന്നിട്ടുണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞില്ല, എനിക്ക് അങ്ങനെ ദൈവകൃപയാൽ അങ്ങനെ ഒന്നും വന്നിട്ടില്ല. അപ്പൊ എന്നോട് പറഞ്ഞു ഓക്കെ ഒരു എക്സ്റേ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പൊ അവരെന്നോട് ഒരു എക്സ്റേക്ക് വേണ്ടി എന്നെ കൊണ്ടുപോയി. ആ എക്സ്റേയുടെ റിപ്പോർട്ട് വന്നപ്പം എന്റെ ലങ്സിൽ കുറച്ച് ഇങ്ങനെ പാച്ചുകൾ അവർക്ക് കാണാം. അപ്പൊ ആ പാച്ച് അവർ കണ്ടപ്പം അവര് പറഞ്ഞു ഞങ്ങള് ഇങ്ങനെ ഓർക്കുവാ ഇത് ലങ് ക്യാൻസർ വല്ലതും ആണെന്ന് ഞങ്ങൾക്ക് സംശയം ഉണ്ടെന്ന് എന്നോട് പറഞ്ഞു. അപ്പൊ ഞാനൊരു നേഴ്സാണ്. അപ്പൊ ഞാനിങ്ങനെ ഓർത്ത് ഒരു എക്സ്റേ കാണുമ്പോഴെങ്ങനെ ക്യാൻസർ എന്ന് പറയാൻ പറ്റുന്നേ, അങ്ങനെ എനിക്കൊരു ഡൗട്ട് വന്നു. അവർ പറഞ്ഞു ഇത് ഉറപ്പൊന്നുമില്ല ക്യാൻസർ ആണെന്ന്, പക്ഷെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഡൗട്ട് ഞങ്ങളുടെ മനസ്സിലുണ്ട്, ഇത് ചിലപ്പോൾ ക്യാൻസർ ആവാൻ സാധ്യത ഉണ്ടെന്ന്. അതുകൊണ്ട് ഒരു CT സ്കാനിന് പോകണമെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് പക്ഷെ CT സ്കാനിന്റെ അപ്പോയിന്റ്മെന്റ് അവര് 2 ആഴ്ച കഴിഞ്ഞിട്ടാ തന്നെ. അപ്പൊ ഈ സമയത്ത് ഞങ്ങളുടെ പാസ്റ്ററിനും വോയിസ് മെസ്സേജ് ഒക്കെ അയക്കുന്നുണ്ട്. അപ്പൊ പാസ്റ്ററിനോട് ഇങ്ങനെ പറഞ്ഞു കുഞ്ഞ് റിപ്പോർട്ട് എന്ത് വന്നാലും നീ ധൈര്യപ്പെടണം, കാരണം ഇത് ചേർച്ച് എടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമാണിത്. അങ്ങനെ ഒരു വാക്ക് പറഞ്ഞു. അപ്പൊ എന്നോട് ഇങ്ങനെ ക്യാൻസർ ആന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് എനിക്ക് എന്റെ മനസ്സിലൊരു വളരെ ഒരു ദുഃഖമുണ്ടായി. കാരണം ഞാൻ പെട്ടെന്ന് എന്റെ പിള്ളേരെ ഓർത്തു. പിന്നെ ആ സമയത്ത് പിന്നെ ഞാൻ ഓർത്തു കുഴപ്പമില്ല, ഇതല്ലായിരിക്കും എന്ന് മനസ്സിൽ വന്നു. എന്നിട്ട് ഞാൻ ഇരുന്ന സ്ഥലത്തിനൊക്കെ പോയി റെബ്യൂക്ക് ചെയ്തു. എനിക്കിത് ക്യാൻസർ ഇല്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ റെബ്യൂക്ക് ചെയ്തിട്ട് ഞാൻ തിരിച്ചിറങ്ങിയപ്പോ എന്റെ ചേച്ചിയും മാഞ്ചസ്റ്ററിലാണ് താമസിക്കുന്നത്. ഞാൻ നമുക്കൊരു മെസ്സേജ് ഇട്ടു, ഞാൻ വീട്ടിൽ വരുവാ, എന്നോട് ഇങ്ങനെയാ പറഞ്ഞത്. പക്ഷെ ഞാൻ അച്ഛനോടൊക്കെ ഒന്നും പറഞ്ഞിട്ടില്ല. ആ സമയത്ത് അച്ഛന് വീട്ടിൽ കയറി വന്നപ്പോഴേ അച്ഛന് എന്നെ കണ്ട് പെട്ടെന്ന് കരയാൻ തുടങ്ങി. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഓക്കെ, എനിക്കൊരു കുഴപ്പമില്ല. അപ്പൊ അച്ഛൻ ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞു ഇല്ല എനിക്കറിയാം ഏതാണ്ട് ഉണ്ട്, നീ പറയാത്തതാ, നിനക്ക് ഏതാണ്ട് പറ്റിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു
എന്നോട് ഡോക്ടേഴ്സ് ഇങ്ങനെയാ പറഞ്ഞ, എന്നോട് CT പോകാൻ പറഞ്ഞു. അപ്പൊ ഇങ്ങനെ എന്നോട് ചിലപ്പോ ക്യാൻസർ ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ പറഞ്ഞു ഓക്കെ അപ്പൊ ഞങ്ങൾ ആ സമയത്ത് ഞങ്ങളുടെ വീട്ടിലെ അറ്റ്മോസ്ഫിയർ കുറച്ച് ഡള്ളായി, ഞങ്ങള് കുറച്ച് കരഞ്ഞു. അങ്ങനെയൊക്കെ ആയപ്പം ഞങ്ങളുടെ കുറച്ച് ദൂരത്തിൽ ഞങ്ങളുടെ ചർച്ചിൽ ഒരു ചേച്ചി താമസിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ആ ചേച്ചിനെ വിളിച്ച് എനിക്ക് നാട്ടിൽ പോകാൻ പറ്റുമോ, അതിന്റെ ഒക്കെ ഞാൻ ജസ്റ്റ് എങ്ങനെ ആയിരിക്കും, കാരണം എന്റെ മനസ്സിൽ ആദ്യം വന്നത് എന്റെ പിള്ളേരെ നോക്കാൻ എനിക്ക് ആരും ഇല്ല ഇവിടെ, കാരണം മമ്മീന്റെ ഡാഡി നാട്ടിലാ, ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ ഇവിടെ. അപ്പൊ അവരെ ഞാൻ ഒരു സേഫ് ഹാൻഡ്സിൽ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് എന്റെ ട്രീറ്റ്മെന്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെനിക്ക് നന്നായിട്ട് ചെയ്യാം. അത് ഓർത്തിട്ട് ഞാൻ ഓർത്തു, ഞാൻ ആ ചേച്ചിനെ വിളിച്ചപ്പോ ഞാൻ ചേച്ചിനോട് പറഞ്ഞു, ചേച്ചി എന്റെ വീട്ടിലൊന്ന് വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, കാരണം എന്റെ മനസ്സിന് ഭയങ്കര ഒരു ഭാരം പോലെ. അപ്പൊ ഞാൻ ഓർത്തു ആരിലും എനിക്ക് പെട്ടെന്ന് വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അങ്ങനെ എനിക്ക് എന്റെ മനസ്സിൽ വന്നു. കുറച്ച് കഴിയുമ്പോ പാസ്റ്ററും കുറെ ചേർച്ച് മെമ്പേഴ്സ് ഒക്കെ എനിക്ക് വേണ്ടി വന്ന് പ്രാർത്ഥിച്ചു. ആ സമയത്ത് രാത്രി എനിക്ക് പെട്ടെന്ന് വയ്യാണ്ടായി. എനിക്ക് പനി വരുമ്പോ എനിക്ക് ഭയങ്കര ഇങ്ങനെ കിടുകിടുക്കുക, എനിക്ക് ഭയങ്കര ചിൽസ് വരും അങ്ങനെ. പക്ഷെ ഞാൻ പാരസെറ്റമോൾ കഴിക്കുമ്പോൾ അരമണിക്കൂറിൽ ഞാൻ ഓക്കെയാ. പിന്നെ 6 മണിക്കൂറിൽ പിന്നെ എനിക്ക് അത് സെയിം പനി വരുന്നു. അത് കഴിഞ്ഞത് പക്ഷെ ഞങ്ങൾ അന്നും ടിക്കറ്റ് ഒന്നും ബുക്ക് ചെയ്തില്ല. ഞങ്ങൾ രാത്രി ഒന്ന് പ്രാർത്ഥിച്ചു. കാരണം ഞങ്ങൾ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ ഞങ്ങൾക്ക് ഒരു വഴി കാണിക്കണം, ഞങ്ങളത് പോണോ, ഇന്ത്യക്ക് പോണോ, അത് ഇവിടെ നിൽക്കണോ, അത് എങ്ങനെയാ ഞങ്ങൾ ചെയ്യേണ്ടത്. പിന്നെ ഞാൻ അച്ഛൻ പറഞ്ഞു രാവിലെ നമുക്ക് എന്നിട്ട് ഒരു പ്രാവശ്യം കൂടെ പ്രാർത്ഥിക്കാം, എന്നിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാം. രാവിലെ ഞങ്ങൾ എന്നിട്ട് പ്രാർത്ഥിച്ചു. ഞങ്ങൾ അന്നത്തെ ദിവസം തന്നെ വൈകിട്ടത്തെ ടിക്കറ്റ് ഞങ്ങൾ ബുക്ക് ചെയ്ത് ഞങ്ങൾ ഇന്ത്യക്ക് പോവാം. അപ്പം ഞാൻ പോയപ്പം ഇവിടുത്തെ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ പോകുന്ന സമയത്ത് ഇവിടുത്തെ ചർച്ച് ഓൾമോസ്റ്റ് ഒരു ചെയിൻ പ്രെയർ പോലും ഓൾറെഡി എനിക്ക് വേണ്ടി അവർ തുടങ്ങിയായിരുന്നു. കാരണം എന്നെ പല ആൾക്കാർ വിളിച്ച് കരയുന്നു, കാരണം അവർക്ക് അതൊക്കെ ആർക്കൊന്നും വിശ്വസിക്കാൻ, കാരണം ഞാൻ വളരെ നോർമലായിട്ട് നടന്നു. പെട്ടെന്ന് എനിക്ക് കാരണം ഞാൻ പറഞ്ഞില്ലേ, ആർക്കും അറിയത്ത് പോലും ഇല്ല ഞാൻ സിക്കായിരുന്ന കാര്യം. അപ്പൊ എല്ലാരും ചോദിക്കുന്നുണ്ട് ഇത് എങ്ങനെയാ പറ്റിയത്, എപ്പോ സംഭവിച്ചു ഇതൊക്കെ, കാരണം ഇതൊക്കെ എല്ലാം എനിക്ക് പറയാം ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിലാണ് ഇതൊക്കെ സംഭവിച്ചത്. ഏതായാലും ഞങ്ങൾക്ക് ഒരു ഫാമിലി ഡോക്ടർ ഉണ്ട് നാട്ടിൽ. ഞാൻ ഓൾറെഡി ഫാമിലി ഡോക്ടറിനോട് വിളിച്ച് സംസാരിച്ചാൽ പറഞ്ഞു ഞാൻ കുറച്ച് കാര്യത്തിന് വേണ്ടി ഇന്ത്യക്ക് വരുവാ, മുംബൈയിൽ വരുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ വരുമ്പം കാരണം ഞാൻ എന്റെ മമ്മീന്റെ ഡാഡിനോട് പറഞ്ഞില്ല, കാരണം ഞാൻ അവർക്ക് പ്രായമാണല്ലോ, പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒത്തിരി വിഷമാവും ഓർത്തിട്ട്. പക്ഷെ ആ ഡോക്ടർ അത് കേട്ടപ്പോ എന്നോട് ഇങ്ങനെ പറഞ്ഞു, അയ്യോ നിനക്ക് ക്യാൻസർ ഒന്നും കാണത്തില്ല, അതൊക്കെ എങ്ങനെ എക്സ്റേക്ക് മനസ്സിലാവുന്നത്. അപ്പൊ എന്റെ മമ്മീന്റെ ഡാഡി ഇത് കേട്ടപ്പോ അവർക്ക് അപ്പൊ അതിന്റെ പിൻപിൽ ഞങ്ങൾ എന്തിനാ വരുന്നതെന്ന് മനസ്സിലായി. അങ്ങനെ ഞങ്ങള് നാട്ടിൽ പോയി ഞാൻ ഓർത്തു സമയം കളയണ്ട, കാരണം ഓൾറെഡി ഞാൻ ഇങ്ങനെ ഈ 2 ആഴ്ച എന്റെ പോയതുകൊണ്ട് ഞാൻ എയർപോർട്ടിൽ നിന്ന് എന്നോട് ഫാമിലി ഡോക്ടർ പറഞ്ഞു നീ ഹോസ്പിറ്റലിലോട്ട് വാ എന്ന് പറഞ്ഞ് ഞാൻ ഡയറക്റ്റ് ഹോസ്പിറ്റലിലോട്ട് പോയി. ഹോസ്പിറ്റലിൽ പോയി അവർ എന്നോട് പറഞ്ഞു ഓക്കെ കുഴപ്പമൊന്നുമില്ല, ഏതാണ്ട് ലിവറിൽ ഏതാണ്ട് ഒരു സ്വെല്ലിംഗ് പോലെ തോന്നുന്നുണ്ട്, എങ്ങനെ പറഞ്ഞു വീട്ടിൽ പോയി ഫ്രഷ് ഒക്കെ ആയിട്ട് തിരിച്ച് വന്നോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിൽ പോയി ഫ്രഷ് ഒക്കെ ആയിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ വന്ന് അഡ്മിറ്റ് ആയ സമയത്ത് എന്റെ എല്ലാം എനിക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, അതെല്ലാം നോർമൽ ആയിട്ട് വരുന്നത്. എന്റെ ബ്ലഡ് കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ WBC കൗണ്ട് മാത്രം കുറച്ച് കുറവായിരുന്നു, പിന്നെ ന്യൂട്രോഫിൽസ് എന്നൊരു കൗണ്ട് ഉണ്ട്, അത് കുറവായിരുന്നു. പക്ഷെ അതല്ലാണ്ട് പനിക്കുള്ള എല്ലാ അസുഖങ്ങള് എല്ലാം ഇവിടെയും ടെസ്റ്റ് ചെയ്തായിരുന്നു, നാട്ടിൽ ചെന്നിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് എല്ലാം ഇത് നെഗറ്റീവാ വരുന്നത്. അപ്പൊ അവരെന്നോട് പറഞ്ഞു ഒരു CT സ്കാൻ ചെയ്യാം. അപ്പൊ CT സ്കാൻ ചെയ്തപ്പോ എന്റെ ചെസ്റ്റിന്റെ ലങ്സിലല്ല, ചെസ്റ്റ് ക്യാവിറ്റിയിൽ അവർക്ക് കുറച്ച് ലിംഫ് നോഡ്സ് കാണാം. എന്നിട്ട് ലിവറിനകത്ത് അവർക്ക് കുറെ ഇങ്ങനെ ഒരു മാസ് പോലെയാണെന്ന്, കാരണം ക്ലിയർ ആയിട്ട് പിക്ചർ കാണത്തില്ല, അങ്ങനെ അവർക്ക് കാണാം, ഒത്തിരി ഗ്രാനുലോമ എന്നാ പറയുന്നത്, അങ്ങനത്തെ കുറെ സ്ട്രക്ചേഴ്സ് അവർക്ക് കാണാമെന്ന് പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞു ഇത് ലിവർ ഏതാണ്ട് ഡാമേജ് ആയതാ, പിന്നെ ഇങ്ങനെ ഒരു ലിംഫ് നോഡ് ആയതുകൊണ്ട് ക്വയറി ക്യാൻസർ മനസ്സിൽ നമുക്ക് വെക്കാം, അതൊരു സൈൻ ആണല്ലോ അങ്ങനെ. പിന്നെ അൾസറും ഉള്ള സ്ഥിതിക്ക് പക്ഷെ ഏതാണ്ട് ഒരു ഇൻഫെക്ഷനാ, അപ്പം ഒരു ഇൻഫെക്ഷസ് ഡിസീസ് ഡോക്ടറിനെ കാണിക്കണം, അങ്ങനെ എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ, അങ്ങനെ എന്നെ വേറെ ഒരു ഹോസ്പിറ്റലിലോട്ട് ഷിഫ്റ്റ് ആക്കി. മുംബൈ തന്നെ ജൂപ്പിറ്റർ എന്ന് പറഞ്ഞ ഒരു ഹോസ്പിറ്റലിൽ ഞാൻ ഷിഫ്റ്റ് ആയി. അവിടെ ഷിഫ്റ്റ് ആയി കഴിഞ്ഞപ്പം സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ ഷിഫ്റ്റ് ആയ സമയത്ത് ഇങ്ങനെ എന്റെ ഇന്ത്യയുടെ ചർച്ചിൽ എല്ലാവരും വരുന്ന എന്നെ കാണുന്നുണ്ട്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ഓർക്കുന്നത് എനിക്ക് കാരണം ഏതാണ്ട് സംഭവിച്ചിട്ടുണ്ട്, കാരണം എല്ലാവരും വന്ന് എന്നെ കാണുമ്പോൾ കരയുന്നുണ്ട്, എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ എന്റെ മനസ്സിലുണ്ട് കാരണം ഞാനൊരു നേഴ്സ് ആയതുകൊണ്ട് ഞാൻ എന്റെ ഒരു റിപ്പോർട്ടും കണ്ടില്ല, കാരണം എനിക്കറിയാം ഞാൻ എന്റെ റിപ്പോർട്ട് കണ്ടു കഴിഞ്ഞാൽ ഞാനിങ്ങനെ അതില് കുറെ മെഡിക്കലി നമ്മൾ ചിന്തിക്കുമല്ലോ, അപ്പൊ എനിക്ക് അത് വേണ്ടായിരുന്നു. സ്പിരിച്വൽ വേയിൽ തന്നെ പോകാൻ വേണ്ടി ഞാൻ എന്റെ ഒരു റിപ്പോർട്ട്സും കണ്ടില്ല, ഡോക്ടേഴ്സ് വന്നതിനോട് പറഞ്ഞ് മാത്രം ഞാൻ കേൾക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ആൾക്കാരൊക്കെ വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാനിങ്ങനെ ഓർക്കുന്നത് എനിക്ക് ഏതാണ്ട് ഉണ്ട്, ഏതായാലും ആരും എന്നോടൊന്നും പറയുന്നില്ല, എന്തായാലും നമുക്ക് നോക്കാം അങ്ങനത്തെ ഒരു ഇതില്ല. അപ്പം എന്നോട് ഇങ്ങനെ എന്റെ ഫാമിലി ഡോക്ടർ പറഞ്ഞു ബ്രൂസെല്ലോസിസ് എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട്, അത് ആവാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ സത്യം പറഞ്ഞ ഒരു നേഴ്സ് ആയാലും ഞാൻ ഈ അസുഖം കേട്ടിട്ടില്ല.
ഉണ്ട്. ഞാൻ എങ്ങാണ്ട് ഒരു മൈക്രോ ഓർഗാനിസം പോലെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിനെപ്പറ്റി ഇങ്ങനെ ഡീറ്റെയിൽ സ്റ്റഡി ഒന്നും ചെയ്തില്ല. അപ്പൊ ഞാൻ ഓർത്തത് എനിക്കിത് എങ്ങനെ വരും? അത് കാരണം അത് പാലിക്കൂടെയാ വരുന്നേ. പിന്നെ UK അത് ഒരു എനിക്ക് തോന്നുന്നു 1986 ആണോ അതിന് മുന്നേ ഒക്കെ ഒത്തിരി ഇറാഡിക്കേറ്റ് ആയ ഒരു അസുഖമാണ്. UK ഒരു മനുഷ്യർക്ക് ഈ അസുഖം ഇല്ല, വരാൻ ചാൻസും ഇല്ല. കാരണം അത് പാല്, ചീസ് അങ്ങനത്തെ ആ വഴി വരുന്ന ഒരു അസുഖമാണ്. അപ്പൊ ഞാനിങ്ങനെ ഓർത്തു ഈ അസുഖം എനിക്ക് എങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ അവർ എന്റെ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്തു. അത് വരാൻ 2 ആഴ്ച എടുക്കും എന്റെ റിപ്പോർട്ട് വരാൻ. ഈ സമയം ആയപ്പോഴത്തേക്ക് ഞാൻ ജൂപ്പിറ്റർ ആയപ്പോ എന്റെ കണ്ടീഷൻ കുറച്ച് പുവർ ആവാൻ തുടങ്ങി. എനിക്ക് ഛർദിലായി. ഛർദിൽ എന്ന് പറഞ്ഞാൽ എന്റെ ലിവർ ഒത്തിരി സ്വെല്ലിങ്, ലാർജ് ആയിട്ട് സ്വെല്ലിങ് ആയിട്ട് എനിക്ക് കണ്ടിന്യൂസ്ലി ഞാൻ ഛർദിലായി തുടങ്ങി. ഞാൻ അപ്പം ഒരു സിക്ക് ബോളിന് മണ്ടയ്ക്ക് എപ്പോഴും കിടക്കുന്നത്. കാരണം എനിക്ക് അതിന് പൊങ്ങാൻ പറ്റത്തില്ല. ഞാൻ പൊങ്ങി കഴിഞ്ഞാൽ ഞാൻ എവിടെയെങ്കിലും ഛർദിക്കും, അങ്ങനത്തെ ഒരു അവസ്ഥയായിപ്പോയി. എന്നിട്ട് അവരെന്നോട് പറഞ്ഞു ഫുഡൊന്നും കഴിക്കാൻ പറ്റത്തില്ല. കാരണം ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ എനിക്ക് വയറിനകത്ത് ഭയങ്കര ഷാർപ്പ് ഒരു കുത്തുന്ന വേദന പോലെ വരുന്നു. എന്നിട്ട് ഞാൻ അതെല്ലാം ഛർദ്ദിക്കുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു എന്നാ IV ഫ്ലൂയിഡ്സ് മാത്രത്തില് നമുക്ക് വെക്കാം എന്ന് പറഞ്ഞിട്ട് അവരെന്നെ IV ഫ്ലൂയിഡ്സിൽ മാത്രം വെച്ചിട്ട് ഞാൻ പിന്നെ ഒന്നും കഴിക്കാതെ ആയി. ഞാന് വളരെ എന്റെ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ അപ്പോഴത്തേക്ക് എനിക്ക് ബോഡി പെയിൻ എന്ന് പറഞ്ഞാൽ നല്ല സിവിയർ. എനിക്ക് ആ വേദന എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടിന്യൂസ് ഒരു കോൺസ്റ്റന്റ് വേദന, അങ്ങനത്തെ ഒരു വേദനയായി. പിന്നെ ഞാൻ ജൂപ്പിറ്ററിലായിരുന്നപ്പം ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഒരു സ്വപ്നം ഇങ്ങനെ കാണുന്നു. ഒരു സ്വപ്നം കാണുന്നത് ഞാനൊരു സ്റ്റെയർസിൽ കൂടി ഇങ്ങനെ നടന്നു പോവാ. ആ സ്റ്റെയർസിൽ കുറെ പാമ്പുകൾ ഇങ്ങനെ ഉണ്ട്. അപ്പൊ ഈ പാമ്പുകളൊക്കെ ഇങ്ങനെ ഞാൻ കാണുമ്പോൾ ഞാൻ ഓർക്കുന്ന ദൈവം, ഞാൻ എങ്ങനെ ഈ സ്റ്റെയർസിനകത്തുനിന്ന് ക്രോസ് ചെയ്ത് പോകും? പക്ഷെ ഞാൻ അങ്ങനെ ഇപ്പം സൈഡിൽ കൂടെ പോകാൻ നോക്കുമ്പോ ഈ പാമ്പുകൾ എല്ലാരും എന്നെ ചുറ്റി ഇങ്ങനെ എന്നെ ചോക്ക് ചെയ്യുന്ന പോലെ, എന്നെ ഇങ്ങനെ ഞെക്കി കൊല്ലുന്ന പോലെ എനിക്കൊരു ഫീലിംഗ്. അങ്ങനെ കണ്ട് ഞാൻ പേടിച്ച് ഞാൻ അങ്ങ് എണീക്കുക. അതാണ് എന്റെ ആ ഒരു സ്വപ്നം. അങ്ങനെ കണ്ടത് കഴിഞ്ഞിട്ട് ആ സ്വപ്നം അങ്ങ് തീരുന്നു. അപ്പൊ ഞാനിപ്പോ എണീറ്റ് എനിക്ക് ഭയങ്കര പേടി വന്ന് ഞാൻ ഓർത്തു ഞാൻ എന്തിനാ ഈ സ്വപ്നം കണ്ടേ, അങ്ങനെ എന്റെ മനസ്സിൽ വന്നു. അപ്പം പിന്നെ ഞാൻ ഓർത്തു ഓക്കെ പോട്ടെ, അതൊരു സ്വപ്നമാണല്ലോ. ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ കിടക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ ദിവസം തന്നെ വൈകുന്നേരം ആയപ്പോ എനിക്കൊരു ശബ്ദം എന്റെ ചെവിയില് ക്ലിയർലി, എനിക്കൊരു വലിയ ഒരു മനുഷ്യന്റെ ശബ്ദം എനിക്ക് എന്റെ ചെവിയിൽ കേൾക്കാം. ആ ശബ്ദം എന്ന് പറഞ്ഞാൽ ആ ശബ്ദം എന്റെ മണ്ടിക്ക് ചിരിക്കുക, എന്റെ ചെവി വന്ന് ചിരിക്കുന്ന ഒരു ശബ്ദം. എന്നിട്ട് പറയുക, നോക്ക് നിന്റെ അവസ്ഥ എന്തായി, നീ വലിയ സ്വപ്നങ്ങൾ ഒക്കെ കൊണ്ട് നീ നീ ഇന്ത്യ വിട്ട് UK പോയി, എന്നിട്ട് ഇപ്പൊ നിന്റെ അവസ്ഥ കണ്ട് നിനക്ക് നിന്റെ പിള്ളേരെ നോക്കാൻ പറ്റത്തില്ല, നിനക്ക് ജോലി ചെയ്യാൻ പറ്റത്തില്ല ഒരു നേഴ്സായിട്ട്, എന്നിട്ട് നീ തിരിച്ച് ഇവിടെ തന്നെയല്ലേ വന്നേ. അങ്ങനെ ഒരു ശബ്ദം എനിക്ക് കണ്ടിന്യൂസ്ലി എന്റെ ചെവിയിൽ കേൾക്കാം. അപ്പൊ ഞാൻ ആ ചെവി കേൾക്കുമ്പോ ഞാൻ ആ ചെവിനോട് ഇങ്ങനെ, എനിക്ക് ആരെങ്കിലും ഒരു മനുഷ്യൻ സംസാരിക്കുന്ന പോലെ തന്നെ, പക്ഷെ എനിക്കത് ആരാണ് അപ്പൊ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്നിട്ട് അപ്പൊ ഞാൻ ഇങ്ങനെ ഓർക്കുക, ശരിയാണല്ലോ ആ ശബ്ദം പറയുന്ന എന്നോട്, ശരിയാണല്ലോ ഞാൻ എന്തൊക്കെ സ്വപ്നങ്ങൾ ഓർത്തിട്ടാണ് ഞാൻ പോയത്, പക്ഷെ ഇങ്ങനെ ആയി പോയല്ലോ. എന്നിട്ട് എന്നോട് ഇങ്ങനെ ആ ശബ്ദം സംസാരിക്കുക, നീ മരിക്കും, നീ ജീവിച്ചിരിക്കത്തില്ല, ഈ അസുഖം നിന്റെ വളരെ, കാരണം അതൊരു കോംപ്ലിക്കേറ്റഡ് അസുഖമാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ നീ അധികം നാളെ ജീവിക്കത്തില്ല എന്ന് ആ ശബ്ദം എന്നോട് കേൾക്കും. അങ്ങനെ ഈ ശബ്ദം എനിക്കൊരു 2-3 ദിവസം എന്നോട് കണ്ടിന്യൂസ്ലി ഒരു മനുഷ്യൻ സംസാരിക്കുന്ന പോലെ എന്നോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഞാനും ആ ശബ്ദത്തോട് സംസാരിക്കുക. അപ്പൊ പിന്നെ ഒരു ദിവസം അന്ന് രാത്രി തന്നെ ഞാൻ കിടന്നപ്പോ 2 രാത്രികൾ ഞാൻ എന്റെ ഫ്യൂണറൽ കാണുക. അപ്പൊ ഞാൻ എന്റെ ഫ്യൂണറൽ കാണുമ്പം ഒത്തിരി പേര് എനിക്ക് വേണ്ടി വന്ന് കരയുന്നതും, എന്റെ മൂത്ത മോൾ എനിക്ക് വേണ്ടി ഒത്തിരി കരയുന്നതും ഒക്കെ ഞാൻ ആ സ്വപ്നത്തിൽ കാണുക. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യത്തെ ദിവസമൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. പിന്നീടായപ്പോ ഞാൻ എന്റെ മരണത്തിന് വേണ്ടി പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കും. ഞാൻ ഓർത്തു ഓക്കെ, ഞാൻ മരിച്ചാലും കുഴപ്പമില്ല, ഞാൻ ഇതാണ് എന്റെ എൻഡ്, ഇതാണ്. അപ്പൊ ആ ശബ്ദം എന്നോട് ഇങ്ങനെ പറയാം, എനിക്ക് 5 ദിവസം കൂടെ ഉണ്ട്, അപ്പൊ നീ നിന്റെ മരണത്തിന് വേണ്ടി പ്രിപ്പയർ ആയിക്കും. അപ്പൊ ഞാൻ ഇങ്ങനെ എന്റെ മനസ്സിൽ ഓർത്തു, ഞാനൊരു വിശ്വാസിയാണല്ലോ, ഐ എം എ ചൈൽഡ് ഓഫ് ഗോഡ്. അപ്പൊ എനിക്ക് സ്വർഗത്തിൽ പോകണം, അത് മാത്രമല്ല, എന്തായാലും മരിക്കും, എനിക്ക് സ്വർഗത്തിൽ പോകണം. അതിനു വേണ്ടി ഞാനപ്പോ എന്റെ പാപങ്ങളൊക്കെ പറയാൻ തുടങ്ങി പെട്ടെന്ന്. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ എന്റെ ചെറുപ്പത്തില് ഇപ്പൊ ഞാൻ ഓർക്കുമ്പോൾ എനിക്ക് ചിരി വരും. കാരണം ഞാൻ ഡാഡി പാസ്റ്റർ ആയതുകൊണ്ട് ഡാഡി ഇങ്ങനെ, ഞങ്ങൾക്ക് എപ്പോഴും എന്നും പ്രാർത്ഥന ഉണ്ടല്ലോ. അപ്പൊ ഞാൻ നഴ്സിംഗ് ഒക്കെ പഠിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ക്ഷീണിച്ച് വരുമ്പോ എനിക്ക് ചർച്ചിലൊക്കെ പോകാൻ ചിലപ്പോൾ മടിയാ. കാരണം നമ്മൾ അത്രയും ട്രാവൽ ചെയ്ത് വരുന്നു. ഞാൻ പൻവേൽ ടു കല്യാൺ ട്രാവൽ ചെയ്ത് വരുമായിരുന്നു ബസ്സിൽ. അപ്പം അതൊക്കെ കഴിയുമ്പോ എന്നെ ഡാഡി മമ്മി ഓൾമോസ്റ്റ് ഫോഴ്സ് ചെയ്ത് കൊണ്ടുപോകുമ്പോ ഞാൻ വയറുവേദനയും തലവേദനയും ഒക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞിങ്ങനെ
ചിലപ്പോ ഒക്കെ ഇങ്ങനെ ഒഴിവാക്കിയിട്ടുണ്ട് പ്രാർത്ഥനകൾ. അപ്പൊ എനിക്ക് അതൊക്കെ എന്റെ കൺമുൻപിൽ വരുക. അപ്പൊ ഞാൻ ഇങ്ങനെ ദൈവത്തോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എനിക്ക് ഈ അസുഖം വന്നത് എന്റെ പാപങ്ങൾ കാരണമാണോ? അത് എന്തുകൊണ്ട് എനിക്ക് ഈ അസുഖം വന്ന ഇങ്ങനത്തെ? കാരണം ആർക്കും വരാത്ത ഒരു എന്ത് പറയുന്ന ഈ സിംറ്റംസ് ഒക്കെ ഭയങ്കര വേഴ്സ്. എനിക്ക് ഇരിക്കാൻ വയ്യ, എനിക്ക് ഇരിക്കാൻ വയ്യ, അങ്ങനത്തെ ഉം, ഒരു അവസ്ഥയിലേക്ക് ഞാൻ പോവാ. അപ്പൊ എനിക്ക് പക്ഷെ ഞാൻ പിന്നെ ഞാൻ ഓർത്തു ഞാൻ എന്തായാലും മരിക്കും. അപ്പൊ ഞാൻ അത് റെഡിയാ, മരിക്കാൻ റെഡിയാ. അപ്പൊ ഞാൻ എന്റെ എല്ലാ പാപങ്ങളും, കുഞ്ഞു കുഞ്ഞു പാപങ്ങളൊക്കെ ഏറ്റു പറയുക. പിന്നെ ഞാൻ ഓർത്തു ഞാൻ ഇനി ആരോടും അധികം സംസാരിക്കത്തില്ല. എന്റെ മനസ്സിങ്ങനെ തന്നെ എന്നോട് പറയാ, ഇനി അച്ഛനോടോ എന്റെ ഹസ്ബൻഡിനോടോ അതോ എന്റെ ചേച്ചിനോടോ മമ്മി ഡാഡിനോടോ ഒത്തിരി സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ മരിച്ചു പോകുമ്പോ അവരെ ഇങ്ങനെ പറയുമ്പോ ലാസ്റ്റ് എന്നോട് ഇതാ സംസാരിച്ചേ, ലാസ്റ്റ് ഇങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നു. അപ്പൊ ഞാൻ പിന്നെ കംപ്ലീറ്റ്ലി മിണ്ടത്തേ ഇല്ലായിരുന്നു ആരോടും. ഞാൻ ഓൾറെഡി ഞാൻ ഇങ്ങനെ ബെഡ് റിഡൻ തന്നെ ആയിരുന്നു, ഞാൻ കിടപ്പായി. പിന്നെ ഒരു ദിവസം ഞാൻ നോക്കിയപ്പോ എനിക്ക് കണ്ണ് തുറക്കുമ്പോ എനിക്ക് വെളിച്ചം അങ്ങോട്ട് കാണാൻ പറ്റുന്നില്ല. എനിക്ക് വെളിച്ചം ഇങ്ങനെ ഞാൻ കണ്ണ് തുറക്കുമ്പം എന്റെ കണ്ണി ഭയങ്കരമായിട്ട് ഒരു ടോർച്ച് അറിഞ്ഞിടുന്ന പോലെ കണ്ണു തുറക്കുമ്പോ എനിക്ക് കണ്ണിന് ഭയങ്കര ഒരു വേദന. അപ്പൊ ഞാനിങ്ങനെ അപ്പൊ എന്നോട് അച്ഛനും പറയുന്നുണ്ട്, കുഞ്ഞു നീ വെളിച്ചം കാണണം, നമ്മൾ ഇരുട്ടത്ത് നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല എപ്പോഴും. കാരണം ഞാൻ ജൂപ്പിറ്റർ ഹോസ്പിറ്റലിൽ കേർട്ടൻ ഒക്കെ ഇട്ട് ഫുൾ ആ റൂം ഡാർക്ക് ആയിട്ടാണ് ഇരിക്കുന്നത്. എനിക്ക് പക്ഷെ അത് ഞങ്ങൾക്ക് അപ്പൊ മനസ്സിലായില്ല, ഇത് ബ്രൂസിലോസിന്റെ ഒരു സിംറ്റം ആണ്. ആ അസുഖത്തിൽ ഇങ്ങനെ നമ്മൾ കണ്ണിന്റെ കാഴ്ച പോകും. പിന്നെ അത് കഴിഞ്ഞിട്ട് സ്ലോലി എനിക്ക് ശബ്ദം കേൾക്കുമ്പം ഈ നമ്മളെ ഒരു ഹണിബി വന്ന് ബസ് ചെയ്യുമ്പോ എങ്ങനെ അങ്ങനത്തെ എനിക്ക് ആരെല്ലാം സംസാരിക്കുമ്പോ അങ്ങനെയാണ് എനിക്ക് കേൾക്കുന്നത്. എനിക്ക് ക്ലിയർ ആയിട്ടൊന്നും അത് മനസ്സിലാവുന്നില്ല. അപ്പം ഞങ്ങളുടെ ഇവിടുത്തെ മാഞ്ചസ്റ്റർ പെന്റിക്കോസ്റ്റൽ ചർച്ചിലെ ബ്രദേഴ്സും സിസ്റ്റേഴ്സും പാസ്റ്റർ എനിക്ക് വോയിസ് മെസ്സേജ് അയക്കും. അപ്പൊ അച്ഛൻ എന്റെ ചെവിയിൽ കൊണ്ടുവെക്കുമ്പോ അതൊക്കെ എനിക്ക് ഒരു ബസ് പോലെ മാത്രമേ എനിക്ക് കേൾക്കത്തില്ല. എനിക്കൊന്നും അത് മനസ്സിലാവുന്നില്ല. അപ്പൊ എനിക്ക് അപ്പൊ ആ സമയത്തൊക്കെ അച്ഛന്റെ മടിക്ക് ദേഷ്യം വരും. കാരണം എനിക്കിത് കേൾക്കുമ്പോ എനിക്ക് ഭയങ്കര ഹെഡേക്ക് പോലെ, എനിക്കൊരു തലയ്ക്കൊരു ഭയങ്കര ഭാരം പോലെ വരും. കാരണം എനിക്ക് അത് മനസ്സിലാവുന്നില്ല, എനിക്ക് അതിന്റെ വിഷമമുണ്ട്. അപ്പൊ ഞാൻ അച്ഛനോട് പറയും, എനിക്ക് ആരോടും സംസാരിക്കണ്ട, എനിക്ക് ആരെയും കാണണ്ട, എനിക്ക് ഈ മെസ്സേജസ് ഒന്നും മനസ്സിലാവുന്നില്ല. എനിക്ക് കാരണം ഞാൻ ഇങ്ങനെ എന്റെ മനസ്സ് എന്നോട് പറയുന്നത്, നീ എന്തായാലും മരിക്കും, അതുകൊണ്ട് പിന്നെ നീ വിട്ടേക്ക്, നീ ആരോടും മിണ്ടണ്ട അങ്ങനെ. അത് കഴിഞ്ഞിട്ട് എന്നോട് ഡോക്ടേഴ്സ് പറഞ്ഞു, ഒരു ബോൺ മാരോ എന്ന് പറഞ്ഞ ഒരു പ്രൊസീജിയറിന് പോകണം, കാരണം ഞങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ട്, നിനക്ക് ലൂക്കേമിയ ബ്ലഡ് ക്യാൻസർ ആണോ എന്ന് ഒരു ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാന് സത്യം പറഞ്ഞാൽ ദൈവകൃപയാൽ എനിക്ക് വേദന ഒക്കെ സഹിക്കാനുള്ള ഒത്തിരി ശക്തി ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. ഞാൻ ഇപ്പൊ ഓർക്കും അവര് വളരെ എന്നെ പ്രിപ്പയർ ചെയ്യണല്ലോ എന്നൊക്കെ ഓർത്തിട്ട് അവരെ വന്നു. പക്ഷെ ഞാൻ വളരെ റെഡി ആയിരുന്നു ആ പ്രൊസീജിയറിന് വേണ്ടി. ഡോക്ടേഴ്സ്മാർ ലേറ്റ് ആയതുകൊണ്ട് ഞാൻ അച്ഛനെ പറഞ്ഞു വിടായിരുന്നു, അവരെ പെട്ടെന്ന് വിളിക്കും, നമുക്കിതങ്ങ് ചെയ്ത് തീർക്കാമല്ലോ. പക്ഷെ ആ പ്രൊസീജിയർ ചെയ്തപ്പോ ഒരു നേഴ്സായിട്ട് ഞാൻ ഒരിക്കലും അറിഞ്ഞില്ല. കാരണം എന്റെ ജീവിതത്തിൽ ഞാൻ ഓർക്കുന്ന ഇത്രയും വേദന ഉള്ള ഒരു വേറെ പ്രൊസീജിയർ ഇല്ല. കാരണം എനിക്ക് അത്രയും ഞാൻ വേദനയിൽ കൂടെ പോയപ്പോ എനിക്ക് തളർന്നു പോയ പോലെ ഒരു ഫീലിംഗ് വന്നു. പക്ഷെ ഞാൻ സത്യം പറഞ്ഞ അവിടെ ആ ബെഡിൽ കിടന്ന ലൈക്ക് ഹൗൾ ചെയ്യുമായിരുന്നു, ഉറക്കെ അലറുമായിരുന്നു. കാരണം എനിക്ക് അത്രയും വേദന എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. അപ്പൊ എന്റെ മമ്മി എപ്പോഴും ഇങ്ങനെ എന്നോട് പറയായിരുന്നു, നമുക്ക് ജീവിതത്തിൽ വേദന വരുമ്പം യേശു ക്രൂശിൽ നമുക്ക് സഹിച്ച വേദനയെ പറ്റി ഓർത്താൽ മതി. അത് ഓർക്കുമ്പോൾ നമുക്ക് പിന്നെ ബാക്കി നമ്മുടെ വേദനകളൊക്കെ ഒന്നും സാരമില്ലെന്ന് തോന്നും. അപ്പൊ ഞാൻ അവിടെ കിടന്ന് ഞാൻ ഇങ്ങനെ അയച്ചു, ജീസസ് പ്ലീസ് ഹെൽപ്പ് മീ. അപ്പൊ ആ ഡോക്ടർ എന്നോട് ഇങ്ങനെ പറയുന്നുണ്ട്, യാ ജീസസ് ഇസ് കമ്മിങ്, ഡോണ്ട് വറി, ജീസസ് ഇസ് കമ്മിങ്. കാരണം അയക്കറിയാവുന്ന ഇതിൽ ഭയങ്കര വേദന ഉള്ള ഒരു പ്രൊസീജിയറാ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് കട്ടിലേന്ന് എണീക്കാൻ പറ്റുന്നില്ല, എനിക്ക് നടക്കാൻ പറ്റുന്നില്ല, ഒരു ലെഫ്റ്റ് സൈഡ് ഞാൻ ചട്ടിയാ നടക്കാൻ തുടങ്ങി. അപ്പൊ എന്നോട് അച്ഛൻ പറഞ്ഞു, എടി നിനക്ക് ചട്ടുണ്ടോ, നമുക്ക് ഡോക്ടറിനെ പറയാം ഡോക്ടറിനോട്. അപ്പൊ ഞാൻ എന്റെ മനസ്സിൽ ഓർക്കുന്നത്, എന്തായാലും ഞാൻ മരിക്കും, എന്തിനാ പറഞ്ഞ് ഇത് കുറച്ചുകൂടെ അവരെന്തെങ്കിലും പ്രൊസീജിയർ ഒക്കെ ചെയ്ത് കോംപ്ലിക്കേറ്റ് ആക്കുന്നൊക്കെ. ഞാൻ പറഞ്ഞില്ല, കുഴപ്പമില്ല, അതൊക്കെ 2-3 ദിവസം കഴിയുമ്പോൾ മാറും എന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞ്. പിന്നെ ഒരു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ബ്ലാഡറും ബൗൾ കൺട്രോൾ ഇല്ല. ബെഡിൽ മൂത്രം ഒഴിക്കും, ബെഡ് സ്റ്റൂൾ പാസ് ചെയ്യും, അങ്ങനെയൊക്കെ ആയപ്പോ എനിക്ക്, കാരണം നമ്മള് ഒരു നേഴ്സ് ആകുമ്പോൾ നമ്മൾ സെർവ് ചെയ്യുവാണല്ലോ. ഞാൻ ഈ അവസ്ഥയിൽ കൂടെ കടന്നു പോകുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അപ്പൊ ഇതൊക്കെ ആവുമ്പോൾ എനിക്ക് വിഷമമായിരുന്നു. കാരണം എനിക്ക് അവിടുത്തെ മൗഷിമാരൊക്കെ വന്ന് ക്ലീൻ ചെയ്യുന്നതൊക്കെ എനിക്ക് അങ്ങനെ ഇഷ്ടമില്ലെന്നില്ല, പക്ഷെ എനിക്ക് അതൊക്കെ ഭയങ്കര ഒരു വിഷമം ഉള്ള ഒരു കാര്യമായിരുന്നു. പക്ഷെ എല്ലാ ഹാഫ് ആൻ അവർ 1 hour ഞാൻ ബെഡ് വെട്ടി, ഞാൻ ഡൈപ്പേഴ്സിലൊക്കെ കിടക്കുന്നത്. എന്നാലും എനിക്ക് അങ്ങനെ അത്രയും പോലും എനിക്ക് കൺട്രോൾ എന്റെ നഷ്ടപ്പെട്ടു പോയി. അപ്പം അവർക്ക് ഇങ്ങനെ തോന്നി, ഇത് അക്യൂട്ട് ബ്രൂസലോസിന് ഇത് വളരെ മുന്നോട്ടുള്ള സ്റ്റേജ്, ക്രോണിക്കിലോട്ട് ഇത് മാറി. അപ്പോഴത്തേക്കിന് റിപ്പോർട്ടൊക്കെ വന്നു,
അവരെന്നോട് പറഞ്ഞു ബ്രൂസില്ല പോസിറ്റീവാ, അപ്പൊ നിനക്ക് ഉറപ്പായിട്ടും ബ്രൂസിലോസിസ് ആ, പക്ഷെ ഇത് ഏത് സ്റ്റേജിലാന്ന് നമ്മൾ നോക്കണം എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ ഓക്കെ എന്ന് പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ എനിക്ക് തോന്നുന്നു ഒരു 4th ഡേ ഇത് ഞാൻ ശബ്ദം കേട്ട് കഴിഞ്ഞിട്ട് 4th ഡേയില് ഞാൻ ഇങ്ങനെ എന്റെ കട്ടിലേക്ക് എടുക്കുക. അപ്പൊ ഞാൻ ഇങ്ങനെ അവരെന്നോട് പറഞ്ഞു എനിക്ക് ഒത്തിരി വയറുവേദന, ലിവറിനും ആ സൈഡ് സ്വെല്ലിംഗ് ഉള്ളതുകൊണ്ട് എനിക്ക് ലിവറിന് വേദന എടുത്തപ്പോൾ പറഞ്ഞു ഒരു അൾട്രാസൗണ്ടിന് പോകണം എന്ന് അവരെന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ. അത് അവരെന്നോട് എന്നെ ഒരു അൾട്രാസൗണ്ടിന് കൊണ്ടുപോകും. പക്ഷെ എനിക്ക് കട്ടിൽ നിന്ന് എണീറ്റ് നടക്കാനൊന്നും വയ്യ. അപ്പൊ അവരെ ബെഡ് വെച്ച് തന്നെയാ എന്നെ കൊണ്ടുപോകുന്നത്. അപ്പൊ നമുക്കറിയാലോ മുംബൈയിലെ നമുക്ക് സ്ഥലം പാസേജ് ഒക്കെ വളരെ കുഞ്ഞാ. അപ്പൊ അവരെ ഒത്തിരി കഷ്ടപ്പെട്ട് എന്നെ കൊണ്ടുപോയി. പിന്നെ ആ സോണോഗ്രാഫി റൂമിനകത്ത് കയറ്റാൻ വേണ്ടി അവർക്ക് എന്നെ പൊക്കിയിടാൻ പോലും എനിക്ക് വയ്യ. അപ്പൊ അവര് പറഞ്ഞു കുറച്ചു നേരം വെയിറ്റ് ചെയ്യണം, കാരണം ബെഡിൽ തന്നെ നിന്നെ അകത്ത് കയറ്റാം, പക്ഷെ അതിന് ഞങ്ങളുടെ അകത്തിരിക്കുന്ന ബെഡൊക്കെ പുറത്തിറക്കണം, അപ്പൊ നിനക്ക് കുറച്ചു നേരം വെയിറ്റ് ചെയ്യണം. അപ്പൊ ഞാൻ എന്റെ റൂമിൽ നിന്ന് ഹോസ്പിറ്റൽ റൂമിൽ നിന്ന് അൾട്രാസൗണ്ടിലോട്ട് വരുന്ന ആ സമയം ഞാൻ പുറത്ത് വന്നപ്പോ ഈ ഹോസ്പിറ്റലിലെ പാസേജ് ഒക്കെ ഭയങ്കര ബ്രൈറ്റ് ലൈറ്റാ. അപ്പൊ എനിക്ക് ഭയങ്കര ഒരു ഗിഡിനെസ്, തലകറക്കം പോലെ ഉണ്ടാവും ആ ലൈറ്റ്. അപ്പൊ ഞാൻ പെട്ടെന്ന് ബ്ലാങ്കറ്റിനകത്ത് പോയി എനിക്ക് ലൈറ്റ് ഒന്നും കാണണ്ട. എന്നിട്ട് ഞാൻ താഴെ വന്നപ്പോ ഒത്തിരി ആൾക്കാർ ഇങ്ങനെ സോണോഗ്രാഫിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുക. എനിക്ക് അവരെയൊക്കെ കാണുമ്പോൾ നമ്മൾ പ്ലെയിനിൽ നിന്ന് നമ്മൾ താഴെ നോക്കുമ്പോൾ ആൾക്കാരും വീടുകളൊക്കെ ഇങ്ങനെ കാണുന്നത് എനിക്ക് അത്രയും ആ സൈസിൽ മാത്രമേ അവരെ കാണത്തുള്ളൂ, മനുഷ്യന്മാരെ പോലും. അപ്പൊ ഞാനപ്പം പെട്ടെന്ന് എന്റെ കണ്ണടിച്ചു. ഞാനിങ്ങനെ അപ്പം അവരെന്നെ ഒരു വാളിന്റെ അവിടെ പോയി എന്റെ ബെഡ് ഇങ്ങനെ ചാരി വെച്ച് കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഇങ്ങനെ ഒരു റൈറ്റ് സൈഡ് ഇങ്ങനെ ടേൺ ചെയ്ത് നോക്കുമ്പോ എനിക്ക് ഒരു ക്രീം കളറിലെ വാൾ, ഒരു ടൈൽ വാളാണ്. അതിങ്ങനെ ഞാനപ്പോ ഇങ്ങനെ നോക്കുക. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ആ സമയത്ത് ഞാൻ കണ്ണടച്ചിങ്ങനെ ഇരിക്കുക. പെട്ടെന്ന് എനിക്കൊരു വളരെ ഒരു ബ്രൈറ്റ് ആയ ഒരു വെളിച്ചം ആ വാളിനകത്തുനിന്ന് വരുന്നു. എന്നിട്ട് ഞാൻ ആ വെളിച്ചം വന്നപ്പോ ഞാൻ എന്റെ കണ്ണ് തുറന്നു നോക്കിയപ്പോ ആ വെളിച്ചം കണ്ടിട്ട് എനിക്ക് കണ്ണിന് ഇങ്ങനെ ഒരു പ്രശ്നമില്ല, എനിക്ക് ആ വെളിച്ചം കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഞാൻ ആ വെളിച്ചം കണ്ടപ്പോ ഞാൻ പെട്ടെന്ന് എനിക്കൊരു ദൈവശബ്ദം ഞാൻ കേട്ടു. ദൈവം എന്നോട് സംസാരിക്കുന്ന പോലെ. അത് ഞാൻ ഇംഗ്ലീഷിൽ വാക്യങ്ങൾ പറഞ്ഞു. ദൈവം എന്നോട് പറയുക ഐ വിൽ നെവർ ലീവ് യു നോർ ഫൊസേക്ക് യു, ഞാൻ ഒരിക്കലും നിന്നെ തള്ളി പറയത്തില്ലെന്നുള്ള ഒരു ഒരു ഉറപ്പ് ദൈവം എനിക്ക് തരുക. എന്നിട്ട് സാംസിലുണ്ടല്ലോ 1,000 may fall at your side, 10,000 at your right hand, but they will not come near you. അങ്ങനെ കുറെ വചനങ്ങളെ എനിക്ക് കണ്ടിന്യൂസ്ലി എന്റെ ചെവിയിൽ എനിക്ക് കേൾക്കാം. പക്ഷെ ആ സമയത്ത് എനിക്ക് തോന്നുന്നു എനിക്ക് ഈ ബ്രെയിൻ ഫോഗ് ഒക്കെ ഉള്ളതുകൊണ്ട് എനിക്കിത് ബൈബിളിന്റെ വാക്യങ്ങളാണ് പോലും എനിക്ക് അത് മനസ്സിലായിട്ടില്ല. ഞാനിങ്ങനെ ഓർക്കിട്ട് ആരാ എന്നോട് സംസാരിക്കുന്നത്. പിന്നെ എനിക്ക് കണ്ടിന്യൂസ്ലി നീ മരിക്കത്തില്ല, യു വിൽ നോട്ട് ഡൈ, യു വിൽ നോട്ട് ഡൈ, യു വിൽ നോട്ട് ഡൈ, ഈ ശബ്ദം എന്നോട് ചെവിയില് കണ്ടിന്യൂസ്ലി പറയുന്നത് നീ മരിക്കത്തില്ല, പക്ഷെ നീ ജീവിച്ചിരുന്ന ദൈവത്തിന്റെ പ്രവൃത്തികളെ വർണ്ണിക്കും. അങ്ങനത്തെ ഒരു ശബ്ദം എനിക്ക് ഇങ്ങനെ കേൾക്കാം. അപ്പൊ എനിക്ക് പെട്ടെന്ന് മനസ്സിലായി ദൈവ ശബ്ദമായി എന്നോട് സംസാരിക്കുന്നത്. എനിക്ക് ഹോളി സ്പിരിറ്റ് എന്നൊരു നിറവ് ഇങ്ങനെ വന്നിട്ട് ഞാൻ പെട്ടെന്ന് അന്യഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങി. ഞാൻ ആ ബെഡിൽ തന്നെയാ, അച്ഛൻ്റെ അടുത്തൊന്നും ഇല്ല ഞാൻ, പക്ഷെ ബ്ലാങ്കറ്റിനകത്താ. പക്ഷെ എനിക്കൊരു പെട്ടെന്നൊരു സന്തോഷം, ഞാൻ മരിക്കത്തില്ലെന്നുള്ള ഒരു സന്തോഷം എന്റെ മനസ്സിൽ വന്നു. ഞാൻ അൾട്രാസൗണ്ടിന് പോയപ്പോൾ വളരെ സന്തോഷത്തോടെ പോയി തിരിച്ച് ചിരിച്ച് കാണിച്ച് അവർ വന്നു. അപ്പൊ അവര് ഓർത്തു ഇത്തരം പ്രശ്നമൊക്കെ ഉണ്ട്. അവരോട് പറഞ്ഞു ലിവറൊക്കെ എല്ലാം പോയി കിടക്കുവോ കേട്ടോ എന്നും പറഞ്ഞ്. അപ്പൊ എനിക്കറിയാം എന്റെ അവസ്ഥ എന്തോ അത്, പക്ഷെ എനിക്കിങ്ങനെ ഒരു ഉറപ്പ് കിട്ടി ഞാൻ മരിക്കത്തില്ല. അത് കൊണ്ട് എന്റെ മനസ്സിൽ പെട്ടെന്നൊരു സന്തോഷം. എന്നിട്ട് ഞാൻ മേളിൽ വന്നപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ഞങ്ങള് UK നിന്ന് വന്നുകൊണ്ട് എനിക്ക് നെറ്റ് കണക്ഷനോ അങ്ങനെ ഒന്നുമില്ല, എനിക്ക് ഇന്ത്യൻ നമ്പറും ഇല്ല. അപ്പം ഫോൺ എനിക്കൊന്നും കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വൈഫൈയോ ഹോട്ട്സ്പോട്ടോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. പെട്ടെന്ന് എന്റെ മനസ്സിൽ വന്നു എനിക്കൊരു പാട്ട് കേൾക്കണം എന്ന് എന്റെ മനസ്സിൽ വന്നു. അപ്പൊ ആ പാട്ട് കേൾക്കണം എന്ന് എന്റെ മനസ്സിൽ വന്നപ്പോ ഞാനിങ്ങനെ എനിക്ക് ആകെ പാടെ ഓർമ്മ മാഞ്ചസ്റ്റർ പെന്റിക്കോസ്റ്റൽ ചർച്ച്, ഞങ്ങളുടെ ചർച്ചിന്റെ പേര് ഓർമ്മ വന്നു. അപ്പൊ ഞാൻ പെട്ടെന്ന് അച്ഛനോട് പറഞ്ഞു എനിക്ക് കുറച്ച് ഹോട്ട്സ്പോട്ട് വേണമെന്ന് പറഞ്ഞ ആ ചർച്ചിന്റെ പേര് ഞാൻ സെർച്ച് ചെയ്ത് ഞാൻ ഇങ്ങനെ വീഡിയോസിൽ പോയപ്പോൾ ഞങ്ങളുടെ പാസ്റ്ററുടെ കുറെ പ്രസംഗമൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് അതൊന്നും കേൾക്കണം, എനിക്കൊരു പാട്ട് കേൾക്കണം എന്റെ മനസ്സിൽ അങ്ങനെ വന്നു. ആ പാട്ട് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ഒക്ടോബർ മാസത്തിലെ ഒരു കൺവെൻഷൻ നടന്നായിരുന്നു. ആ കൺവെൻഷനില് സാംസൺ എന്ന് പറഞ്ഞൊരു ബ്രദർ വന്ന് പാടിയായിരുന്നു. അപ്പൊ ഞാൻ നോക്കിയപ്പോ ആ ബ്രദറിന്റെ പാട്ട് അതിനകത്ത് കിടപ്പുണ്ട്. അപ്പൊ ഞാൻ ആ ബ്രദറിന്റെ പാട്ട് ഓൺ ചെയ്തപ്പം അത് സ്റ്റാർട്ട് ആവുന്ന ഒരു പ്രസംഗം, വലിയൊരു പ്രസംഗത്തിൽ കൂടെ സാംസൺ ബ്രദർ ആ പാട്ട് പാടുന്നത്. അപ്പൊ ഞാൻ ഓർത്ത് എനിക്ക് പ്രസംഗം കേൾക്കേണ്ടത് പറഞ്ഞ് ഞാൻ അത് കുറച്ച് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്തപ്പോ ഞാൻ എത്തുന്ന സ്റ്റാൻസ അതിനകത്ത് ഇങ്ങനെ ഉണ്ട്, രോഗം എന്നെ പിടിച്ചെന്നാൽ നൽ വൈദ്യനാം യേശു നൽകിയിടും സൗഖ്യം വേഗത്തിൽ. അങ്ങനെ ആ ഒരു സ്റ്റാൻസ ഞാൻ കേട്ടപ്പോ എനിക്ക് ഭയങ്കര എന്റെ മനസ്സിൽ ഞാൻ വളരെ എനിക്ക് ഉറപ്പായി ഞാൻ ഇനി ഇതെനിക്ക് സൗഖ്യമാകുമെന്ന് പറയും.
അത് കഴിഞ്ഞ് ഡോക്ടേഴ്സ് എന്നോട് പറഞ്ഞു ഇത് ബ്രൂസിലോസിസ് ഉണ്ട്, പക്ഷെ ലിവർ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നതെന്ന് അറിയത്തില്ല, അവർ ലിവർ ബയോപ്സി ചെയ്യണം. പക്ഷെ എന്റെ മനസ്സിൽ സന്തോഷമല്ലോണ്ട് ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ റെഡിയാ. ഞാൻ അപ്പോഴും ചട്ടുന്നുണ്ട്, എനിക്ക് വയ്യ, എനിക്ക് ഇരിക്കാനൊന്നും പറ്റില്ല, പക്ഷെ ആ മനസ്സിലൊരു ഉറപ്പുണ്ട് മരിക്കത്തില്ല, അത് മാത്രം എനിക്കുണ്ടായിരുന്നു. ഞാൻ ലിവർ ബയോപ്സിക്ക് പോയി. ലിവർ ബയോപ്സിക്ക് തിരിച്ചു വന്നപ്പോൾ അവർ റിപ്പോർട്ട് വന്നപ്പോൾ അവർ പറഞ്ഞു ഇത് ലിവർ TBയുടെ ഉണ്ട്, കാരണം ഒത്തിരി ഗ്രാനുലോമാസ് എന്ന് പറഞ്ഞു, അങ്ങനെ ഒത്തിരി കാര്യങ്ങള് ലിവറിനകത്ത് കാണാം അങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ ഓക്കെ, ഞാനപ്പോ ഓർത്തു ഓക്കെ ഞാനെല്ലാം അപ്പം, പക്ഷെ എനിക്ക് മനസ്സിൽ ഒരു ഹാപ്പിനെസ് ഉണ്ട്, ഞാൻ ജീവിക്കും, ഇത് എന്ത് വന്നാലും ദൈവം എന്നെ സൗഖ്യമാക്കും, അത്രേ ഉള്ളൂ ഒരു സന്തോഷം. എന്നിട്ട് അവരെന്നോട് പറഞ്ഞു പെട്ടെന്ന് ഞാൻ ഈ ഈ ഒരു കാഴ്ചപ്പാട് കഴിഞ്ഞ് കഴിയുമ്പോൾ എന്റെ ഐസൈറ്റ് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആയി. എനിക്ക് ശബ്ദങ്ങള് എനിക്ക് പണ്ടത്തെ പോലെ ഒന്നും കേൾക്കത്തില്ല, പക്ഷെ എന്നാലും അത് ടോളറേറ്റ് ചെയ്യാം, എനിക്ക് സഹിക്കാൻ പറ്റും എനിക്ക്, കാരണം എനിക്ക് അപ്പം ദേഷ്യമൊന്നും വരുന്നില്ല, എനിക്ക് കുറച്ച് ആൾക്കാരൊക്കെ കാണാം. പിന്നെ ഞാൻ കുറച്ച് കുറച്ച് കഴിക്കാനൊക്കെ തുടങ്ങി. അപ്പം ഞാൻ ഡോക്ടറിനോട് പറഞ്ഞു ഞാൻ വീട്ടിൽ പോയി എന്റെ പിള്ളേരെ കാണുവാണെങ്കിൽ എനിക്ക് കുറച്ച് ആശ്വാസമാവും, എനിക്ക് എങ്ങനെയാലും വീട്ടിൽ പോകണം എന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്പൊ അയാൾ പറഞ്ഞു ഓക്കെ, പക്ഷെ ഏത് സമയത്ത് വയ്യാതായ തിരിച്ചു വരണം. ഞാൻ പറഞ്ഞു ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് ആ വാക്കിൽ ഞാൻ ജൂപ്പിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞു ഏതായാലും ഇത് TB ഒക്കെ ആകുമ്പോൾ ഒരു 6 മാസം മരുന്ന് കഴിക്കണം, ബ്രൂസലോസിന് 6 ആഴ്ച കഴിക്കണം, അപ്പൊ നമുക്ക് തിരിച്ച് UK പോവാം, കാരണം എനിക്ക് എങ്ങനെയും എനിക്ക് ഇങ്ങോട്ട് തിരിച്ചു വരണം. കാരണം ഞാൻ വന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ഓർത്തു പക്ഷെ ഇനി ഞാൻ തിരിച്ചിവിടെ വരുമോ, ഞാൻ അവിടെ മരിച്ചു പോയാലും ചർച്ചകാർക്ക് എന്നെ എങ്ങനെ കാണും, അങ്ങനെയൊക്കെ മനസ്സിൽ ഭയങ്കര ഒരു ഭാരം. പിന്നെ ഞാൻ ഇങ്ങനെ ഓർക്കുന്നുണ്ടോ ഈ കാലത്ത് ലൈവ് ഒക്കെ ഉണ്ട്, മരിച്ചു കഴിഞ്ഞാൽ ലൈവിലിടും, അവർക്ക് എന്നെ കാണാം, അങ്ങനെയൊക്കെ വിചാരങ്ങൾ ഒത്തിരി എന്റെ മനസ്സിൽ വരുന്നുണ്ട്. അങ്ങനെ അച്ഛൻ പറഞ്ഞു ഓക്കെ നമുക്ക് പോവാന്ന് പറഞ്ഞ് ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തു. ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോ ഞാൻ പിന്നെയും ഭയങ്കരമായിട്ട് സിക്കായെന്ന് പറഞ്ഞാൽ എനിക്ക് പിന്നെയും എനിക്ക് ആ കല്യാണിന്ന് ജൂപ്പിറ്റർ വരെ പോലും പോകാനില്ല ഉള്ള ആ ഹെൽത്ത് എനിക്കില്ലായിരുന്നു. അപ്പൊ എന്നെ കല്യാണം തന്നെ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ഞാന് UK വരുന്നത് ഏപ്രിൽ മാസം എന്റെ 12 മണിക്ക് രാത്രി ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ ഞാൻ 8 മണി വരെ ഹോസ്പിറ്റലിൽ IV ഫ്ലൂയിഡ്സ് എടുത്തുകൊണ്ടിരിക്കുക, ഞാൻ അഡ്മിറ്റ് ഹോസ്പിറ്റലിൽ. അങ്ങനെ അവർ പറഞ്ഞു പോകുന്ന മുന്നേ തന്നെ ഡിസ്ചാർജ് ചെയ്യാം. പക്ഷെ ഞാൻ ആ സമയം വരെ എത്ര എനിക്ക് അസുഖമുണ്ട്, എനിക്ക് പനി കണ്ടിന്യൂസ് ഉണ്ട്, പക്ഷെ എന്റെ മെന്റൽ ഹെൽത്ത് ദൈവകൃപയാൽ ഞാൻ ഓക്കെ ആയിരുന്നു. കാരണം ഞാൻ ഓർത്തു ഇത് നമുക്കറിയാലോ നമ്മൾ ക്രിസ്ത്യൻസ് ആവുമ്പോൾ നമ്മുടെ ഈ ജീവിതത്തിൽ നമുക്ക് ഒത്തിരി കഷ്ടപ്പാടൊക്കെ ഉണ്ട്, ഇല്ലെന്ന് ദൈവം ഒരിക്കലും പറഞ്ഞിട്ടില്ല. അപ്പൊ അതിൽ കൂടെ പക്ഷെ പോകാനുള്ള കൃപ ദൈവം തരും, അതെനിക്ക് ഉറപ്പായിരുന്നു. അപ്പൊ എന്നോട് അച്ഛനോട് പറഞ്ഞു എനിക്കൊരു കാര്യം പറയാനുണ്ട്, നമുക്ക് ഇളയ കൊച്ചിനെ നമുക്ക് ഇന്ത്യയെ വെച്ചിട്ട് പോവാം, കാരണം നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ നിനക്ക് വയ്യ, നിന്നെ നമ്മളെങ്ങനെ മാനേജ് ചെയ്യും മോനെ. അപ്പൊ ഞാൻ ഓർത്തു എന്റെ അസുഖം ഒരിക്കലും എന്നെ എങ്ങനെ മെന്റലി ബ്രേക്ക് ആക്കിയില്ല, പക്ഷെ എനിക്ക് അത് കേട്ടപ്പോ എനിക്ക് ഭയങ്കര എനിക്ക് സങ്കടമായി പോയി. ഞാൻ പറഞ്ഞു കുഞ്ഞില്ലാതെ ഞാൻ എന്തായാലും UK പോകത്തില്ല, എനിക്കത് പറ്റില്ല, കാരണം അവനെ വിട്ടിരുന്ന ഞങ്ങൾ താമസിച്ചിട്ടില്ല. അപ്പൊ അച്ഛൻ പറഞ്ഞു നീ ഇപ്പം ഭയങ്കര ഇമോഷണലി ചിന്തിക്കുക, കുറച്ച് പ്രാക്ടിക്കലി ചിന്തിക്കുമ്പോൾ മനസ്സിലാവും നിന്റെ ഹെൽത്ത് നീ ഓക്കെ അല്ല, നീ ട്രീറ്റ്മെന്റിലാ, അപ്പൊ അത് സമയമെടുക്കും, അപ്പൊ കുഞ്ഞിനെ മമ്മീന്റെ അടി പതുക്കെ കൊണ്ടുവന്നോളും. അങ്ങനെ ഞാൻ 2 രാത്രികളും ദിവസങ്ങളും മൊത്തം ഞാൻ കരഞ്ഞു. ഞാൻ എന്റെ അസുഖത്തിന് വേണ്ടി സത്യം പറഞ്ഞ ഇത്രയും കരഞ്ഞിട്ടില്ല. അങ്ങനെ കഴിഞ്ഞ് ഞാൻ ഓർത്തു ദൈവഹിതം അതായിരിക്കും എന്ന് പറഞ്ഞ് ഞാൻ അവനെ വെച്ച് ഞാൻ മൂത്ത മോളെ അച്ഛനും ഞാനും തിരിച്ച് UK വന്നു. ഞാൻ ഫ്ലൈറ്റ് ഫുൾ ഞാൻ കരയായിരുന്നു, അവനെ വിട്ടുള്ളതെന്ന് ഓർത്തിട്ട്. അപ്പൊ എന്റെ ഹെൽത്ത് കുറച്ചുകൂടെ എനിക്ക് വയ്യാണ്ട് തന്നെ, എനിക്ക് പനി ഉണ്ടായിരുന്നു, എനിക്ക് ചികിത്സ അതൊക്കെ ഉണ്ട്. ഞാൻ UK വന്ന് അപ്പൊ ഞാൻ എന്റെ മനസ്സിലിരിക്കുന്നുണ്ട് ഞാൻ ഓക്കെ ആവും, കാരണം ഞാൻ ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ട്, എല്ലാം സെറ്റ് ഡയഗ്നോസ് ആയി, പിന്നെ ഇപ്പൊ എല്ലാം ഓക്കെ ആയിരിക്കും എന്ന വിചാരത്തിൽ ഞാൻ വന്നു. ഞാൻ ഇവിടെ വന്ന് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പിന്നെയും എനിക്കൊന്നും കഴിക്കാൻ പറ്റുന്നില്ല, ഞാൻ കഴിക്കുമ്പോ എനിക്ക് ഭയങ്കര ഛർദില്. അങ്ങനെ വന്ന് ഞാൻ ഇവിടുത്തെ UK ഹോസ്പിറ്റലിൽ ആവുന്നു. അഡ്മിറ്റ് ആയി കഴിഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞു ഓക്കെ നമുക്ക് ഇത് റിപ്പോർട്ട്സ് ഒക്കെ പിന്നെ ഒരു പ്രാവശ്യം കൂടെ അസസ് ചെയ്യണം, അത് ഇന്ത്യയിലെ ആണല്ലോ ചെയ്തത്, ബ്രൂസലോസിസും ലിവർ TB ഒക്കെ. ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞ് പിന്നെ അവര് ബ്ലഡ് ടെസ്റ്റ് ഒക്കെ റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങി. പക്ഷെ ഈ സമയത്ത് എന്റെ ലിവറുടെ ഡാമേജ് ഇത്ര സിവിയർ ആയിരുന്നു. നമ്മുടെ ലിവറുടെ ഒരു എൻസൈം 35 നോർമൽ ആണെങ്കിൽ എന്റെ 500 ലെവൽ ആ സമയത്ത്. അപ്പൊ എന്നോട് അവർ ഡോക്ടേഴ്സ്മാർ വിളിച്ചു പറഞ്ഞു ബ്രൂസലോസിസ് പോസിറ്റീവ് ആയിട്ട് വന്നു, TB പക്ഷെ അവർക്ക് നെഗറ്റീവ് ആയിട്ടാണ് വന്നത് റിപ്പോർട്ടില്. അപ്പൊ പക്ഷെ നമുക്ക് ബ്രൂസലോസിന് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് എന്നോട് പറഞ്ഞു. പക്ഷെ എന്നോട് പറഞ്ഞു ഇപ്പൊ നിനക്ക് ഈ സമയത്ത് നിനക്ക് ഒരു ട്രീറ്റ്മെന്റ് തരാൻ പറ്റില്ല, കാരണം നിന്റെ ലിവർ ഫുള്ളി ഡാമേജ് ആയി, ലെവൽ ക്രോസ് ചെയ്തു, ഇനി നമ്മൾ മരുന്ന് തന്നാ അത് ലിവറിൽ കൂടെ അബറ്റബിളൈസ് ആകുന്ന നിന്റെ ലിവർ കംപ്ലീറ്റ്ലി ഡാമേജ് ആയി എടുത്ത് കളയേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു 15 days എനിക്ക് വിത്തൗട്ട് ട്രീറ്റ്മെന്റ് ഇവര് എന്നെ
വെച്ചു. അപ്പൊ ആ സമയമായപ്പോഴത്തേക്ക് ഓൾറെഡി എന്റെ കണ്ടീഷൻ വളരെ അക്യൂട്ടിന്ന് ട്രീറ്റ്മെന്റ് ഒന്നും എടുക്കാത്തതുകൊണ്ടും വളരെ ക്രോണിക് സ്റ്റേജിലും മാറി. എന്നിട്ട് എനിക്ക് പെട്ടെന്ന് ഒരു ബാക്ക് പെയിൻ, എനിക്കാണെങ്കിൽ ഭയങ്കര ഇന്ത്യയിൽ വെച്ചുണ്ടായിരുന്നു, പക്ഷെ ഈ ബാക്ക് പെയിൻ എന്ന് പറഞ്ഞാൽ ഒരു കത്തി വെച്ച് നമ്മളെ എന്റെ സ്പൈനിലൊക്കെ കുത്തുന്ന ഒരു വേദന, അങ്ങനത്തെ ഒരു സിവിയർ വേദന എനിക്ക് വരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ അച്ഛനോട് പറയുന്നുണ്ട്, ഞങ്ങള് വേറെ ബാമൊക്കെ തേക്കുന്നുണ്ട്, ഇങ്ങനെ തിരുമുന്നുണ്ട്, പക്ഷെ അത് അങ്ങനത്തെ ഒരു വേദന ഉണ്ട്, നമ്മളെ ഒരു പോക്കിംഗ് പെയിൻ കണ്ടിന്യൂസ്ലി എന്റെ സ്പൈനിൽ കൂടെ. അപ്പൊ ഞാൻ 24 hours എന്റെ ബെഡിൽ കൂടെ ഇങ്ങനെ ചുരുണ്ട് കൂടി ഞാൻ അലറി കരയുക വേദന കൊണ്ട്. അത് ശരിക്കും ഞാൻ ആർക്കും കാണാനും പറ്റത്തില്ല, അങ്ങനത്തെ ഒരു വേദന. അപ്പൊ ഞാൻ ഡോക്ടേഴ്സിനോട് പറഞ്ഞു എനിക്ക് ഈ വേദന സഹിക്കാൻ പറ്റത്തില്ല. അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഓർക്കുന്ന ഇത് നിന്റെ സ്പ്രെഡായി, നിന്റെ സ്പൈനിലോട്ട് ഇത് സ്പ്രെഡായി കാണും, അതുകൊണ്ടാണ് നിനക്ക് ഇത്രയും വേദന. അങ്ങനെ എന്നോട് പറഞ്ഞു ഒരു MRIക്ക് പോവാന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ദൈവത്തോട് ഡെഫിനറ്റ്ലി വിശ്വാസം ഉണ്ടല്ലോ. ഞാൻ MRIക്ക് പോയപ്പോ ഞാൻ ഇങ്ങനെ ദൈവത്തോട് പറഞ്ഞു, ദൈവം എനിക്ക് ഉറപ്പാ എന്റെ ബ്രെയിനും സ്പൈനും ദൈവം കാക്കും, ഒന്നും ആവത്തില്ല, ആ വിശ്വാസത്തോടെ ഞാൻ പോവാന്ന് പറഞ്ഞ് ഞാൻ ആ MRI കയറി. അരമണിക്കൂറുടെ പ്രൊസീജിയർ ആണെന്ന് പറഞ്ഞിട്ട് 1.5 മണിക്കൂർ അവരെടുത്തു എന്റെ പ്രൊസീജിയർ ചെയ്യാൻ വേണ്ടി. എന്റെ യൂഷ്വലി ഇവിടെ പ്രൊസീജിയർ ഒക്കെ കിട്ടി റിപ്പോർട്ട് കിട്ടാൻ സമയം എടുക്കും. എനിക്ക് അരമണിക്കൂർ തന്നെ ആ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, സ്നേഹ എനിക്ക് ഒരു ബാഡ് ന്യൂസ് തരാനുണ്ട്. അപ്പൊ ഞാൻ പെട്ടെന്ന് ചോദിച്ചു എന്നാ പറ്റിയെന്ന് ചോദിച്ചു. പറഞ്ഞു നിന്റെ ഈ ബ്രൂസലോസിസും ഫുള്ള് നിന്റെ ബ്രെയിനിലും നിന്റെ സ്പൈനൽ കോഡിനെ ഡാമേജ് ചെയ്ത് കഴിഞ്ഞെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആദ്യമായിട്ട് അന്നാ ചോദിക്കുന്നത്, ഞാൻ പറഞ്ഞു എനിക്ക് എന്റെ റിപ്പോർട്ട് കാണണം, കാരണം എനിക്ക് ഇതെന്ത് ഡാമേജ് ആവുണ്ട്. അപ്പൊ അയാൾ പറഞ്ഞു ഉറപ്പായിട്ടും കാണണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു യെസ്, ഐ വോണ്ട് ടു സീ മൈ റിപ്പോർട്ട്, എനിക്ക് എന്റെ റിപ്പോർട്ട് കാണണമെന്ന് പറഞ്ഞു. ഞാൻ അന്ന് എനിക്ക് ഭയങ്കര ഞാൻ എടുത്തു, കാരണം എനിക്കറിയാം ബ്രെയിൻ ഒക്കെ ഡാമേജ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അൺകോൺഷ്യസ് ആവും, നമുക്ക് ഫിറ്റ്സ് വരും, അങ്ങനെ പല പല അസുഖങ്ങളുണ്ട്, എനിക്കത് മെഡിക്കലി അറിയാമല്ലോ. അപ്പൊ ഞാനിങ്ങനെ എന്റെ റിപ്പോർട്ട് കണ്ടപ്പോ എനിക്ക് ഭയങ്കര ഒരു നെഞ്ചിലൊരു ഭയങ്കര വേദന എടുക്കും. കാരണം നമ്മുടെ ബ്രെയിനില് 3 കോളംസിലാണ് ഫുൾ 2 കോളംസിന്റെ ഫുൾ ഡാമേജ് ആയിക്കുക. സ്പൈനൽ കോഡ് നമ്മൾ തുടക്കം തൊട്ട് താഴെ വരെ എനിക്ക് എല്ലാ കോളംസിലും എനിക്ക് ഇൻഫെക്ഷൻ ഉണ്ട്. എനിക്ക് എന്ത് പറയുന്നത്, എനിക്ക് ഇത് നീര് പോലെ ഉണ്ട്, എന്റെ സ്പൈനൽ കോഡ് ടയർ ആയിട്ടുണ്ട്. അങ്ങനെ എനിക്ക് ഭയങ്കര ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയ ഒരു റിപ്പോർട്ട് ഞാൻ സത്യം ഒരിക്കലും കണ്ടിട്ടില്ല. എനിക്കത് കണ്ടപ്പോ എനിക്ക് ഭയങ്കര വിഷമമായി. പിന്നെ ഡോക്ടേഴ്സ്മാർ എനിക്ക് എല്ലാ രാവിലെയും വൈകിട്ട് എനിക്ക് അവർ വന്ന് എനിക്ക് ന്യൂറോളജിക്കൽ അസസ്മെന്റ്, അത് പറഞ്ഞാൽ എന്റെ കാല് നടക്കുന്നുണ്ട്, എന്നോട് പറയും നടന്ന് കാണിക്ക് കുറച്ച്. പക്ഷെ ഞാൻ ചട്ടിയൊക്കെ നടക്കുന്നത്. അപ്പൊ അവർക്ക് മനസ്സിലായത് ഇങ്ങനെ എനിക്ക് സിംറ്റംസ് ഉണ്ട്. അപ്പൊ എന്നോട് ചോദിക്കും തലവേദന ഉണ്ടോ, ഫിറ്റ്സ് വരുന്നുണ്ടോ. അപ്പൊ എനിക്ക് തലവേദന അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് അവരെന്നോട് പറഞ്ഞു നമുക്ക് ഓരോരോ ഓർഗൻസിനെ അസസ് ചെയ്യണം, കാരണം ഇത് ഇനി ക്രോണിക് സ്റ്റേജിലായതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ട് ഇത് സ്പ്രെഡ് ആയെന്ന്. അപ്പൊ എനിക്ക് ഈ 2D എക്കോ ഹാർട്ടിന്റെ ഒരു 2 ദിവസം ചെയ്തു, ഒരു പ്രാവശ്യം ചെയ്തു, അത് നോർമൽ ആയിരുന്നു. രണ്ടാമത്തെ പ്രാവശ്യം ചെയ്തു, പിന്നെ അത് നോർമൽ ആയിരുന്നു. അപ്പൊ ഞാൻ 2D എക്കോ ചെയ്യാൻ വന്നപ്പോൾ വളരെ കൂളായിട്ട് ഞാൻ പറഞ്ഞു അത് നോർമൽ തന്നെ ആയിരിക്കുമല്ലോ എന്ന് ഓർത്തിട്ട് അവർ 2D എക്കോ ചെയ്തപ്പോ എന്നോട് പറഞ്ഞു ഞങ്ങൾക്കൊരു ഏതാണ്ട് കാണാമോ എക്കോയില് ഒരു വേറെ പ്രൊസീജിയറിന് പോകണമെന്ന് പറഞ്ഞു. അപ്പൊ TOE എന്ന് പറഞ്ഞൊരു പ്രൊസീജിയർ ഉണ്ട്, അതൊരു സ്കോപ്പിയാണ്, നമ്മൾ വായിക്കകത്തുനിന്ന് ഒരു ട്യൂബ് ഇട്ട് ഹാർട്ടിനെ കാണാൻ പറ്റും. ഒരു 360 ഡിഗ്രിയുള്ള ക്യാമറ ഉണ്ട്, നമുക്ക് ഹാർട്ടിനെ കാണാൻ പറ്റും. അപ്പൊ എന്നോട് പറഞ്ഞു നീ ഒന്നും വറി ചെയ്യേണ്ട, കാരണം ആ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ നമ്മള് സെഡേഷൻ മരുന്ന് വെച്ച് മയക്കും പേഷ്യൻസിനെ. അപ്പൊ നീ അറിയത്തേ ഇല്ല ആ പ്രൊസീജിയർ എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എന്തായാലും പോണല്ലോ. അങ്ങനെ ആയപ്പോ ഞാന് പ്രൊസീജിയറിന് കയറി. അവരെനിക്ക് കുറച്ച് മരുന്ന് തന്നപ്പോഴത്തേക്ക് എന്റെ BP അങ്ങ് താഴെ ലോ ഡൗൺ ആയിട്ട് അവരെന്നോട് പറഞ്ഞു സോറി, ഇനി നിനക്ക് മയക്കുമരുന്ന് തരാൻ പറ്റത്തില്ല, കാരണം നിന്റെ BP സ്റ്റെബിലൈസ്ഡ് അല്ല എന്ന് പറഞ്ഞു. അങ്ങനെ 1.5 മണിക്കൂർ ഫുള്ള് ഞാൻ ആ പ്രൊസീജിയറിൽ അവേക്കായിരുന്നു. ഞാൻ ഉണർന്നിരുന്ന് ആ പൈപ്പ് എന്റെ വായിക്കാതെ അവർ ഇട്ടപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് ചോക്ക് പോലെ ആയി. എനിക്ക് ഒട്ടും വയ്യായിരുന്നു. ആ പ്രൊസീജിയർ കഴിഞ്ഞപ്പം എന്നോട് പിന്നെ ഞാൻ ആ പ്രൊസീജിയർ പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവെ എന്റെ ബ്രെയിനും സ്പൈനും ഒക്കെ പോയി ഹാർട്ട് സൂക്ഷിക്കും. അങ്ങനെയൊക്കെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രൊസീജിയർ കഴിഞ്ഞപ്പോൾ ഡോക്ടറിന് പറഞ്ഞു നീ ഒരു നഴ്സ് അല്ലേ, നിനക്ക് കാണണോ നിന്റെ ഹാർട്ട്. ഞാൻ യെസ് ചെയ്ത്. അപ്പൊ എന്നെ മോണിറ്റർ കാണിക്കും. അപ്പം നമുക്ക് അയോട്ടിക് വാൽവ് എന്ന് പറഞ്ഞൊരു സാധനം ഇങ്ങനെ അടിച്ച് ക്ലോസ് ഓപ്പൺ ആവും. അതിന്റെ ആ തുമ്പിൽ എനിക്ക് ഇത്രയും വലിയ ഒരു ഒരു ഇറച്ചി കഷ്ണം പോലെ അതിലിങ്ങനെ തൂങ്ങി കിടക്കുന്നു. അത് ഓപ്പണും ക്ലോസ് ആവുമ്പം അതിങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കുന്ന ഞാൻ കണ്ടു. അപ്പൊ എന്നോട് പറഞ്ഞു നീ ഒരു നഴ്സ് അല്ലേ, നിനക്കറിയാലോ നമുക്ക് മെഡിക്കലി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഒരു വാൽവ് റീപ്ലേസ്മെന്റ് സർജറി ചെയ്യേണ്ടി വരും, അത് മാത്രമുള്ള ഓപ്ഷൻ. അത് കേട്ടപ്പോ നമുക്കറിയാം നമുക്ക് ഒരിക്കലും ഒരു ചോദ്യം ദൈവത്തോട് ചോദിക്കാൻ പറ്റത്തില്ല ഇത് എന്തുകൊണ്ട് സംഭവിച്ചു. പക്ഷെ എനിക്ക് എന്നാ ചെയ്യേണ്ടതൊന്നും അറിയത്തില്ല. ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. ഞാൻ പുറത്ത് വന്ന് അച്ഛനോട് പറഞ്ഞു എന്നുവെച്ചാൽ എന്റെ ഹാർട്ടും ഡാമേജ് ആയി, അങ്ങനെ അത്രയും മാത്രം പറഞ്ഞു.
അത് ഞാന് അപ്പൊ എന്റെ ഹെൽത്ത് ഡേ ബൈ ഡേ ഇങ്ങനെ അവരെന്നെ ഡിസ്ചാർജ് ചെയ്യും. എന്നിട്ട് ഞാൻ വീട്ടിൽ പോയി ഛർദിക്കും, പിന്നെ അഡ്മിറ്റ് ആവും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഡിസ്ചാർജ് ചെയ്യും. അങ്ങനെ ഒരു ദിവസം ഞാനിങ്ങനെ ഞാനും ചേച്ചിയും ഞങ്ങൾ ഫുൾ ഫാമിലി ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാനിങ്ങനെ ഒരു വിഷൻ കാണുക. ഒരു ഗ്രീൻ കളറിലെ മരുന്ന് ഇങ്ങനെ അത് മൂവായി അനങ്ങി അതിന്റെ എന്റെ സൈറ്റിൽ നിന്ന് അത് താഴെ വീണ് പോവാ. അപ്പൊ ആ മരുന്ന് എന്റെ മുന്നിൽ കൂടെ വന്ന് അതങ്ങ് താഴെ വീണ് പോവാ. അതങ്ങ് പോവാ എന്റെ ജീവിതത്തിൽ നിന്ന്. അപ്പൊ ഞാൻ ഈ ഗ്രീൻ കളറിൽ മരുന്ന് എന്തോ. അപ്പൊ ഞാൻ പ്രാർത്ഥിച്ചെല്ലാം കഴിഞ്ഞപ്പോ ഞാനിങ്ങനെ ഉറക്കെ പറഞ്ഞു, ഞാനൊരു ദർശനം പോലെ കണ്ടു, ഒരു മരുന്ന് എന്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുന്ന പോലെ. അപ്പൊ എന്റെ ചേച്ചി പറഞ്ഞു, അതെ ഇത് നിന്റെ ബ്രൂസിലോസിന്റെ മരുന്നാണല്ലോ, മെയിൻ മരുന്ന് അതാ. അപ്പൊ ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ ഞാൻ ഈ കണ്ട ദർശനം സത്യമാവല്ലേ, കാരണം ഇത് മാറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഏത് മരുന്ന് കഴിക്കും, കാരണം അതിന് നമുക്ക് 3 മരുന്നേ ഉള്ളൂ. അപ്പൊ ഞാൻ അടുത്ത പ്രാവശ്യം ഡോക്ടേഴ്സിനോട് പറഞ്ഞപ്പോ അവര് പറഞ്ഞു, സ്നേഹ ഈ മരുന്ന് കാരണം നീ ഇത്രയും ഛർദ്ദിക്കുന്നേ, അപ്പൊ ഞങ്ങൾ ഈ മരുന്ന് നിന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയുക, നിനക്ക് ഒരിക്കലും ഇത് എടുക്കാൻ പറ്റത്തില്ല, നമുക്ക് വേറെ മരുന്നുകൾ ട്രൈ ചെയ്യാം. അപ്പൊ എനിക്ക് മനസ്സിലായി, ദൈവം എനിക്ക് അത് അങ്ങനെ ഒരു സൗഖ്യം ദൈവം എനിക്ക് തരുക, കാരണം അത് കാണാൻ ഞാൻ ഇത്രയും ഛർദ്ദിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് അപ്പൊ അവരെന്നോട് പറഞ്ഞു, ഇനി നീ ലോങ് ടേം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവണം, കാരണം എല്ലാം ഡാമേജ് ആയി കിടക്കുക. അപ്പൊ എനിക്ക് ഭയങ്കര ലിവർ വേദന ആയതുകൊണ്ട് അവരെന്നോട് പറഞ്ഞു, ലിവർ പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മോണിറ്റർ ചെയ്യാം. ഞാൻ പറഞ്ഞു ഓക്കെ. ഒരു ദിവസം 12 മണി ആയപ്പോ എനിക്ക് പെട്ടെന്ന് ഒത്തിരി വയ്യാണ്ട് വന്ന ഞാൻ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ പോയി. അവിടെ ചെന്ന് ഞാൻ കൊലാപ്സ് ആയി പോയി. എനിക്ക് അത്രയും വയ്യായിരുന്നു, കാരണം ഞാൻ അത്രയും ഛർദ്ദിച്ച് കൊലാപ്സ് ആയി പോയപ്പോ അവരെന്നെ പെട്ടെന്ന് എമർജൻസിയിലോട്ട് കയറ്റി. എന്നോട് പറഞ്ഞു എമർജൻസി CT സ്കാൻ ചെയ്യണം. CT സ്കാൻ ചെയ്തപ്പോ അവരുടെ ലിവറിന്റെ CT ഒക്കെ ചെയ്ത് അടുത്ത ദിവസം ഡോക്ടർ വന്ന് എന്നോട് പറഞ്ഞു, സ്നേഹ നിന്റെ CT ഓക്കെ ആട്ടോ. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ ഹീലായോ എന്ന് അങ്ങനെ ഒരു വിചാരം എന്റെ മനസ്സിൽ വന്നപ്പോ ഞാൻ ഡോക്ടറിനോട് ചോദിച്ചു, ഡോക്ടറെ എന്റെ ഇതെല്ലാം മാറിയോ, ഞാൻ നോർമലായി? അപ്പം ആ ഡോക്ടറിന് ഭയങ്കര ദേഷ്യം വന്നു. അവരെന്നോട് പറഞ്ഞു, നീ ഒരു നേഴ്സല്ലേ, നീ നിന്റെ ഈ അസുഖം വളരെ ചില്ലറയായിട്ടാണോ കൺസിഡർ ചെയ്തേക്കുന്നതെന്ന് എന്നോട് ചോദിച്ചു. കാരണം നിനക്കറിയാം ഈ അസുഖം എന്നാണ്. ഞാൻ ഇന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. നിന്റെ ശരീരം ഒരു ബോംബ് പൊട്ടിയ പോലെയാന്ന് എന്നോട് പറഞ്ഞു. ഈ ബോംബ് പൊട്ടിക്കഴിഞ്ഞാൽ ആ സ്ഥലം നശിച്ചു പോകും. നമ്മൾ എത്ര ചെയ്താലും അതിനെ റിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ കുറച്ച് ആ സാധനങ്ങളൊക്കെ എടുത്ത് നമുക്ക് മാറ്റിവെക്കാൻ പറ്റും, പക്ഷെ അത് നശിച്ചത് തന്നെ. അങ്ങനെ നിന്റെ ലിവർ ഡാമേജ് ആയിക്കോ. ഞാൻ ഉദ്ദേശിച്ചത് ഇനി അത് ഡാമേജ് ആയിട്ടില്ല, നീ നോർമൽ ഒന്നും ആയിട്ടില്ല എന്ന്. അപ്പൊ അത് കേട്ടപ്പോ എനിക്ക് ഭയങ്കര വിഷമമായി. പക്ഷെ ആ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. എനിക്ക് ഒരു 10,000+ ആൾക്കാർ ഈ ലോകത്തിൽ അറൌണ്ട് ദ വേൾഡ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ചെയിൻ പ്രയർ വെച്ച് അവരുടെ സൺഡേ പ്രയർ, ഫാസ്റ്റിംഗ് പ്രയർ. എനിക്കറിയാം ഞാൻ ആണ് വിഷയം പ്രാർത്ഥനയുടെ പല സ്ഥലത്ത്. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ അവരെന്നോട് പറഞ്ഞു, ഒരു ദിവസം അപ്പൊ എന്റെ മമ്മിയും ഡാഡി വിസ എടുത്ത് കുഞ്ഞിന്റെ കൂടെ തിരിച്ചു വരാനുള്ള സമയമായി. അപ്പൊ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞാനത് ഫൈനൽ എനിക്ക് കുഞ്ഞിനെ കാണാമല്ലോ. അങ്ങനെ അപ്പൊ ബ്രൂസിലോസിസ് ഞാൻ പറഞ്ഞു, മമ്മിയും ഡാഡിയും കുഞ്ഞിനെ കാണുമ്പോൾ ഞാൻ ഓട്ടോമാറ്റിക്കലി ഓക്കെ ആവും. എന്റെ മനസ്സ് അങ്ങനെ പറയുന്നത്. അപ്പൊ എന്റെ ഡിസ്ചാർജ് ഒക്കെ റെഡി ആക്കിയിട്ട് വൈകുന്നേരം എന്റെ ഡിസ്ചാർജാ. അപ്പൊ എന്നോട് ഡോക്ടർ വന്ന് പറയുക, സ്നേഹ ഒരു ബാഡ് ന്യൂസ് കൂടെ. ഞങ്ങൾ പറഞ്ഞില്ല അത് നിനക്ക് TB ഇല്ല, പക്ഷെ നിനക്ക് TB ഉണ്ട്. ആ TB എന്ന് പറഞ്ഞ ലാസ്റ്റ് സ്റ്റേജിലെ TB മൾട്ടി ഡ്രഗ് റെസിസ്റ്റന്റ് TB എന്ന് പറഞ്ഞൊരു സംഭവമാ. അത് ആർക്കും ഈ ലോകത്ത് വളരെ കുറവായ ആൾക്കാർക്കാ വരുന്നത്. ഒത്തിരി മരുന്നൊക്കെ കഴിക്കാൻ പറ്റത്തില്ല അങ്ങനത്തെ ഒരു TB. അത് കേട്ടപ്പോ ഞാനപ്പോ ഓർത്തു, എന്റെ ജീവിതത്തിൽ എന്നാ നടക്കുന്നതെന്ന് തന്നെ എനിക്കൊന്നും അറിയത്തില്ല. എന്നോട് പറഞ്ഞു, എനിക്ക് ഇനി ഡിസ്ചാർജ് ഇങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല, നീ ഇവിടെ തന്നെ താമസിക്കണം. അപ്പം എനിക്കറിയാം 2 ദിവസം കഴിഞ്ഞിട്ട് എന്റെ കുഞ്ഞ് വരുന്നുണ്ട്. TB ആവുമ്പോ അവരെന്നെ ഒരിക്കലും ഇനി കാണാൻ സമ്മതിക്കത്തില്ല. അപ്പൊ ഞാൻ ഡോക്ടേഴ്സിനോട് പറഞ്ഞു, ഇത് പകർന്ന TB ആണോ എന്ന് എനിക്ക് അറിയണം, കാരണം എന്റെ കുഞ്ഞ് 14 മാസേ ഉള്ളായിരുന്നു ഞാൻ അവനെ വിട്ടപ്പോ. അപ്പൊ ഞാൻ ബ്രസ്റ്റ് ഫീഡിങ് ഒക്കെ ആയിരുന്നു. അപ്പൊ എനിക്കറിയാം എനിക്കുണ്ടെങ്കിൽ അവന് അത് വന്ന് കാണുമെന്ന് എനിക്ക് ഭയങ്കര ഒരു പേടിയുണ്ട് മനസ്സിൽ. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, പ്ലീസ് എന്നെ നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്യണം. അപ്പൊ അവര് പറഞ്ഞു, ഇല്ല ലങ്സിലല്ലല്ലോ, അതുകൊണ്ട് ഇത് പകരത്തില്ല. പക്ഷെ ഞാൻ പറഞ്ഞു, എന്നാലും നിങ്ങൾ എന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അവരെന്നെ ഒരു 12 ആഴ്ച ഐസൊലേഷൻ വെച്ചു. കുഞ്ഞ് ഇവിടെ UK വന്നു. ഞാൻ വീഡിയോ കോളിംഗ് ചെയ്ത് അവനെ കാണുന്നുണ്ട്, പക്ഷെ എനിക്ക് കാണാനുള്ള മാർഗമൊന്നുമില്ല, ഞാൻ ഹോസ്പിറ്റലിൽ തന്നെയാണ്. അങ്ങനെ വന്നപ്പം എനിക്ക് രാത്രികളൊക്കെ ഉറക്കമില്ലാണ്ടായി. അപ്പൊ അവൻ എനിക്ക് ഉറക്കത്തിന് വേണ്ടി മരുന്ന് തരും, ഉറങ്ങാൻ വേണ്ടി. അങ്ങനെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഒരു ദിവസം ഞാനിങ്ങനെ രാത്രി ഇങ്ങനെ ഒത്തിരി ഞാൻ കരയുക. രാത്രി 12 മണിക്ക് കരഞ്ഞപ്പോ ദൈവം എന്നോട് ഇങ്ങനെ സംസാരിക്കുക, നിന്റെ അസുഖത്തിന് വേണ്ടി നീ പ്രാർത്ഥിക്കണം, നീ തന്നെ പ്രാർത്ഥിക്കണം, നീ കൈ വെച്ച് പ്രാർത്ഥിക്കും നിന്റെ അസുഖത്തിന് വേണ്ടി. അപ്പൊ ഞാൻ അന്ന് രാത്രി 12 മണിക്ക്
ഞാനിങ്ങനെ എന്റെ ലിവറിൽ കൈവച്ച് പ്രാർത്ഥിക്കും, ദൈവമേ എന്റെ ലിവർ സൗഖ്യമാക്കണം, എന്റെ ലിവർ സൗഖ്യമാക്കണം, എനിക്ക് അറിയത്തില്ല, എനിക്കിനി ഇതൊക്കെ സഹിക്കാൻ വയ്യ. അങ്ങനെ പറഞ്ഞാൽ ഞാൻ ഭയങ്കര അലറി കരഞ്ഞ് പ്രാർത്ഥിച്ച്, എനിക്കൊന്ന് 12 മണിക്ക് ഞാൻ പ്രാർത്ഥിച്ച് തുടങ്ങിയത് ഒരു 3-3:30 ആയിട്ട് ഞാൻ അറിഞ്ഞില്ല സമയം പോയത്. അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോ അത് കരഞ്ഞതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ 2 ആഴ്ച മുന്നേ എനിക്കൊരു ലിവറിന്റെ MRI ചെയ്തായിരുന്നു. പക്ഷെ ഇവരെ റിപ്പോർട്ട് ഒന്നും റിലീസ് ചെയ്യുന്നില്ല. അപ്പൊ എന്നോട് പറഞ്ഞേക്കുന്നത് റിപ്പോർട്ട് ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും, അത് UK വേറെ സ്ഥലത്ത് പോയിട്ടുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ എനിക്കൊരു പേടി തോന്നി. ഞാനോർത്ത് ഇനി കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയി കാണും. കാരണം ഞാൻ ഇത്രയും നാളും ഞാൻ എല്ലാം ബാഡ് ന്യൂസ് മാത്രം കേട്ടുള്ളൂ. അപ്പൊ ഞാൻ എപ്പോഴും ഒരു ബാഡ് ന്യൂസ് തന്നെ എക്സ്പെക്ട് ചെയ്യുന്നത്. ഡോക്ടേഴ്സ്മാർ എന്നോട് വന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് സങ്കടമുണ്ട് നിന്നെ കാണുമ്പോൾ, നീ വളരെ അൺലക്കിയാ, ഇതൊരു അൺയൂഷ്വൽ കേസാണ്, നിങ്ങൾ ഇത്രയും ചെറുപ്പം പ്രായത്തിൽ ഇങ്ങനെ ഒരു ബ്രൂസലോസിസും MDR-TB ഇത്രയും അഴുക്ക് കോമ്പിനേഷൻ ഉള്ള ഒരു അസുഖം ആർക്കും ഈ ലോകത്തില്ല. അത് കേട്ടപ്പോ എനിക്ക് ഭയങ്കര, ഞാനപ്പോ ഞാൻ എന്നെ ഇതിനൊക്കെ ഉത്തരം പറയുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി അൺലക്കി ആയിരിക്കും, പക്ഷെ ഞാൻ എന്റെ ജീസസിന് വേണ്ടി അൺലക്കി അല്ല. അത്ര മാത്രം ഞാൻ ആ ഡോക്ടേഴ്സിനോട് പറഞ്ഞു. കാരണം അവർ ബ്രിട്ടീഷ് ഡോക്ടേഴ്സ് ആണല്ലോ, അവർക്കത് എനിക്ക് അത്രയും പറയാൻ തോന്നി ആ സമയത്ത്. അത് കഴിഞ്ഞിട്ട് ഞാന് എന്നോട് പറഞ്ഞു, ഇനി ട്രീറ്റ്മെന്റ് 18 മാസം മരുന്ന് കഴിക്കണം, കാരണം ഇത് വളരെ വേഴ്സ് TB ആണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പൊ എനിക്ക് ഇനി അസുഖത്തിൽ കൂടെ എല്ലാം ഞാൻ ഈ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോ അടുത്ത ദിവസം എന്റെ റിപ്പോർട്ട് അവർ റിലീസ് ആക്കുക. 2 ആഴ്ച റിലീസ് ആക്കാത്ത റിപ്പോർട്ട് അടുത്ത ദിവസം ഞാൻ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് രാവിലെ എണീക്കുമ്പം ഒരു ജൂനിയർ ഡോക്ടർ റിപ്പോർട്ട് കൊണ്ടാ വരുന്നത്. അപ്പൊ ഞാൻ റിപ്പോർട്ട് എടുത്ത് നോക്കി. ഞാൻ നോക്കിയപ്പോ അതിനകത്ത് വലിയ ലിവർ ഇസ് നോർമൽ, സ്പ്ലീനിന് കുറച്ച് അല്ലായ്മ. അപ്പൊ ഞാനിങ്ങനെ ഓർത്ത് ഇതിന്റെ തെറ്റിപ്പോയ റിപ്പോർട്ട് വല്ല ആയിരിക്കും, കാരണം അങ്ങനെ സാധ്യതകളേ ഇല്ല എന്റെ ലിവർ നോർമൽ ആവാൻ. അപ്പൊ ഞാൻ ഇങ്ങനെ ചോദിച്ചു, നീ ഒന്ന് ഇത് വായിച്ച ആ ഡോക്ടറോട് ചോദിച്ചു. കാരണം അതൊരു ഇന്ത്യൻ ഡോക്ടറായിരുന്നു, ഒരു ഡൽഹിയിലെ ഒരു ഡോക്ടറായിരുന്നു. അപ്പൊ ആ ഡോക്ടർ ഹിന്ദു ഡോക്ടറാ. അപ്പൊ ഞാൻ ഇങ്ങനെ ഹിന്ദിയിൽ പറഞ്ഞു, നീ ഒന്ന് വായിച്ചൊന്ന് നോക്കിക്കുക. അപ്പൊ അവള് പറഞ്ഞു, അവക്കറിയത്തില്ല എന്റെ ഹിസ്റ്ററി ഒന്നും. അവള് പറഞ്ഞു, നീ എന്താ പ്രശ്നം, എന്താ റിപ്പോർട്ടിന്, ഇത് നോർമലാ, ലിവർ നോർമലാ, സ്പ്ലീനിൽ കുറച്ച് പ്രശ്നമുണ്ട്. അപ്പൊ ഞാൻ കരയാൻ തുടങ്ങി ഉറക്കെ. അപ്പൊ അവൾ ചോദിച്ചു, നീ എന്തിനാ നോർമൽ ആവുന്ന റിപ്പോർട്ടിന് വേണ്ടി കരയുന്നത്? ഞാൻ പറഞ്ഞു, നീ എന്റെ പണ്ടത്തെ റിപ്പോർട്ട് ഒന്നും കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞു, നിനക്കറിയാം, നിന്റെ കൺസൾട്ടന്റ് ഡോക്ടേഴ്സ് എന്നോട് പറഞ്ഞതാ എന്റെ ലിവർ 2 വർഷമായാലും ഹീൽ ആവത്തില്ല, അങ്ങനെ പറഞ്ഞു. അപ്പൊ എനിക്ക് സൗഖ്യമായല്ലോ. അപ്പൊ ഇതെല്ലാം കേട്ട് ഞാൻ മുന്നേ, നിനക്കറിയോ എന്റെ ജീസസ് എന്നെ ഹീലാക്കി, അങ്ങനെ അവളോട് പറഞ്ഞു. അപ്പൊ അവള് ഇതെല്ലാം കേട്ട് അവള് തല എനിക്ക്. ഞാൻ പറഞ്ഞു, എനിക്കറിയത്തില്ല നിങ്ങൾ പ്രാർത്ഥനയിലൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരാണോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ എനിക്ക് ഒത്തിരി ആൾക്കാർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ അവളോട് പറഞ്ഞപ്പോ അവൾ അതെല്ലാം കേട്ട് അവൾ തല ആട്ടി പറഞ്ഞു, അതെ, യു ആർ റൈറ്റ്, ഇങ്ങനെ ഒരിക്കലും ഇങ്ങനെ ഇത്രയും അസുഖമുള്ളത് പെട്ടെന്ന് ലിവർ നോർമൽ ഒന്നും ആവത്തില്ല, അങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര, അപ്പൊ ഞാൻ ചർച്ചിലെ ഒത്തിരി ആൾക്കാരെ വിളിച്ച് അമ്മ എന്റെ ലിവർ എന്റെ സൗഖ്യമായി, കാരണം ലിവർ ആണ് മെയിൻ പ്രശ്നം. അപ്പൊ ഞാനിപ്പോ ഓർത്തു, ദൈവം ഇനി എന്റെ ഹാർട്ട്, ദൈവം അപ്പൊ എല്ലാം ഓരോന്ന് സൗഖ്യമാക്കും. അപ്പൊ ഓർത്ത് ഞാൻ ദൈവത്തോട് പറഞ്ഞപ്പോ ദൈവം എന്നോട് ഇങ്ങനെ സംസാരിച്ചു, നീ എന്നോട് നിന്നെ എങ്ങനെ സൗഖ്യമാക്കണം എന്ന് പറയരുത്, അത് എന്റെ ഡ്യൂട്ടിയാണ് നിന്നെ എങ്ങനെ സൗഖ്യമാക്കണ്ടേ. കാരണം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കും, ദൈവം എന്നെ ഒന്ന് തൊട്ട് ഇൻസ്റ്റന്റ് എനിക്കൊരു സൗഖ്യം എന്താ, എന്നെ എന്നെ സൗഖ്യമാക്കുക, അത് കഴിഞ്ഞിട്ട് എല്ലാം തീരണം. അപ്പൊ ദൈവം എന്നോട് പറഞ്ഞു, നീ എന്നോട് എന്തിനാ പറയേ, അത് എന്റെ രീതിയാ, ഞാൻ എന്റെ സമയത്ത് ഞാൻ നിന്നെ സൗഖ്യമാക്കും, അങ്ങനത്തെ ഒരു കർത്താവാണ് ഞാൻ. അപ്പൊ എനിക്കത് മനസ്സിലായി. അപ്പൊ ഓർത്തു, ഇനി ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവം എന്നെ എത്ര സമയം എടുത്ത് സൗഖ്യമാക്കൂല, എന്റെ ഓരോരോ ഓർഗൻസിനെ പതുക്കെ സൗഖ്യമാക്കിയാലും ഞാൻ അതിൽ ഹാപ്പി ആയിരിക്കും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഡോക്ടേഴ്സ് എന്നോട് വന്ന് പറയാ, സ്നേഹം നിന്റെ ഹാർട്ടും ലിവർ ഓക്കെ ആയ സ്ഥിതിക്ക് ഹാർട്ട് ഓക്കെ ആയിരിക്കും ഞങ്ങൾക്ക് തോന്നുന്നു. അപ്പൊ ഞാൻ ഓർത്തു, ഇവരെ ഒരു സ്കാൻ ഒന്നും ചെയ്യാതെ എങ്ങനെ ഹാർട്ട് ഓക്കെ ആണെന്ന് പറയുന്നത്. അവർക്കൊന്നുമില്ല, കുഴപ്പമില്ല, പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിൽ ഡിസ്ചാർജ് ഒക്കെ ആയി വന്നു. പക്ഷെ എനിക്ക് വീട്ടിൽ വന്ന് ഇവർ മരുന്നൊക്കെ തരുന്നുണ്ട്, ഫ്ലൂയിഡ്സും IV മെഡിക്കേഷനും ഒക്കെ തരുന്നുണ്ട്. എന്റെ ഒരു ദിവസം ഞാൻ ഈ ഡോക്ടറിനോട് പറഞ്ഞു, എനിക്ക് എന്റെ ഹാർട്ടിന്റെ നമ്മള് അവിശ്വാസം ഇല്ലെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല, ഞാൻ അവിശ്വാസിയെ പോലെ ഞാൻ പറഞ്ഞു, എനിക്ക് എന്റെ ഒരു 2D എക്കോ ചെയ്താൽ നല്ലതായിരിക്കും എന്റെ ഹാർട്ട്. ഞാൻ ആ എക്കോയിൽ പോയി. ഞാൻ അപ്പൊ ഇങ്ങനെ ആ എക്കോ, കാരണം ഞാനൊരു നേഴ്സ് ആയതുകൊണ്ട് ഞാൻ ആ സ്ക്രീനിലൊക്കെ കണ്ട ഇറച്ചി കഷ്ണം എവിടെയാന്ന് ഇങ്ങനെ ഞാൻ തപ്പിക്കൊണ്ടിരിക്കുക. കാരണം എനിക്കറിയാം ഇങ്ങനെ എവിടെയെല്ലാം അടിക്കുന്ന വാൽവിന്റെ അവിടെ എപ്പോഴും അപ്പൊ അതൊന്നും എനിക്ക് കാണുന്നില്ല. അപ്പൊ ഞാൻ ഭയങ്കര ഒരു ടെൻഷൻ, ഒരു ആങ്ഷ്യസ് മോഡിൽ തന്നെയാ. അപ്പൊ ആ ഡോക്ടർ എന്നോട് പറഞ്ഞു, കുഴപ്പമില്ല, 2 ദിവസം കഴിഞ്ഞ്, കാരണം ഇവിടെ അവർ റിപ്പോർട്ട് അപ്പൊ തരത്തില്ല. അപ്പൊ 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ കാണുക ആ വലിയ ഇറച്ചി കഷ്ണം അവിടുന്ന് അതങ്ങ് വാനിഷ് ആയി. അവിടെ എവിടെ പോയെന്ന് ആർക്കും അറിയത്തില്ല, അതങ്ങ് പോയി, അതില്ല അവിടെ. അപ്പൊ ഞാനിങ്ങനെ ഓർക്കും, എന്നോട് ഇവരുടെ വാൽവ് റീപ്ലേസ്മെന്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്
അതെനിക്ക് ഭയങ്കര അത്ഭുതം. എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഇതൊക്കെ സംഭവിച്ചെന്ന്. അത് കഴിഞ്ഞ് ഞാൻ ഓഗസ്റ്റിലെ കുറച്ച് ഓക്കെ അപ്പൊ ഞാൻ ചർച്ചിൽ പോകാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ഓഗസ്റ്റ് മാസത്തിലെ ചർച്ചിൽ എന്റെ സാക്ഷ്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു, ദൈവം എന്നെ ഇത്രയും സൗഖ്യം ആക്കിയെങ്കിൽ എന്റെ സ്പൈനും എന്റെ ബ്രെയിനും എല്ലാം ദൈവം സൗഖ്യം ആക്കുമെന്ന് എനിക്ക് വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് എന്റെ സാക്ഷ്യം ഞാൻ അവിടെ നിർത്തിയത്. അത് കഴിഞ്ഞിട്ട് ഞാൻ അപ്പം ഇവരെന്നോട് പറഞ്ഞു, ഇപ്പൊ പെട്ടെന്നൊന്നും ഞങ്ങൾ സ്കാൻ ചെയ്യണ്ട, കാരണം ഈ തലയുടെയും സ്പൈൻ്റെയും ഒക്കെ മാറണമെങ്കിൽ 2-3 അതിൽ കൂടുതൽ വർഷങ്ങൾ എടുക്കും, ഡാമേജ് ആയതൊക്കെ റിപ്പയർ ആവണമെങ്കിൽ. അപ്പൊ ഞാൻ ഓർത്തു ഓക്കെ. പക്ഷെ എന്റെ മനസ്സിലുണ്ട് ഇത്രയും സൗഖ്യം തന്ന ദൈവത്തിന് ഇതൊക്കെ വളരെ നിസ്സാരമായ കാര്യമാണെന്ന് എനിക്ക് ഇങ്ങനെ തോന്നാൻ തുടങ്ങി. അപ്പൊ എന്റെ കൺസൾട്ടന്റ് ഒത്തിരി കോപ്പറേറ്റീവ് ആണ്. ഞാൻ അങ്ങനെ കൺസൾട്ടന്റ് പറഞ്ഞു, എനിക്കൊരു MRI ചെയ്ത് നോക്കണം എന്റെ ബ്രെയിനും സ്പൈൻ്റെ ഒന്നും നമുക്ക് ചെയ്താലോ. അപ്പൊ അയാൾ പറഞ്ഞു ഓക്കെ ഞാൻ അപ്പോയിന്റ്മെന്റ് നോക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ സ്കാനിന് പോയപ്പോ അന്ന് എനിക്ക് ഭയങ്കര, സ്കാനിൽ പോയപ്പോ എനിക്കൊരു സന്തോഷം, എനിക്കറിയാം എന്റെ റിപ്പോർട്ടിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കാണും. തിരിച്ചു വന്നപ്പോ ഡോക്ടർമാര് എന്റെ റിപ്പോർട്ട് പിന്നെ 2 ആഴ്ച കഴിഞ്ഞിട്ട് റിപ്പോർട്ട് വരുന്നില്ല. അപ്പൊ ഞാൻ പിന്നെ കുറച്ച് ആങ്ഷ്യസ്, ഞാൻ അത് എന്താ ഇവർ റിപ്പോർട്ട് റിലീസ് ആക്കാത്തെ. ഒരു ദിവസം കൺസൾട്ടന്റ് വിളിച്ച് പറഞ്ഞു, സ്നേഹ ഞാൻ റിപ്പോർട്ട് അയക്കാമേ. ഞാൻ എന്റെ റിപ്പോർട്ട് ഞാൻ ഇന്നും അല്ലെ പണ്ടത്തെ റിപ്പോർട്ട് ഇപ്പോഴത്തെ റിപ്പോർട്ട് ഇങ്ങനെ കൂട്ടി വെച്ച് കാണാറുണ്ട്. കാരണം എന്റെ സ്റ്റാർട്ടിങ് തൊട്ട് എല്ലാ സ്പൈനൽ കോളംസിനും ദൈവം ഹീലാക്കി. ഒന്നും മീൻസ് അത് എനിക്കറിയത്തില്ല, ആ ടയറൊക്കെ എങ്ങനെ ഹീലായ അത് എന്തൊരു അത്ഭുതമാണെന്ന് എനിക്കറിയത്തില്ല. കാരണം അത്രയും എനിക്ക് ഇൻഫെക്ഷൻ ഒരിക്കലും, കാരണം എന്റെ ചർച്ചിലൊക്കെ ഡോക്ടേഴ്സ്മാരുണ്ട്, അവർ പറഞ്ഞു ഒരിക്കലും സ്നേഹ ഇത് ഹ്യൂമൻലി ഇത് ഇമ്പോസിബിൾ തന്നെ, ഇത് ദൈവത്തിന്റെ ഒരു വലിയ കൈ നിന്റെ മേളിലുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ പറയുന്നത്, എന്റെ ബ്രെയിനിന്റെ ഞാൻ നോക്കിയപ്പോ അവര് 2-3 സ്പോട്സുകൾ മാത്രമേ ഉള്ളൂ. ആദ്യമൊക്കെ ഇങ്ങനെ ഫുൾ സ്പ്രെഡ് ആയി ഇങ്ങനെ ഫുൾ ഇരിക്കുന്ന 2-3 സ്പോട്സ് മാത്രം. അപ്പൊ ഞാൻ ദൈവത്തോട് ഒത്തിരി നന്ദി പറഞ്ഞു. ഞാൻ എന്റെ ടെസ്റ്റ് മണി അപ്പോഴത്തേക്ക് ഞാൻ എല്ലാവരോടും പറയാൻ തുടങ്ങി. കാരണം ഞാൻ ഓർത്തു എനിക്ക് ഈ ഹീലിംഗ് ആർക്കും കിട്ടത്തില്ല, എനിക്ക് അങ്ങനത്തെ ഒരു വിശ്വാസം വരാൻ തുടങ്ങി. ഈ ബ്രൂസലോസിസ് UK ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു ഫേസ്ബുക്കിൽ ഒരു ബ്രൂസലോസിന്റെ ഗ്രൂപ്പ് ജോയിൻ ചെയ്തു. ജസ്റ്റ് ഇത് എങ്ങനെയാ ഈ അസുഖം എന്ന് അറിയാൻ വേണ്ടി, കാരണം ആർക്കും അറിയത്തില്ല ഈ അസുഖം എങ്ങനെയാണ്. അപ്പൊ ഞാൻ നോക്കിയപ്പോ അതിനകത്ത് ഒത്തിരി 700+ ആൾക്കാരുണ്ട്. അതിനകത്ത് അവർക്ക് 9 വർഷം 10 വർഷമൊക്കെ ഈ അസുഖമുണ്ട്. ഈ അസുഖം ഒരിക്കലും മാറാത്തൊരു അസുഖമാണ്. അവർ കണ്ടിന്യൂസ്ലി അവർക്ക് ഈ തലയിൽ ഇതൊക്കെ വരുമ്പോ അവർക്ക് ഫിറ്റ്സ് വരുക, അവർക്ക് വയ്യാതെ വരുക, അവരിങ്ങനെ ഓരോന്ന് അവർക്ക് വന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ ദൈവത്തോട്, ദൈവം എനിക്കിത് ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് ഒന്നും വന്നില്ലല്ലോ. അത് ഞാൻ ദൈവത്തിന് ഒത്തിരി നന്ദി പറഞ്ഞു. കാരണം അവരെനിക്ക് ലംബാർ പങ്ക്ചർ എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഇടയ്ക്ക് ചെയ്തായിരുന്നു, അത് ഞാൻ വിട്ടുപോയി പറയാൻ. അത് ചെയ്തപ്പം എന്നോട് ഇങ്ങനെ പറഞ്ഞു, സ്പൈൻ മൊത്തം പോയി കിടക്കും, അത് ഞങ്ങൾക്ക് പാടാണ്. അപ്പൊ ഇത് എനിക്കറിയാം, ഇത് ഇവർ മാറി വല്ലതും ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പാരലൈസിസ് വല്ലതും ഉണ്ടാവും എനിക്ക്. അങ്ങനെ ഒരു പേടി അവർക്കും ഉണ്ട്, എനിക്കും ഉണ്ട്. അപ്പൊ ഞാന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ആ സമയത്ത് കറക്റ്റ് ഞങ്ങളുടെ പാസ്റ്ററുടെ വൈഫും എന്നെ കാണാൻ വരുക. അപ്പൊ എന്നോട് ചേച്ചി ചോദിച്ചു, കുഞ്ഞ് ഞാൻ നിൽക്കണോ നിന്റെ കൂടെ? ഞാൻ പറഞ്ഞു ചേച്ചി എന്റെ കൂടെ എന്റെ പ്രൊസീജിയറിൽ എന്റെ കൂടെ നിൽക്കുക. അപ്പൊ ഞാനത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമല്ലോ, അങ്ങനെ ഓർത്ത് അന്ന് ഞാൻ ഭയങ്കര പേടിച്ചാ പോകുന്നത്. ആ പ്രൊസീജിയറിൽ എനിക്ക് അവര് ആദ്യം കുത്തി അവർക്ക് കിട്ടിയില്ല, 2ാമത്തെ കുത്തി. അപ്പൊ 3ാമത്തെ പ്രാവശ്യം ചേച്ചി അവിടെ ഭയങ്കരമായിട്ട് കിടന്ന് അലറി പ്രാർത്ഥിച്ചു, കർത്താവെ കൊച്ചിനെ ഇനി ഇങ്ങനെ ഈ കൊച്ചിനെ ഇനി സഹിക്കാൻ വയ്യ, ഇനി ഇങ്ങനെ വേദന കൊടുക്കല്ലേ അങ്ങനെ പറഞ്ഞ ആ റിപ്പോർട്ടും ദൈവകൃപയാൽ നോർമലായിട്ട് വന്നു. അങ്ങനെ അപ്പൊ ഞാനിങ്ങനെ എന്റെ ട്രീറ്റ്മെന്റ്, എന്റെ എല്ലാ ഹീലിംഗ് കാണാൻ തുടങ്ങി. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം. പക്ഷെ എനിക്ക് പിന്നെയും പനിയുണ്ട്, എനിക്ക് ദേഹത്ത് എന്റെ ആദ്യത്തെ സിംറ്റംസ് പനിയും ദേഹത്ത് അത് അപ്പോഴും ഉണ്ട്. എന്റെ ബ്ലഡ് റിപ്പോർട്ട്സ് ഇപ്പോഴും പൂറാണ്, പക്ഷെ എന്റെ ഓർഗൻസ് എല്ലാം ഓക്കെ ആയിട്ട് വരുന്നു. അപ്പൊ ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവം എനിക്കൊരു കംപ്ലീറ്റ് ഹീലിംഗ് വേണം. അപ്പൊ ഞങ്ങളുടെ ചർച്ചിൽ 21 ഡേയ്സിന്റെ ഫാസ്റ്റിംഗ് പ്രയർ നടക്കുക. അപ്പൊ ഞാൻ ദൈവത്തോട് പറഞ്ഞു, ഞാൻ എല്ലാ ദിവസവും പോകും, എനിക്ക് വയ്യായെങ്കിൽ ഞാൻ മരുന്ന് കഴിച്ചു പോകും. പക്ഷെ ഞാൻ പോയി ആ മീറ്റിങ്ങിനെ തീരുമ്പോൾ ഞാൻ കത്രിമേശ എടുക്കുമ്പോൾ എനിക്കൊരു കംപ്ലീറ്റ് ഹീലിംഗ് എന്റെ ശരീരത്തിൽ എനിക്ക് വേണം, എനിക്കത് എക്സ്പീരിയൻസ് ഞാൻ ചെയ്യണം. അങ്ങനെ ഞാൻ പറഞ്ഞു, എനിക്ക് രാവിലെ ഒക്കെ എണീക്കുമ്പോ എനിക്ക് പനി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു നോർമൽ പനിയല്ലോ, 103 അങ്ങനെയൊക്കെയാ പനി വരുന്നത്. അപ്പൊ ഞാൻ മരുന്ന് കഴിക്കും, ഞാൻ ചർച്ചിൽ പോയി തിരിച്ചു വന്ന് മരുന്ന് കഴിക്കും. ചിലപ്പോൾ രാവിലെയും വൈകിട്ടും എനിക്ക് ഹെൽത്ത് ഉണ്ടെങ്കിൽ പോകും. അപ്പൊ അവിടെ കുറെ പാസ്റ്റേഴ്സ്മാർ വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ അവരെല്ലാവരുടെ അടുത്ത് പോകും, കാരണം വിസിറ്റിംഗിലാകുമ്പോൾ ഒത്തിരി പാസ്റ്റേഴ്സ്മാർ വരുമ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വയ്യ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആരില്ല എന്റെ തലയെ തൊട്ട് എനിക്ക് സൗഖ്യത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമല്ലോ എന്ന് ഓർത്തിട്ട്. അപ്പൊ പക്ഷെ ഞാന് ആ സമയത്തൊക്കെ എനിക്ക് സന്തോഷമുണ്ട്, പക്ഷെ എനിക്ക് വേണ്ടിയ സൗഖ്യം എനിക്ക് കിട്ടുന്നില്ല. അപ്പൊ ഒരു ദിവസം ഞാൻ ഇങ്ങനെ വന്ന് എന്റെ സ്പ്ലീൻ, എനിക്ക് ഭയങ്കര ലെഫ്റ്റ് സൈഡ് സ്പ്ലീനിന്റെ വേദന എടുക്കാൻ ഭയങ്കര വേദന. അപ്പൊ എന്നോട് ഡോക്ടർ പറഞ്ഞു, എന്റെ സ്പ്ലീൻ വളരെ വേഴ്സായ കണ്ടീഷനിലായിരിക്കുന്നത്, ഞങ്ങൾക്ക് ഡൗട്ട് ഉണ്ട് സ്പ്ലീൻ ക്യാൻസർ ആണോ. അപ്പൊ അത് കേട്ടപ്പോ എനിക്ക്
അന്ന് എനിക്ക് ഭയങ്കര ഷോക്കായിരുന്നു. ഇപ്പൊ കേട്ടപ്പോ എനിക്ക് ചിരി വന്നു. ഞാൻ പറഞ്ഞു, എന്റെ മനസ്സിൽ പറഞ്ഞു, എനിക്ക് ഒരു കാര്യം എനിക്കറിയാം, എന്റെ ദൈവം എനിക്ക് അങ്ങനത്തെ ഒന്നും തരത്തില്ല. അങ്ങനെ എന്റെ മനസ്സിൽ വന്നു. അപ്പൊ എന്നോട് ഞാന് ഒരു ഫാസ്റ്റിംഗ് പ്രേയറിൽ ഇരിക്കുമ്പോഴാണ് എന്റെ ഡോക്ടർ അതിന്റെ ഇടയ്ക്ക് എന്നെ വിളിച്ചു പറഞ്ഞു, സ്നേഹ വളരെ പുവർ റിപ്പോർട്ടാ, എന്നാ ചെയ്യണ്ടേ, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, വേദന സഹിക്കണം, അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ എടുക്കുന്ന മരുന്നുകളൊക്കെ എന്റെ കാലിനെ എഫക്ട് ചെയ്യാൻ തുടങ്ങി. എനിക്ക് നടക്കാൻ വയ്യ, എനിക്ക് കാലിന് നീറ്റല്, എനിക്ക് കാലിന് ഇങ്ങനെ സെൻസേഷൻ ഇല്ലാതെ വരുന്നു. അങ്ങനെ ഒത്തിരി 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 കാര്യങ്ങളെ കൂടെ ഞാൻ പോകും. പക്ഷെ ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവം ഇതൊക്കെ വരുമ്പം ഞാൻ വേദന സഹിക്കാം, ഞാൻ ഹീലിംഗിന് വേണ്ടി വെയിറ്റ് ചെയ്യാം, പക്ഷെ ഇത് സഹിക്കാനുള്ള കൃപ എനിക്ക് തരണം, എന്റെ സഫറിങ് കുറയ്ക്കണം, എന്റെ ഈ നമ്മൾ കഷ്ടപ്പാട് എന്റെ കുറയ്ക്കണം. അങ്ങനെ അങ്ങനെ ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് ഞാനത് മെയിൻ പറയാൻ വന്നത്, ഞാൻ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ദൈവം എന്നോട് ഇങ്ങനെ സംസാരിക്കുക, ദ പവർ ഓഫ് ഹീലിംഗ് ഇസ് ഇൻ യുവർ ഹാൻഡ്സ്. നിന്നെ സൗഖ്യമാക്കുന്ന ശക്തി ഞാൻ നിന്റെ കയ്യിൽ നിനക്ക് തന്നേക്കുന്നത്. അങ്ങനെ ദൈവം എന്നോട് പറഞ്ഞപ്പം ഞാനിങ്ങനെ ദൈവത്തോട് പറഞ്ഞു, ദൈവം ഞാൻ എന്റെ സ്ക്രീനിൽ കൈവച്ച് പ്രാർത്ഥിക്കും. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഉപവാസ പ്രാർത്ഥന കഴിയാറായി. ലാസ്റ്റ് സൺഡേ ആണ് നമ്മൾ കത്രുമേശ. സാറ്റർഡേ ആയപ്പോഴത്തേക്ക് ഞാനിങ്ങനെ ചർച്ചിൽ പോയി. അപ്പോഴത്തേക്ക് ഞാൻ നോക്കിയപ്പോ എന്റെ സ്പ്ലീൻ വേദന, എനിക്ക് അതിലും വേദന തോന്നുന്നില്ല. ഞാൻ മരുന്ന് കഴിക്കാൻ മറന്നുപോയാന്ന്. അപ്പൊ ഞാൻ പ്രാർത്ഥനയ്ക്ക് പോയിരുന്നപ്പോ എനിക്ക് വേദന തോന്നുന്നില്ല. അപ്പൊ ഞാൻ ഒത്തിരി എനിക്ക് ഇതെന്റെ തോന്നലാണോ അതോ ഇനി എനിക്ക് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ ഞാൻ പെട്ടെന്ന് പാസ്റ്ററിനെ വിളിച്ചു പറഞ്ഞു, പാസ്റ്റർജി എന്റെ വേദന പോയി, എന്റെ സ്പ്ലീൻ ഓക്കെ ആണെന്നാ തോന്നുന്നേന്ന് ഞാൻ അങ്ങനെ പറഞ്ഞു. അപ്പൊ പാസ്റ്റർ പറഞ്ഞു, കുഞ്ഞെ നിനക്ക് സൗഖ്യമായതാ, തോന്നലാണെന്ന് പറയല്ല, നിനക്ക് ദൈവം സൗഖ്യം തന്നതാ. അടുത്ത ദിവസം ഞാൻ കത്രുമേശ എടുത്തപ്പോ എനിക്ക് ചർച്ചിൽ ഞാൻ പോകുമ്പോ എനിക്ക് വേദന ഉണ്ട്. അപ്പൊ ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ ഇത് മാത്രമേ ഉള്ളൂ മാറാൻ, എന്റെ പനിയും അപ്പോഴത്തേക്ക് മാറി തുടങ്ങിയായിരുന്നു. ഞാൻ ദൈവമേ എന്റെ വേദന എങ്ങനെയാലും മാറ്റണം. അങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ ക്വയറിൽ ഞാൻ പാടൂല, ഞാൻ സ്റ്റേജിൽ കയറി പാടി. അന്ന് പാസ്റ്റർ എന്നോട് പറഞ്ഞു, സ്നേഹ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വരാൻ പറഞ്ഞു. ഞാൻ ഇറങ്ങി വന്ന് പാസ്റ്ററിന്റെ തലയെ കൈ വെച്ച് പ്രാർത്ഥിച്ചു. അപ്പൊ എനിക്ക് പെട്ടെന്ന് ഒരു ഹോളി സ്പിരിറ്റിന്റെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായി. ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ഞാൻ കത്രുമേശ എടുത്ത് ഞാൻ താഴെ വന്ന് എനിക്ക് അപ്പൊ വേദന ഇല്ലെന്നൊന്നും എനിക്ക് അറിയത്തില്ല. ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ വേദന കംപ്ലീറ്റ്ലി മാറി. അങ്ങനെ ഒരു അനുഭവം എന്റെ ജീവിതത്തിൽ വന്നു. അതിൽ ഞാൻ ഒത്തിരി ദൈവത്തോട് എനിക്ക് നന്ദിയല്ലാതെ ഒന്നും പറയാനില്ല. കാരണം എനിക്കറിയാം, എനിക്കൊരു കാര്യം പറയാം, ഇതെല്ലാത്തിന്റെ പുറകിലെ പ്രാർത്ഥന മാത്രമാണ്. നമ്മൾ പ്രാർത്ഥനയ്ക്ക് ഒത്തിരി പവറുണ്ട്. പിന്നെ എനിക്ക് വേറെ ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറയാനുള്ളത്, ഞാൻ ഓർക്കുന്ന ഇതെല്ലാം പ്രോസസ്സിൽ ഒത്തിരി പേര് എന്നോട് പറഞ്ഞു, നീ സ്ട്രെസ് ആവരുത്, മെന്റലി അൺസ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ അത് ഭയങ്കര പാടായിരിക്കും. പക്ഷെ എനിക്ക് ഇത്ര അറിയാം, വിശ്വാസം അത് മാത്രമാണ് എന്റെ സാക്ഷ്യം. കാരണം ഞാൻ വിശ്വസിച്ചു, ദൈവം എന്നെ സൗഖ്യമാക്കി. നമ്മുടെ ജീവിതത്തിന്റെ പല വഴികൾ കൂടെ പോവാം, നമുക്ക് കഷ്ടത ഉണ്ട്. ദൈവം ഒരിക്കലും പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് കഷ്ടപ്പാടും ബുദ്ധിമുട്ടും അങ്ങനെ ഒന്നും ഇല്ലെന്ന് ദൈവം പറഞ്ഞിട്ടില്ല. പക്ഷെ അതിൽ കൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവം നമ്മുടെ കൈ പിടിച്ച് നമ്മളോട് കൂടെ നടക്കും. അതൊരു ഒരു പ്രോമിസ് ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തു. അപ്പൊ ഞാൻ ഓർത്തു, ഇങ്ങനെ ദൈവം എനിക്ക് എന്നെ വീട്ടിൽ വന്ന് നോക്കുന്ന കുറെ നഴ്സസ്മാരോടും കുറെ ഡോക്ടേഴ്സ്മാരോടും ഒക്കെ സുവിശേഷം പറയാനുള്ള ഒരു കൃപ ദൈവം എനിക്ക് തന്നു. കാരണം അവരൊക്കെ എന്നെ കണ്ടതാ ഞാൻ എത്ര വയ്യാതിരുന്നത്. അവർക്ക് മനസ്സിലായിരുന്നു എന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്നോട് പറഞ്ഞായിരുന്നു, എന്റെ പ്രോഗ്നോസിസ് ഒക്കെ വളരെ പോരാ, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ആ സമയത്ത് അവരെ കണ്ടുകൊണ്ടിരുന്ന ദൈവം എന്നെ എങ്ങനെ സൗഖ്യമാക്കി, ദൈവം എന്നെ കട്ടിലേന്റെ അടുത്ത് എങ്ങനെ എന്നെ നടത്തി എന്ന് അവർ കണ്ടപ്പോ അവർക്ക് പോലും അത് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു രീതിയായപ്പോ എനിക്ക് ആ ബോൾഡിനെസ് അപ്പോഴാണ് കിട്ടുന്നത്, ഞാൻ ഇവരോട് സുവിശേഷം പറയണം. അപ്പൊ ഞാൻ ഇവരോട് പറയാൻ തുടങ്ങി, ഇതാണ് എന്റെ യേശു എന്നെ നിങ്ങൾക്ക് ആരും നിങ്ങളെ വിശ്വസിക്കുന്നോന്ന് എനിക്ക് അറിയത്തില്ല, നിങ്ങൾ പ്രാർത്ഥിക്കുന്നോന്ന് അറിയത്തില്ല, പക്ഷെ ഇങ്ങനെ യേശു ഉണ്ട് ഇവിടെ. കാരണം ഇവിടുത്തെ രാജ്യത്തുള്ള എല്ലാ നഴ്സസ്മാരാ. അപ്പൊ അവരോടൊക്കെ പറയാൻ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. പക്ഷെ അവർ കണ്ടല്ലോ എനിക്ക് ഇങ്ങനെ ഉള്ളതുകൊണ്ട് പിന്നെ എനിക്ക് പറയാൻ ഒരു ബുദ്ധിമുട്ടില്ല. ഞാൻ എന്റെ ഈ ടെസ്റ്റ് മണി എല്ലാരോടും, എന്റെ ഡോക്ടേഴ്സിനോടും എന്റെ കൺസൾട്ടന്റും എന്നെ നോക്കി എല്ലാവരോടും പറഞ്ഞു, എന്നെ യേശു സൗഖ്യമാക്കി. ഞാൻ പറഞ്ഞു, നിങ്ങളൊന്നും ചെയ്തിട്ടില്ലെന്നല്ല, നിങ്ങൾ നിങ്ങളുടെ ബെസ്റ്റ് ചെയ്തു. പക്ഷെ നിങ്ങൾക്കറിയാം എന്റെ ഈ അസുഖം മനുഷ്യന്മാർക്ക് ഒരിക്കലും ഓക്കെ ആക്കാൻ പറ്റാത്തൊരു അസുഖമായിരുന്നു. ആൾക്കാർ 9-10 വർഷമായിട്ട് ഇത് ആയിട്ട് ഭാരപ്പെടുന്നു. എനിക്ക് 4 പ്രാവശ്യം അവർ ബ്രൂസലോസിസ് ടെസ്റ്റ് ചെയ്തു. എന്നാൽ എനിക്ക് നെഗറ്റീവ് ആയിട്ട് വന്നു.
TB ടെസ്റ്റ് ചെയ്ത് നെഗറ്റീവായിട്ട് വന്നു. അങ്ങനെ ദൈവം എന്നെ ഇങ്ങനത്തെ ഒരു മാർഗത്തിൽ കൂടെ നടത്തിയതിനായിട്ട് ഞാൻ ഒത്തിരി നന്ദി പറയുന്നുണ്ട്. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാ ദൈവമക്കളിന് വേണ്ടി ഞാൻ നന്ദി പറയുന്നു. കാരണം എനിക്കറിയാം ഈ സമയത്തിൽ കൂടെ ഞാൻ മാത്രമല്ല, എന്റെ ഫുൾ ചർച്ച്, എന്റെ അച്ഛൻ, മമ്മി, ഡാഡി എല്ലാരും ഒരു റോളർ കോസ്റ്ററിന് പോലെ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂടെ പോയെ. പക്ഷെ അതിലൊക്കെ ദൈവം ഞങ്ങളെ ഒരുമിച്ച് ഒന്നായിട്ട് ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കാനും ദൈവത്തോട് കൂടുതൽ അടുക്കാനുള്ള ഒരു ചാൻസ് എനിക്ക് തന്നു. അപ്പൊ ദൈവം എനിക്ക് ഈ പുതിയ ജീവിതം തന്നെങ്കിൽ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കണം, അത് മാത്രമാണ് എന്റെ ആഗ്രഹം. അപ്പൊ ഞാൻ എന്റെ സാക്ഷ്യം പലർക്ക് എത്തണം, പലരെ കേൾക്കണം. പലർക്ക് അത് ഈ ദൈവം ഇന്നും ജീവനോട് ഉണ്ട്, നമ്മളെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. നമ്മുടെ ചിന്തയ്ക്ക് പോലും ചിന്തിക്കാൻ വയ്യാത്ത രീതിയിൽ ദൈവം സൗഖ്യമാക്കും. അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് ദൈവം എന്റെ ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ചെറുപ്പം തൊട്ട് ഞാൻ പറയാൻ പോയത് എനിക്ക് ഒത്തിരി ഉണ്ട് പറയാൻ. ഞാൻ 2 പ്രാവശ്യം സത്യം പറഞ്ഞ കിഡ്നാപ്പ് ആയതാ. ദൈവം അവിടുന്ന് എന്നെ രക്ഷിച്ചതാ. പിന്നെ ഞാൻ ഹോസ്റ്റലിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പം സത്യം പറഞ്ഞ ഒരു ഫാൻ എടുത്ത് തലേ വീണ് ഞാൻ മരിച്ചു പോകേണ്ടതാ. അങ്ങനെ ആ സമയത്ത് ഞാൻ ഹോസ്റ്റലിലെ സൈഡിൽ എപ്പോഴും കിടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഞാൻ ഈ ഫാൻ വേണമെന്ന് ഓർത്തിട്ട് എന്റെ കട്ടിലിങ്ങനെ സെന്ററിൽ കൊണ്ടുവെക്കും. അന്ന് ഭയങ്കര മഴയും കാറ്റായതുകൊണ്ട് ഞാൻ ഓർത്തു മഴയും കാറ്റും ഫാനും കൂടെ ആയിക്കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പാകുമെന്ന് ഓർത്തിട്ട് ഞാൻ അങ്ങ് സൈഡിൽ തന്നെ കിടന്നു. അന്ന് ഞങ്ങളുടെ ഫാൻ ഹോസ്റ്റലിൽ മേടുന്ന് താഴെ വീണ് ആ 5-6 ടൈൽസ് പൊട്ടി, ബ്ലേഡൊക്കെ മുറിഞ്ഞ് കഷ്ണമായി. അങ്ങനെ അവിടെ ദൈവം എന്നെ രക്ഷിച്ചതാ. പിന്നെ ഞാൻ എന്റെ MSc പഠിച്ചുകൊണ്ടിരുന്നപ്പോ എനിക്ക് കണ്ടിന്യൂസ് കണ്ണിലെ സ്റ്റൈ എന്ന് പറഞ്ഞൊരു അസുഖം വന്നോണ്ടിരിക്കും. അപ്പൊ എനിക്ക് അച്ഛന്റെ ആലോചന വരുന്ന സമയത്ത് ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ ഞാൻ ഇതുവരെ ഞാൻ സഹിച്ചു 2 വർഷം എനിക്ക് കണ്ടിന്യൂസ് കണ്ണിലെ പസ് വന്നോണ്ടിരിക്കും, ഇങ്ങനെ കുരുകൾ വന്നോണ്ടിരിക്കും. അപ്പൊ ഞാൻ ദൈവത്തോട് പറഞ്ഞു, ഞാൻ കല്യാണമൊക്കെ കഴിച്ച് പോയി കഴിഞ്ഞാൽ, ഒരു വീട്ടിൽ പോയി കഴിഞ്ഞാൽ കല്യാണത്തിന് ദിവസമൊക്കെ ഇങ്ങനെ സ്റ്റൈ വന്നു കഴിഞ്ഞാൽ വളരെ വൃത്തികേടായിരിക്കും. ദൈവമേ എനിക്കൊരു സൗഖ്യം വേണം. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എന്റെ സൗഖ്യം മാറ്റി. അത് കഴിഞ്ഞ് എനിക്ക് കുഞ്ഞുണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ദിവസം അവൾ എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിക്കാൻ വന്നപ്പോ അവളുടെ നഖം എന്റെ കൈ ഇങ്ങനെ കണ്ണിൽ കൊണ്ട് എനിക്ക് കോർണിയൽ ഫുൾ ടയറായി, എന്റെ കണ്ണിന്റെ ഫുൾ 2 കഷ്ണമായി മാറി അകത്തെ ലെൻസ്. അങ്ങനെ വന്ന് അവരെന്നോട് പറഞ്ഞു, ഇനി ഇത് റിപ്പീറ്റ് ആയിട്ട് വന്നാൽ നീ ബ്ലൈൻഡ് ആയി പോകും, ഇതിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ കാരണം എനിക്ക് പിന്നെയും ഇത് വരുമായിരുന്നു. അങ്ങനെ ഞാൻ UK വരുന്ന മുന്നേ ഒരു പാസ്റ്റർ എന്നേക്ക് ഇങ്ങനെ ഒരു പ്രൊഫസി തന്ന, നിനക്ക് മുഖത്തൊരു അസുഖമുണ്ട്. അപ്പൊ ഞാനത് മറന്നുപോയായിരുന്നു എനിക്ക് ഇങ്ങനെ അസുഖം ഉണ്ടെന്ന്. കാരണം കണ്ണാവുമ്പോ നമ്മൾ അങ്ങനെ ഓർക്കത്തില്ലല്ലോ. പക്ഷെ ആ പാസ്റ്റർ പറഞ്ഞ കൈ വെച്ച് ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുന്ന എനിക്ക് ഇങ്ങനെ സൗഖ്യം ഉണ്ടാവും. അങ്ങനെ ഞാൻ പിന്നെ ഓർത്തെ, ഞാൻ കൈവച്ച് ആ പാസ്റ്റർ പ്രാർത്ഥിച്ചപ്പോ പിന്നെ എനിക്ക് ആ അസുഖം വന്നിട്ടില്ല. അങ്ങനെ പല 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 സ്റ്റേജസിൽ കൂടെ ദൈവം എന്നെ കൊണ്ടുപോയി. പക്ഷെ അതിനെല്ലാം ദൈവം എന്നെ പുറത്ത് കൊണ്ടുവന്നതിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നത്. താങ്ക് യു മോളെ. ഞാൻ ലാസ്റ്റ് പറയാൻ തുടങ്ങുമായിരുന്നു, പിന്നെ ചെറിയ പ്രായത്തിൽ ഒത്തിരി അനുഭവങ്ങൾ പറയാൻ ബാക്കിയുണ്ടല്ലോ, അത് പറയണം. കാരണം നമ്മൾ നേരെ ഡയറക്റ്റ് അങ്ങ് നമ്മുടെ ആ ഒരു അസുഖത്തിൻ്റെ കാര്യത്തിലേക്ക് അങ്ങ് കടക്കുകയായിരുന്നു. പക്ഷേ ആസാദിയുടെ ഒരു രീതി, ഒരു ലൈഫ് ടൈം എക്സ്പീരിയൻസ് മുഴുവൻ പറയുന്ന രീതി നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പം ഞങ്ങൾക്ക് ഞാൻ ഷോർട്ടില് പറഞ്ഞത് കാരണം എനിക്ക് ഒത്തിരി അതിൽ തന്നെ കുറെ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ആദ്യം അങ്ങ് പറഞ്ഞു, ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യം ഒന്ന് പറഞ്ഞു. അതുകൊണ്ട് ചെറിയ പ്രായത്തിലെ അനുഭവങ്ങൾ പറയാം കേട്ടോ. ജീവിതത്തിലുണ്ടായ സ്പിരിച്വൽ എൻകൗണ്ടേഴ്സ്, പെന്റിക്കോസ്റ്റൽ കുടുംബത്തിൽ ജനിച്ചതെങ്കിലും സ്വാഭാവികമായിട്ട് കർത്താവിനെ അറിഞ്ഞ അനുഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. ഞാൻ പറയാം. അപ്പൊ ഞാൻ ഒരു 5 വയസ്സായിരുന്നപ്പോഴേ ആദ്യത്തെ എന്റെ അനുഭവം എന്ന് പറഞ്ഞാൽ, ഞങ്ങള് മുംബൈയില് ഒരു കുഞ്ഞു സ്ഥലത്തായിരുന്നു താമസിച്ചിട്ടുണ്ടെന്ന്. അപ്പൊ അവിടെ ആണെങ്കിൽ ഒരു ദിവസം ഞാനും എന്റെ വേറെ ഒരു കൂട്ടുകാരിന്, കുഞ്ഞാണല്ലോ 5 വയസ്സായി, ഞങ്ങൾ പുറത്ത് കളിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഞാനൊരു റെഡ് ടീഷർട്ട് ഇട്ടുകൊണ്ട് ഇങ്ങനെ നടക്കുക. അപ്പൊ ഒരു വലിയ ബുള്ള് എന്നെ വന്ന് ഇങ്ങനെ ബുള്ളിന്റെ കൊമ്പത്തി നിന്ന് പിടിച്ച് എന്നെ ഇങ്ങനെ മേളി പൊക്കി ഇങ്ങനെ കറക്കാൻ തുടങ്ങിയപ്പം അതിങ്ങനെ ജനറലി ബുള്ള് ഇങ്ങനെ റെഡ് കളർ കാണുമ്പോ ഇങ്ങനെ വന്ന് അറ്റാക്ക് ചെയ്യുമല്ലോ. അതൊക്കെ മുംബൈയില് ആ സമയത്തൊക്കെ വളരെ കോമൺ ആയിരുന്നു. അങ്ങനെ വന്ന് അറ്റാക്ക് ചെയ്തപ്പോ എല്ലാവർക്കും കണ്ടപ്പം പേടിയായി. പെട്ടെന്ന് അപ്പുറത്തെ ഒരു കടക്കാരൻ വന്ന് എന്നെ അവിടുന്ന് രക്ഷിച്ച്. അങ്ങനെ ഞാൻ ചെറുപ്രായത്തിൽ അവിടുന്ന് ദൈവം എന്നെ ഒന്ന് രക്ഷിച്ചെന്ന് പറയാം. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ ഞങ്ങൾ വേറൊരു സ്ഥലത്തോട്ട് മാറി. അപ്പൊ ഞാൻ എന്റെ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ മമ്മി അന്ന് കൂടെ വീട്ടിലുണ്ട്. മമ്മിക്ക് ഭയങ്കര തലവേദന ആയപ്പോ ചേച്ചിക്ക് സ്കൂളിൽ പോകണം. അപ്പൊ ഞാനിങ്ങനെ മമ്മീനോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ചേച്ചിനെ റിക്ഷയിൽ കൊണ്ട് ഡ്രോപ്പ് ചെയ്യാം, താഴെ നമ്മൾ സി ഓഫ് ചെയ്യാൻ പോവല്ലോ, അങ്ങനെ പോവാം. എന്നിട്ട് മമ്മീനോട് പറഞ്ഞു, മമ്മി വരണ്ട. എന്നിട്ട് ഞാൻ കീ
കൊണ്ടുപോകാം, ചാവി കൊണ്ടുപോയിക്കോളാം, വീട് ലോക്ക് ചെയ്താൽ മതി. അപ്പം അത് നൈറ്റ് ലാച്ച് പോലെയാണല്ലോ, ഇങ്ങനെ വലിച്ചാൽ നമുക്ക് അടിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ പോയി ഞാന് ചേച്ചിനെ സി ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ലിഫ്റ്റിനെ നിൽക്കുക. അപ്പൊ ലിഫ്റ്റ് ഞങ്ങള് ഒരു സെക്കൻഡ് ഫ്ലോറിലാണ് താമസിക്കുന്നത്. അപ്പൊ ലിഫ്റ്റ് ഇങ്ങനെ ആരാണ്ട് ഇങ്ങനെ തുറന്നു വെച്ചതെന്ന് പോലെ. പിന്നെ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യുക. അപ്പൊ ഞാനിങ്ങനെ താഴ്ന്ന് ശബ്ദം കൊടുക്കുന്നുണ്ട്, ലിഫ്റ്റ് അടിക്കാന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് ആ ലിഫ്റ്റ് ആളിന്റെ മേളിൽ നിന്ന് അടിച്ചു. ഞാൻ ലിഫ്റ്റിന് മേളിൽ ഞാൻ സെക്കൻഡ് ഫ്ലോറിൽ കയറി വന്നപ്പോ ഒരു മനുഷ്യൻ അവിടെ നിൽക്കുന്നു. ആ മനുഷ്യനോട് ചോദിച്ചു, ഈ അപ്പുറത്ത് വീട്ടില് ആളെ താമസിക്കുന്നത് നിനക്കറിയാവുന്ന, ഇങ്ങനെ എന്നോടൊരു കോൺവെർസേഷൻ. അപ്പൊ ഞങ്ങൾ ആ സമയത്ത് വീട് മാറി. ഇപ്പൊ അതൊരു പുതിയ ഒരു ബിൽഡിംഗ് ആയിരുന്നു. അപ്പൊ ആൾക്കാർ ഇങ്ങനെ വന്ന് തുടങ്ങിയതേ ഉള്ളൂ. അപ്പൊ ഞങ്ങളുടെ ഇങ്ങനെ ഒരു മുംബൈയിലെ ഫ്ലാറ്റ് ആണല്ലോ, അപ്പൊ ഇങ്ങനെ ഒരു വലിയ പാസേജ് ഉണ്ട് ഇടയ്ക്ക്. അപ്പൊ ആ സമയത്ത് ആ എൻഡിൽ ആരും അങ്ങനെ താമസിക്കുന്നില്ല. അത് കുറച്ച് ഇരുട്ട്, അവിടുത്തെ ലൈറ്റ് ഒക്കെ ഓഫ് ആണ്. അപ്പൊ അയാൾ തന്നെ അവിടെ, അപ്പൊ ഞാൻ പറഞ്ഞു അവിടെ ആരും ഇല്ല. അപ്പൊ പറഞ്ഞു ആ വീട് എന്തോ എന്നെ ഒന്ന് കാണിക്കാവോ. അപ്പൊ ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് പഠിപ്പിക്കില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ശരി കാണിക്കാന്ന് പറഞ്ഞ് ഞാൻ അയാളുടെ കൂടെ പോവാ. അപ്പൊ മമ്മി എന്നെ ഇങ്ങനെ ഓർത്തു, ഞാൻ ഇത്രയും നേരമായിട്ട് എന്താ വരാഞ്ഞ്. ഇപ്പൊ ചാവി എന്റെ കയ്യിലുള്ളത് അയാൾ കണ്ടായിരുന്നു താഴെ വെച്ച് തന്നെ. അപ്പൊ ഞാനിങ്ങനെ അപ്പൊ അയാൾ ഇങ്ങനെ ഓർത്ത് കാണാം എന്റെ വീട്ടിൽ ആരും ഇല്ല, ചാവി എന്റെ കയ്യിലുള്ളതുകൊണ്ട്. അപ്പൊ മമ്മി ഇങ്ങനെ ഈ കീ ഹോളിനകത്തുനിന്ന് കണ്ടപ്പോ മമ്മി ആരാണ്ട് ഒരു അൺനോൺ ഒരു മനുഷ്യനായിട്ട് ഞാൻ കോൺവെർസേഷൻ ചെയ്യുന്ന പോലെ കണ്ടപ്പോ മമ്മി പെട്ടെന്ന് നൈറ്റ് ലാച്ച് ഇങ്ങനെ തുറന്ന് കഥ തുറന്ന് എന്നെ പേര് വിളിച്ചപ്പം പുള്ളിക്കാരന്റെ കയ്യില് കുറെ മയക്ക് മരുന്നും അങ്ങനെ എന്നെ മയക്കാനുള്ള എല്ലാ പരിപാടികളൊക്കെ പുള്ളിക്കാരന്റെ കയ്യിലുണ്ട്. അയാൾ പേടിച്ചിട്ട് അതെല്ലാം വെച്ചിട്ട് അയാൾ എറിഞ്ഞിട്ട് അയാൾ അങ്ങ് ഓടിപ്പോയി. അന്നപ്പോ എനിക്ക് മനസ്സിലായി എന്നെ അയാള് മയക്ക് മരുന്ന് വെച്ച് എന്നെ മീൻസ് എന്താ പറയുക അങ്ങനെ ചെയ്തിട്ട് ഞങ്ങളുടെ വീട് അറ്റാക്ക് ചെയ്യാൻ അങ്ങനെ ഒരു പ്ലാൻ ആയിരുന്നു അയാൾ. അങ്ങനെ ഞാനൊരു എന്റെ മമ്മി ഡാഡി പാസ്റ്റാണെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഒരു വിശ്വാസം ഉള്ള ജീവിതം തന്നെ ഞാൻ നയിച്ചു. പക്ഷെ എനിക്ക് അങ്ങനെ ഞാൻ എന്റെ ജീവിതം നോക്കുമ്പോ എനിക്ക് ഒത്തിരിയേറെ സ്ട്രഗിൾസും ട്രയൽസ് ആൻഡ് ട്രിബുലേഷൻസും, എനിക്ക് കുഞ്ഞു കുഞ്ഞു കാര്യത്തിൽ പോലും ഒരു കാര്യം പോലും സ്ട്രഗിൾ ചെയ്യാതെ എനിക്ക് കിട്ടത്തില്ല. ഞാനിപ്പോ എനിക്കൊരു കുഞ്ഞ് കാര്യം വേണമെങ്കിൽ അത് ഞാൻ ദൈവത്തോടെ ഇരുന്ന് കുറെ പ്രാർത്ഥിക്കണം. എന്നിട്ട് അതിൽ കുറെ ഞാൻ സ്ട്രഗിൾസിൽ കൂടെ പോകും. പക്ഷെ ലാസ്റ്റ് എനിക്കത് കിട്ടും, ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ ഞാൻ എന്റെ ജീവിതം തിരിഞ്ഞു നോക്കുമ്പം അപ്പൊ ഞാൻ ഓർക്കുന്നു, ഞാൻ എന്താ പറയാൻ മറന്നുപോയി. ഞാൻ വയ്യാതിരുന്നപ്പോ ദൈവം എന്നോട് ഒരു കാര്യം കൂടെ പറഞ്ഞായിരുന്നു, നീ വന്ന വഴികളൊന്നും മറന്നുപോകല്. സങ്കീർത്തനം 103:2 പറയുന്നു, ഞാൻ ഇംഗ്ലീഷിൽ പറയാം, ബ്ലസ് ദി ലോർഡ് ഓ മൈ സോൾ ആൻഡ് ഫോർഗെറ്റ് നോട്ട് ഓൾ ഹിസ് ബെനിഫിറ്റ്സ്. നമ്മൾ വന്ന വഴികളൊന്നും നമ്മൾ മറക്കാൻ പാടില്ല. ദൈവം എന്നെ അതൊക്കെ ഒരു എന്ത് പറയുന്ന ഒരു സ്റ്റോറി പോലെ എന്റെ കൺമുൻപിൽ എല്ലാം കാണിച്ചു. ഞാൻ എന്റെ ചെറുപ്പം തൊട്ട് വളർന്നു വന്നപ്പോൾ ഞാൻ പോയ ഓരോരോ സാഹചര്യം കൂടെ എല്ലാം ദൈവം എന്നെ കാണിച്ചു. അവിടെ നിന്നൊക്കെ ദൈവം എന്നെ വിടുവിച്ചല്ലോ. അങ്ങനെ ഒരു സ്റ്റോറി പോലെ ദൈവം എന്നെ കാണിച്ചു. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞ ഞാനിങ്ങനെ സ്കൂളിലൊക്കെ ഞാനിങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഒത്തിരി ഉണ്ട്. അത് ഞാൻ ഇലാബറേറ്റ് ചെയ്യുന്നില്ല. ഞാൻ മെയിൻ കാര്യങ്ങൾ പറയാം. ഞാൻ അത് എന്റെ സ്കൂൾ പഠിച്ചു, അത് കല്യാണം തന്നെയായിരുന്നു. ഞാൻ കോളേജിൽ നഴ്സിംഗ് പഠിക്കാൻ പോയത് പൻവേല് MGM എന്ന് പറഞ്ഞ കോളേജിലാണ് ഞാൻ നഴ്സിംഗ് പഠിച്ചത്. അവിടെ പഠിച്ചുകൊണ്ടിരുന്നപ്പോ അവിടെ ഹോസ്റ്റലിൽ താമസിക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ അവിടെ ആ സമയത്താണ് കാരണം സ്നാനപ്പെട്ടതാ അതൊക്കെ ഉണ്ട്. പക്ഷെ ദൈവത്തെ നമ്മൾ കൂടുതൽ അറിയുന്നത് നമ്മൾ ഓരോരോ സാഹചര്യത്തിൽ കൂടെ പോകുമ്പോൾ മാത്രമാണ്. നമ്മളൊരു പെന്തിക്കോസ്ത് ഫാമിലി ജനിച്ചുകൊണ്ടും നമ്മൾ ഒരിക്കലും സ്പിരിച്വൽ ആവാൻ പറ്റത്തില്ല. അതാണ് എന്റെ ഒരു കാഴ്ചപ്പാട്. എനിക്ക് മനസ്സിലായത്. അവിടെ എനിക്കൊരു പ്രയർ ഗ്രൂപ്പ് ഒക്കെ കിട്ടി. അങ്ങനെ ഞങ്ങള് ചെറുതായിട്ട് പ്രാർത്ഥിക്കാനൊക്കെ തോന്നി. പക്ഷെ ഒരു ഫുൾ ട്രാൻസ്ഫോർമേഷൻ ഒന്നും എന്റെ ജീവിതത്തിൽ വന്നില്ല. എനിക്ക് ഇങ്ങനെ ദൈവം എന്റെ ജീവിതത്തിൽ ഓരോ നന്മകൾ ചെയ്യുമ്പോൾ അപ്പൊ ഞാൻ ഓർക്കും എനിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. പക്ഷെ പിന്നെ അത് കഴിഞ്ഞിട്ട് ആ പ്രായത്തിന്റെ ആയിരിക്കും. പിന്നെ ഞാൻ അധികം അങ്ങ് പ്രാർത്ഥിക്കും. കാരണം ഡാഡിയും മമ്മിയും അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ ആണല്ലോ വീട്ടില്. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ദൈവത്തോടൊരു സ്നേഹമോ അടുപ്പമോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നെന്ന് എനിക്ക് പറയാൻ പറ്റും. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ലോക്കിൽ ജോലി ചെയ്തോണ്ടിരുന്ന സമയത്ത് എനിക്ക് ഒത്തിരി ട്രാവലിംഗ് ഉണ്ട്. അപ്പൊ ഞാൻ ട്രാവലിംഗ് ചെയ്ത് വീട്ടിൽ വരുന്ന സമയത്ത് ഞാൻ ഈവനിങ് ഡ്യൂട്ടി കഴിയുമ്പോൾ 11:30 ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്നത്. അപ്പൊ ഞാൻ വീട്ടിൽ വരുന്ന 1 മണിയാവും കല്യാണമൊക്കെ വരുമ്പോഴത്തേക്ക്. അപ്പൊ ഒരു ദിവസം ഞാനിങ്ങനെ ട്രെയിനില് ഞാൻ കമ്പാർട്ട്മെന്റിലേക്ക് നിൽക്കുമ്പം ഞാൻ നോക്കുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ ലേഡീസ് കമ്പാർട്ട്മെന്റിൽ കയറാൻ. അപ്പൊ ഒരു മനുഷ്യൻ എന്നെ ഇങ്ങനെ ചേസ് ചെയ്യുന്നുണ്ട് കുറെ നേരമായിട്ട്. അപ്പൊ ഞാനിങ്ങനെ എന്റെ മനസ്സിൽ ഇങ്ങനെ വരുന്നുണ്ട്, ഞാൻ ഇനി ഈ വണ്ടിക്കകത്ത് കയറി കഴിഞ്ഞാൽ ഇയാൾ എന്നെ പുറകെ കയറി ഇയാളെ വണ്ടിനകത്ത് നിന്ന് എന്നെ തള്ളിയിടും. കാരണം അതൊക്കെ മുംബൈയിൽ വളരെ കോമൺ ആണല്ലോ, ആൾക്കാരെ കൊന്നിടുന്നത്, ട്രെയിനിനകത്ത് നിന്ന് തള്ളിയിടുന്നതൊക്കെ. അപ്പൊ എന്നെ ഒത്തിരി നേരമായിട്ട് ചേസ് ചെയ്യുന്നുണ്ട്.
ഉണ്ട്. അപ്പൊ ഒരു വണ്ടി വന്ന് ഞാൻ എന്നെ വിട്ടു. ഞാനിങ്ങനെ ആൾക്കാർ തപ്പി ഞാൻ ആ സ്റ്റേഷനിൽ കുറെ മനുഷ്യന്മാരൊക്കെ ഉണ്ട്, അവരുടെ അടുത്ത് പോയി നിൽക്കുക. അത് കഴിഞ്ഞിട്ട് അടുത്ത വണ്ടി വന്നപ്പം ഞാൻ നോക്കിയപ്പം പിന്നെയും ലേഡീസ് കമ്പാർട്ട്മെന്റ് ഫുൾ എം ടി. അപ്പൊ പെട്ടെന്ന് എന്റെ മനസ്സിൽ വന്നു, ഞാൻ ഓടി ചാടി കയറി ജെന്റ്സ് കമ്പാർട്ട്മെന്റിലോട്ട് അങ്ങ് കയറിയപ്പോഴത്തേക്ക് ഈ മനുഷ്യന് എന്റെ പുറകെ കയറി എന്നെ ഇങ്ങനെ ഉപദ്രവിക്കാൻ വരുന്ന സമയത്ത് അവിടുത്തെ കുറെ മനുഷ്യന്മാർ അവനെ അടിച്ച് ട്രെയിനിൽ നിന്ന് പുറത്താക്കി. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്ന്, ആ ഒരു സിറ്റുവേഷനകത്തുനിന്ന് ദൈവം എന്നെ വളരെ, ഞാനിപ്പോ ഓർക്കുമ്പോ അതൊക്കെ വളരെ ടെററായ കാര്യങ്ങളാണ്. പക്ഷെ ദൈവം ഒത്തിരി നൈസായിട്ട് എന്നെ അതിനകത്തു നിന്നൊക്കെ ഞാൻ കടന്നുപോയെങ്കിലും ദൈവം അതിനകത്തു നിന്നൊക്കെ എന്നെ വിടുവിച്ചു. അതേപോലെ അത് കഴിഞ്ഞിട്ട് നഴ്സിംഗില് ഞാനിങ്ങനെ ഞാനിപ്പോ ഓർക്കും, എനിക്ക് നല്ലൊരു സ്ഥലത്ത് ജസ്റ്റ് ലോക്കിൽ എനിക്ക് ജോലി കിട്ടി. അവരെനിക്ക് മെഡിക്കൽ ടെസ്റ്റ് ചെയ്യാൻ പോയപ്പം എന്നോട് പറഞ്ഞു, നോർമൽ നമ്മൾ മെഡിക്കൽ ടെസ്റ്റ് ഒക്കെ ചെയ്യുമല്ലോ, അത് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ ചെയ്യാം. അപ്പൊ അവരുടെ ഒരു ECG ചെയ്തപ്പം പേടി കാരണമായിരിക്കും ഒരു വേരിയേഷൻ പോലെ അവർ കണ്ടു. ആ വേരിയേഷൻ ഒരു ജൂനിയർ ഡോക്ടറുടെ കയ്യിലെത്തിയ എനിക്ക് അവരെന്നോട് പറഞ്ഞു, ECG ഒരു വേരിയേഷൻ ഉണ്ട്, ഹാർട്ടിൽ ഏതാണ്ട് ഡിഫക്റ്റ് ഉണ്ട്, ചെറുപ്പം തൊട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു ഹാർട്ടിന്. അപ്പൊ ഞാൻ ഓർത്ത് എനിക്ക് ഒരു കുഴപ്പമില്ലാതിരിക്കുക, ഞാൻ നഴ്സിംഗ് ഒക്കെ പഠിച്ച് ജോലിക്ക് കയറുന്ന എന്റെ ഫ്രണ്ട്സ് ഒക്കെ കയറിയുള്ളൂ. അതിന്റെ ഇതിലിരിക്കുമ്പോ എനിക്ക് പെട്ടെന്ന് അവരെന്നോട് പറയാ എക്കോ ഒക്കെ ചെയ്യണം, ഹാർട്ടിന് ഏതാണ്ട് പ്രശ്നമുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാന് വീട്ടിൽ വന്ന് കരഞ്ഞപ്പോ എന്റെ മമ്മി എന്റെ കൂടെ ഇരുന്ന് ഭയങ്കര, കാരണം മമ്മി ഓർക്കുക ഇതൊക്കെ നമ്മൾ പെട്ടെന്ന് കേൾക്കുമ്പോ പിള്ളേർക്ക് ഹാർട്ടിന്റെ അസുഖമാണെന്ന് കേൾക്കുമ്പോ ഒക്കെ പാരന്റ്സിന് ഭയങ്കര സ്ട്രെസ് ആണല്ലോ. അത് കഴിഞ്ഞിട്ട് ഡോക്ടേഴ്സ് എന്നെ വിളിച്ച് പറഞ്ഞു, അത് പേടി കൊണ്ട് ഒരു റിതം മാറിയതാ, കുഴപ്പമൊന്നുമില്ല, ഡ്യൂട്ടിക്ക് കയറിക്കോ. അത് ഞാൻ പറയാൻ വന്നത്, എനിക്ക് ജോലി കിട്ടി, ജോലിക്ക് എല്ലാരും കയറി, എനിക്ക് ജോലി എന്റെ കയ്യിലുണ്ട്. പക്ഷെ എന്റെ ജോയിനിങ് കുറച്ച് ലേറ്റ് ആയത് കാരണം എനിക്ക് ഇങ്ങനെ ഒരു ഡിഫക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു, പക്ഷെ സത്യമായിട്ടും അതൊന്നും ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ പറയാൻ വന്നത്, എന്റെ ജീവിതത്തിൽ എനിക്ക് ദൈവം എല്ലാം തന്നു, പക്ഷെ നമ്മൾ പോയ വഴികളൊക്കെ എന്തേലും ഒരു ടെസ്റ്റ് ഉണ്ട്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്ന ഒരു ടെസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ടെസ്റ്റ് മണി ഉള്ളൂ. അപ്പൊ ദൈവം നമ്മളെ ഓരോരോ ടെസ്റ്റിൽ കൂടെ കൊണ്ടുപോകുന്നത് ഒരു ടെസ്റ്റ് മണിക്ക് വേണ്ടിയാ. ഇന്ന് എനിക്കൊരു ടെസ്റ്റ് ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ഒരിക്കലും ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് എനിക്ക് എന്റെ സാക്ഷ്യം പറയാൻ പറ്റത്തില്ല. അതാണ് എന്റെ വിശ്വാസം. അതുകൊണ്ട് എനിക്ക് ഇപ്പം വയ്യാതെ വന്നപ്പം, ഇപ്പൊ കുറച്ചുകൂടെ മെച്ചൂരിറ്റി ഒക്കെ വന്നപ്പോ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോ എനിക്ക് വന്ന വഴികളൊക്കെ ഓർക്കുമ്പോ എനിക്ക് കഷ്ടപ്പാടുണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ ഓർത്ത് ഞാൻ സന്തോഷിക്കാറുണ്ട്. കാരണം ഞാൻ ഓർത്ത് ദൈവം എനിക്ക് ഇത്രയും എന്റെ ജീവിതത്തിൽ ദൈവം നല്ലത് മാത്രമാണല്ലോ ചെയ്തത്. എനിക്കൊന്നും ഒരു പരാതി പോലും പറയാനില്ല. അത് കഴിഞ്ഞ് ഞാൻ എന്റെ MSc പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താ. അപ്പം ഞാനിങ്ങനെ ഒത്തിരി ആ സമയത്താണെങ്കിൽ നമ്മള് എന്താ പറയുന്നത്, ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക, എനിക്ക് മൾട്ടിപ്പിൾ കണ്ണില് ഇങ്ങനെ സ്റ്റൈ എന്ന് പറഞ്ഞൊരു അസുഖം വരുമായിരുന്നു. ആ സ്റ്റൈ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കൺകുരു അല്ല, ഒരു ഇൻഫെക്ഷൻ വന്ന് വരുന്ന പോലെ ഒരു അസുഖമാണ്. അപ്പൊ അതെന്റെ കണ്ണില് ആൾക്കാർക്ക് അത് ഒന്നൊക്കെ വരും, എനിക്കൊരു 13, 15 ഞാൻ പറയുമ്പോ അത് അസുഖമായിട്ട് പറയുന്നത്, കാരണം എനിക്ക് അത്രയൊക്കെ വരും. ഞാൻ എന്റെ പരീക്ഷ എഴുതുമ്പം അതിങ്ങനെ പൊട്ടി എന്റെ കണ്ണീന്ന് ഇങ്ങനെ പസ് ഒഴുകി ഇങ്ങനെ വരുമായിരുന്നു, അങ്ങനത്തെ ഒരു അവസ്ഥ. അപ്പൊ എനിക്ക് അച്ഛന്റെ കല്യാണാലോചന വന്നപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് എന്റെ കണ്ണ് ആ സമയത്ത് ഹീലായി, പക്ഷെ ഇത് പെട്ടെന്ന് പിന്നെയും വരും, ഹീലാവും പിന്നെയും വരും, അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ കൂടെ ഞാൻ പോവാം. അപ്പൊ അച്ഛൻ എന്നെ അടുത്ത ദിവസം ഒരു സൺഡേക്ക് കാണാൻ വരുക. സാറ്റർഡേ ആയപ്പോ എനിക്കൊരു കുരു പിന്നെയും വരുന്നു. അപ്പൊ ഞാൻ തണുപ്പും ചൂടും എല്ലാം മാറി മാറി ഇട്ട് ഈ കുരു എങ്ങനെ ഒന്ന് ചുങ്ങുവാണെങ്കിൽ അച്ഛൻ എന്നെ ഒന്നൊന്നും കണ്ട് പോയി കഴിഞ്ഞാൽ ഇത് പൊങ്ങിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല, അങ്ങനെ ഒരു ചിന്തയില്. അപ്പൊ ഞാനിത് കംപ്രസ് ചെയ്ത് അത് അച്ഛൻ എന്നെ വന്ന് കണ്ട്, അത് വേറെ കുഴപ്പമില്ലായിരുന്നു. അത് വന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് വളരെ എനിക്ക് എന്റെ കണ്ണിന് സ്വെല്ലിങ് ആയിപ്പോയി, എനിക്ക് ഭയങ്കര അങ്ങനെ ഒരു ബുദ്ധിമുട്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞു, ദൈവമേ, ഞാനിങ്ങനെ ഇപ്പൊ എന്റെ വീട്ടിലാവുമ്പോ എനിക്ക് ഇങ്ങനെ കണ്ണിന്റെ അസുഖം വന്നാൽ എന്റെ മമ്മി ഡാഡി ഉണ്ട് നോക്കാൻ, അവര് അങ്ങനെ എനിക്ക് എന്ത് എക്സ്ക്യൂസും പറഞ്ഞ് എനിക്ക് വയ്യാന്ന് പറഞ്ഞ് ഞാനിപ്പോ ഇരുന്നാലും കുഴപ്പമില്ല. പക്ഷെ ഞാനിങ്ങനെ കല്യാണം കഴിഞ്ഞ ഒരു വേറെ വീട്ടിൽ പോകുമ്പോൾ എനിക്ക് അവിടെ ഒത്തിരി റെസ്പോൺസിബിലിറ്റീസ് കാണും. അപ്പൊ എനിക്കിങ്ങനെ ഒരു രോഗിയായിട്ട് എനിക്ക് ഇരിക്കാൻ പറ്റത്തില്ല. അപ്പൊ ദൈവം എനിക്ക് എന്റെ കല്യാണത്തിന് മുന്നേ ദൈവം എനിക്കൊരു പൂർണ്ണ സൗഖ്യം വേണം, കാരണം 2 വർഷം എനിക്ക് ഈ അസുഖം ഉണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞു വന്നപ്പോഴാ ദൈവം എനിക്ക് എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കേട്ട് എനിക്ക് അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒരിക്കലും എന്റെ കല്യാണത്തിന് മുന്നേ തന്നെ ദൈവം എനിക്ക് സൗഖ്യം തന്ന, ഇന്ന് 10 വർഷം കഴിഞ്ഞ് എനിക്ക് ഒരിക്കലും ആ അസുഖം പിന്നെ വന്നിട്ടില്ല. അതിന് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഞാനിങ്ങനെ കല്യാണം കഴിഞ്ഞു, എനിക്ക് മോളുണ്ടായി.
മോളുണ്ടായ സമയത്ത് ഞാന് കാരണം ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം ഞാനൊരു യങ് ഏജിലാണ് കല്യാണം കഴിച്ചത്. അപ്പൊ ഞാന് വളരെ എനിക്ക് മോളുണ്ടായപ്പോ എനിക്ക് സന്തോഷം, നമ്മള് ആ സന്തോഷം എക്സ്പ്രസ് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ. അപ്പൊ ഞാനിങ്ങനെ ഹോസ്പിറ്റലിൽ ഞങ്ങൾ ഇരിക്കുമ്പം കുഞ്ഞ് നല്ല ഹെൽത്തി കുഞ്ഞ്, ഒരു കുഴപ്പമില്ല. പക്ഷെ ഒരു ദിവസം മൊത്തം കഴിഞ്ഞു. അടുത്ത ദിവസം ആയപ്പോഴത്തേക്ക് കുഞ്ഞാണെങ്കിൽ എന്താ പറയുന്നേ, ബൗൾ ഓപ്പൺ ചെയ്യുന്നില്ല. അപ്പൊ അവരെന്നോട് പറഞ്ഞു ഏതാണ്ട് പ്രശ്നമുണ്ട്. പിള്ളേരാണെങ്കിൽ ഫസ്റ്റ് 24 hours അവര് ഗ്രീൻ കളറിലെ സ്റ്റൂൾ പാസ് ചെയ്യും. അപ്പൊ ഞാനൊരു പീഡിയാട്രിക് നേഴ്സ് ആട്ടോ. എനിക്ക് ആ പീഡിയാട്രിക് നേഴ്സ് ആയതുകൊണ്ട് ഞാൻ അവിടെ ഇരുന്ന് ഉള്ള അസുഖങ്ങളെല്ലാം എന്റെ മുന്നിൽ വരുവാ. ഈ വയറിനകത്തുള്ളതും ഇൻറ്റസ്റ്റൈനിലുള്ളതും എല്ലാ അസുഖങ്ങളും, അതിന്റെ എന്തൊക്കെ സർജറി, അതൊക്കെ ഞാനിങ്ങനെ ഹോസ്പിറ്റലിൽ ഇരുന്ന് ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. എന്റെ സിസേറിയൻ സെക്ഷൻ കഴിഞ്ഞ് ഞാൻ വേദനയില്ല, പക്ഷെ എന്നാലും എന്റെ മനസ്സിൽ ഇതൊക്കെ തന്നെ. അപ്പൊ മമ്മി എന്നോട് ഇങ്ങനെ പറഞ്ഞു, നീ ഒരു അവിശ്വാസിയെ പോലെ ഇതൊക്കെ ചിന്തിക്കാതെ നമുക്ക് ദൈവസന്നിധി ഇരുന്ന് നമുക്ക് പ്രാർത്ഥിക്കാം രണ്ടുപേർക്കും. അതിന് ഞങ്ങൾ രണ്ടുപേരും അവിടെ ഇരുന്ന് ഞങ്ങൾ രണ്ടുപേരും കരഞ്ഞ് പ്രാർത്ഥിച്ച് ഞങ്ങൾ ആമീൻ പറഞ്ഞപ്പോഴത്തേക്ക് കുഞ്ഞ് ഒരു വയറിളക്കം പോലെ പെട്ടെന്ന് ആ സിറ്റുവേഷൻ തന്നെ അങ്ങ് മാറി. കാരണം അതിന് തൊട്ട് മുന്നേ ഞാൻ കരഞ്ഞതിന്റെ റീസൺ, അവളെ ഒരു എക്സ്റേക്ക് കൊണ്ടുപോവാ. അപ്പൊ ഞങ്ങൾക്ക് ടൈം തന്നു, എക്സ്റേക്ക് കൊണ്ടുപോകണം, ഇത് എന്ത് ഡിഫക്റ്റ് ഉണ്ടെന്ന് കാണാൻ. അപ്പൊ അതിന് ആ എക്സ്റേക്ക് പോണല്ലോ എന്ന് ഓർത്ത് ആ സ്ട്രെസ്സിൽ ഞാൻ ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ച് തുടങ്ങിയത്. അങ്ങനെ ദൈവം അവിടുന്ന് ഞങ്ങളെ വഴി നടത്തി. അവള് ഒരു 1.5 വയസ്സായപ്പം ഒരു ദിവസം എന്നെ ഓടിച്ചാടി എന്നെ കെട്ടിപ്പിടിക്കാൻ വന്ന ഇതില് അവളുടെ കുഞ്ഞ് വിരലിന്റെ നഖം ഇല്ല, പക്ഷെ ആ ഫോഴ്സിൽ വന്നുകൊണ്ട് എന്റെ കണ്ണിൽ അത് കേറിയപ്പോ ഞാൻ ഓർത്തു നമ്മൾ റെഡ്നെസ് ഒക്കെ വരുന്ന പോലെ അത് വളരെ നോർമൽ ആയിരിക്കും. അങ്ങനെ ഞാൻ അടുത്ത ദിവസം ഡ്യൂട്ടിക്ക് പോയി. ഞാൻ ജോലിക്ക് പോയി. എനിക്ക് ഭയങ്കര കണ്ണുവേദന. കാരണം ഞാൻ മുംബൈയിൽ നഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞ് ഞാൻ MSc ചെയ്തല്ലോ. അപ്പൊ ഞാൻ ഒരു കോളേജിൽ ഒരു ലെക്ചറർ ആയിട്ട് പഠിപ്പിക്കുമായിരുന്നു. അപ്പൊ ഞാൻ പഠിപ്പിക്കുമ്പോൾ നമുക്ക് ഫുൾ ടൈം നമ്മൾ ലാപ്ടോപ്പിന് മുന്നേ. അപ്പൊ എനിക്ക് കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല. ഞാൻ കണ്ണ് തുറക്കുമ്പോൾ എനിക്ക് ഫുൾ വാട്ടറി ഐസാണ്. ഞാൻ തിരിച്ചു വീട്ടിൽ വന്ന് ഡോക്ടറിനെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, കണ്ണിന്റെ ആ കോർണിയ അത് 2 പീസായിട്ട് ടയർ ആയേക്കോ. എന്നോട് ചോദിച്ചു, നീ എങ്ങനെ ഈ വേദന സഹിച്ചു ഇത്രയും നേരം? കാരണം അതൊക്കെ ഒരു നിസ്സാര വേദനയല്ല, ഒരു ഭയങ്കര പിൻ പ്രിക്കിംഗ് വേദനയാണെന്ന് എന്നോട് പറഞ്ഞു. എന്നിട്ട് എനിക്ക് ഒരു പാച്ചൊക്കെ വെച്ച് എന്നെ വീട്ടിൽ വിട്ടു. അപ്പൊ ഞാനിങ്ങനെ അവള് കുഞ്ഞാണല്ലോ, അപ്പൊ നമ്മുടെ കൂടെ കിടക്കുന്നത്. ഇതിന്റെ റിപ്പയർ ആയി വരും, അപ്പൊ അവൾ കൈ തട്ടും, അടുത്ത ദിവസം എന്നെ അടിക്കും. അങ്ങനെ പല 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 പ്രാവശ്യം എനിക്ക് ഇതിന്റെ മണ്ടയ്ക്ക് ഒരു ഇഞ്ചുറി വന്ന് ലാസ്റ്റ് എന്നോട് ഡോക്ടർ പറഞ്ഞു, ഇത് 6-7 പ്രാവശ്യം ആയപ്പോ എന്നോട് പറഞ്ഞു, ഇനി എൻഡ് സ്റ്റേജാ. അത് എൻഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഐ ഡാമേജ് ആകുന്ന ആ സ്റ്റേജിലെത്തി. ഇനിയും നിനക്കൊരു അടി കൊണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എപ്പോഴും കുഞ്ഞിന്റെ കൈ കൊണ്ടു അഥവാ കാല് കൊണ്ടു വല്ല സാധനം ടോയ്സ് കൊണ്ടെന്നൊക്കെ പറഞ്ഞ് എക്സ്ക്യൂസ് കൊണ്ട് വരില്ലെന്ന് എന്നോട് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് പിന്നെ ഞാൻ ഭയങ്കര കെയർഫുൾ ആയിട്ട് നടക്കാൻ തുടങ്ങി. പക്ഷെ എനിക്കറിയാം എന്റെ മനസ്സിൽ ഇത് ദൈവം ഒരു സൗഖ്യം തരണം. കാരണം ഇതിപ്പം ഡോക്ടേഴ്സ്മാർ അത് റിപ്പയർ ചെയ്ത് വെച്ചാലും ദൈവം അത് കംപ്ലീറ്റ്ലി അത് നോർമൽ സ്റ്റേറ്റിലോട്ട് ആക്കാതെ നമ്മൾ കാരണം അത് കംപ്ലീറ്റ്ലി ഹീൽ ആയിട്ടില്ല. അതുകൊണ്ട് അത് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ അത് പിന്നെയും ഇങ്ങനെ വയ്യാണ്ട് വരുന്നത്. അങ്ങനെ ആകുമ്പോഴാണ് എന്റെ ഒരു കസിന്റെ കല്യാണത്തിന് ഒരു പാസ്റ്റർ വരുന്നത്. ആ പാസ്റ്റർ ഞങ്ങൾ അങ്ങനെ അറിയത്തൊന്നുമില്ല. അപ്പൊ നമ്മളെപ്പോഴും പാസ്റ്റേഴ്സ്മാരെ കാണുമ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞപ്പം ആ പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോ എന്നോട് ഇങ്ങനെ പറഞ്ഞു, അതിന്റെ ഫുൾ ഹിസ്റ്ററി പഴയ കാര്യങ്ങളൊക്കെ പാസ്റ്റർ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു. ഇപ്പൊ കാരണം ഫസ്റ്റ് ടൈം ആയിട്ട് ഒരു പ്രൊഫസി ഞാനിങ്ങനെ കേൾക്കുന്നേ. കാരണം ഒത്തിരി പാസ്റ്റർമാരൊക്കെ വന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അങ്ങനെ എനിക്ക് നീ അബ്രോഡിൽ പോവും, അത് ഇങ്ങനെ ആവും, അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതിനകത്ത് വലിയ താല്പര്യം ഇല്ലാത്ത ഒരാളാണ്. പക്ഷെ എന്നോട് ഇങ്ങനെ പറഞ്ഞു, നീ ഒരു നേഴ്സാ, പക്ഷെ നീ ഇങ്ങനെ നിന്റെ പഠിത്തത്തിൽ നീ ഒത്തിരി പഠിച്ചിട്ടുണ്ട്, നീ ഇരുന്ന് ജോലി ചെയ്യുന്ന ഒരു ആളാ, എന്നിട്ട് നിനക്ക് ഒത്തിരി കമ്പ്യൂട്ടറിന് മുന്നേ നിനക്ക് യൂസ് ചെയ്യുന്ന ഒരാളാ, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. നിന്റെ മുഖത്തൊരു അസുഖമുണ്ട്, അതിനുവേണ്ടി ദൈവം എന്നോട് ഇന്ന് പ്രാർത്ഥിക്കാൻ പറയുക, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് പൂർണ്ണ സൗഖ്യം വരും. അപ്പൊ കാരണം ഇത് വന്നിട്ട് 6 മാസം ആയിരുന്നു എനിക്ക്. അപ്പൊ ഞാൻ ഈ കാര്യം മറന്നുപോയി, എന്റെ കണ്ണിൽ അസുഖമുള്ള കാര്യം. അപ്പൊ ഞാൻ ഓർത്തു ഇത് ഏത് അസുഖം? ഞാൻ പറഞ്ഞു, ഇല്ല പാസ്റ്റർ, എനിക്ക് ഒരു അസുഖമില്ല എന്റെ മുഖത്ത്, ദൈവകൃപയാൽ എല്ലാം ഓക്കെയാ. അപ്പൊ പാസ്റ്റർ പറഞ്ഞു, ഇല്ല കുഞ്ഞെ, നീ 5 മിനിറ്റ് എടുക്ക്, ചിന്തിക്കുക, നിനക്കൊരു അസുഖമുണ്ട്, ദൈവം എന്നോട് സംസാരിക്കുക ശക്തമായിട്ട്. അങ്ങനെ വന്നപ്പോ പ്രാർത്ഥിച്ചു, ഞാനിങ്ങനെ ചിന്തിക്കുക. എന്നിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ എന്നിട്ട് മനസ്സിലാവുന്നില്ല.
പിന്നെ എനിക്ക് പെട്ടെന്ന് എനിക്ക് മനസ്സിലായി, അയ്യോ എനിക്ക് കണ്ണിന് ഇങ്ങനെ ഒരു ടയറായിരുന്നു. അപ്പൊ ഞാൻ പാസ്റ്ററിനോട് പറഞ്ഞു, ഇതൊരു വളരെ ഓൾഡ് സ്റ്റോറിയാ, ഇപ്പൊ ദൈവകൃപയിലൊക്കെ ഓക്കെ. അപ്പൊ പാസ്റ്റർ പറഞ്ഞു, അത് കംപ്ലീറ്റ് ആയിട്ട് ഹീൽ ആയിട്ടില്ല, കണ്ണിൽ കൈ വെക്ക്, ഞാൻ പ്രാർത്ഥിക്കാൻ പോവാ. അന്നിട്ട് കണ്ണിൽ കൈ വെച്ച് പാസ്റ്റർ പ്രാർത്ഥിച്ച്, അങ്ങനെ എനിക്ക് പൂർണ്ണമായി ഒരു സൗഖ്യം. അത് കഴിഞ്ഞിട്ട്, കാരണം അതെനിക്കൊരു 3 വർഷം ഉണ്ടായിരുന്നു കണ്ടിന്യൂസ്. ഞാനിപ്പം പറയും എനിക്ക് അസുഖം എന്നുള്ളത് പറഞ്ഞപ്പോ അത് 1-2 മാസമല്ല, അത് വർഷങ്ങൾ നീണ്ടിരിക്കുന്ന അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് സാഹചര്യത്തിൽ നിന്ന് ദൈവം എനിക്ക് പൂർണ്ണ ഒരു സൗഖ്യം അങ്ങനെ എനിക്ക് തന്നു. അത് കഴിഞ്ഞിട്ട് ഞാന് ദൈവകൃപയായി ഞങ്ങള് ഒരിക്കലും ഓർത്തതല്ല UK വരണം. ദൈവകൃപയായ ദൈവം ഞങ്ങളെ, കാരണം എനിക്ക് ഒത്തിരി പേര് എന്നോട് ഇങ്ങനെ മിനിസ്ട്രീനെ പറ്റി പറഞ്ഞായിരുന്നു, ഞാൻ മിനിസ്ട്രിക്ക് ഉള്ളതാണെന്ന് പറഞ്ഞു. പക്ഷെ ഞാന് എനിക്ക് ഞാൻ പറയാൻ പാടില്ല, പക്ഷെ ഞാൻ എന്റെ ഡാഡി മമ്മിനെ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ഈ പാസ്റ്റർമാരുടെ ജീവിതമൊക്കെ വളരെ പാടാ, ഒരു ഈസി ജീവിതമല്ല. അപ്പൊ ഞാൻ എന്റെ മമ്മിയോട് പറഞ്ഞു, ഞാൻ കല്യാണം കഴിക്കുമ്പോ ഫസ്റ്റ് ക്രൈറ്റീരിയ, ഞാൻ ഒരു പാസ്റ്ററിനെ കല്യാണം കഴിക്കത്തില്ല. കാരണം എനിക്ക് എന്റെ മമ്മി ഡാഡിനെ ഞാൻ കണ്ടപ്പോ ഞാൻ ഓർത്തു, എനിക്ക് അങ്ങനെ, ഞാൻ അത്ര ആയിട്ടില്ല, അങ്ങനെ ഞാൻ ഓർത്തു. പക്ഷെ അത് ഇപ്പൊ ഞാൻ ഓർക്കുമ്പോ ഞാൻ ഓർക്കും, അതെന്റെ ഒരു എനിക്ക് ആ സമയത്ത് അറിവില്ലായിരുന്നു, കാരണം അങ്ങനത്തെ ഒരു സാഹചര്യം ആയിരുന്നുകൊണ്ടായിരിക്കും. എന്നിട്ട് ഞാന് കാരണം ഞാൻ ഇങ്ങനെ ഓർക്കുന്നത് മിനിസ്ട്രി ഒക്കെ കൊള്ളാം, പക്ഷെ അത് ചെയ്യാൻ എത്ര പാടാ, അത് ഈസി ഒന്നുമല്ല, എനിക്ക് അത് എന്റെ ബാക്ക് ഓഫ് ദ മൈൻഡിലുണ്ട്. അപ്പൊ ഞാൻ അച്ഛനെ കല്യാണം കഴിക്കുന്ന സമയത്ത് തന്നെ എന്നോട് അച്ഛൻ പറഞ്ഞു, ഞാനൊരു ഓർഫനേജ് മിനിസ്ട്രി ചെയ്യുന്നുണ്ട്. അത് കേട്ടപ്പോ ഞാൻ ഓർത്തു, അപ്പൊ ദൈവം എനിക്ക് ഇതാ വെച്ചേക്കുന്നത്, ഏതാണ്ട് ഒരു മിനിസ്ട്രി ഉണ്ട് ഞങ്ങൾക്ക്. അപ്പൊ എന്നോട് പറഞ്ഞു, അതിന്റെ തടസ്സമായിട്ട് നീ ഒരിക്കലും വരല്ല, കല്യാണം കഴിക്കുന്ന മുന്നേ എന്നോട് പറഞ്ഞു, നീ എന്റെ കൂടെ നിന്ന് നമുക്ക് ഒരുമിച്ച് ആ മിനിസ്ട്രി ചെയ്യണം. അപ്പൊ അച്ഛന്റെ പേരിൽ ഒരു ട്രസ്റ്റ് ഉണ്ട്, കുറെ ഓർഫൻസ് ഉണ്ട്, അങ്ങനെ അവരുടെ മധ്യത്തിലൊക്കെ പോയി പ്രവർത്തിക്കാനൊക്കെ ദൈവം ഞങ്ങൾക്ക് അവസരം തന്നു. അതിനു മുന്നേ ഞാൻ ഒരു 2-3 പ്രാവശ്യം ഒക്കെ പോയി ജയിൽ മിനിസ്ട്രി ചെയ്യാൻ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഫീൽഡായിരുന്നു ജയിൽ മിനിസ്ട്രി. കാരണം നമ്മള് ഇഷ്ടം എന്ന് പറയുമ്പം നമ്മള് ജയിലിലൊക്കെ ആരും പോയിട്ടില്ല, അപ്പം പോയി അവരുടെ ഒക്കെ അവസ്ഥ കാണുമ്പം അവരുടെ മധ്യത്തിൽ പോയി പാട്ട് പാടും, അവരെ പാട്ട് പഠിപ്പിക്കാനും അങ്ങനെയൊക്കെ ദൈവം എനിക്ക് അവസരം തന്നിട്ടുണ്ട്. അങ്ങനെ ചെയ്തു. പക്ഷെ കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അവര് പറഞ്ഞു, ഇനി ആ ഗ്രൂപ്പിലോട് ചേരാൻ പറ്റത്തില്ല, കാരണം വേറെ റെസ്പോൺസിബിലിറ്റി ആയല്ലോ. അങ്ങനെ ആ മിനിസ്ട്രിയിൽ നിന്ന് ഞാൻ മാറി നിന്നപ്പോ എനിക്ക് ഒരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ അപ്പൊ ദൈവം ഞങ്ങളെ ഈ ഓർഫനേജിന്റെ മിനിസ്ട്രിയിലോട്ട് ഞങ്ങളെ ജോയിൻ ചെയ്തു. കുറെ നാൾ നടന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം അത് കുറച്ച് എനിക്ക് തോന്നുന്നു ലീഗൽ ഇഷ്യൂസ് ആയിട്ട് അങ്ങനെ ഏതാണ്ടോ അത് നിന്നുപോയി. ലീഗൽ എന്ന് പറഞ്ഞാൽ നോട്ട് പോലീസ് കേസ് അങ്ങനെയല്ല, പക്ഷെ ഞങ്ങൾ കുറെ പിള്ളേരൊക്കെ വേറെ വേറെ സ്ഥലത്ത് പോയി. പിന്നെ അങ്ങനെ ഒരു പാസ്റ്റർ അണ്ടറായിരുന്നു, ആ പാസ്റ്റർ പോയി. അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായപ്പോഴത്തേക്ക് ആ ട്രസ്റ്റ് പിന്നെ ഉള്ള ആൾക്കാരെല്ലാരും വേറെ വേറെ സ്ഥലത്ത് പോയി. അങ്ങനെ ആ ട്രസ്റ്റ് ക്ലോസ് ആയപ്പോൾ ഞങ്ങൾ ഭയങ്കര വിഷമമായി. ഞങ്ങൾ ഓർത്തു, ദൈവം മിനിസ്ട്രി ഉണ്ട്, പക്ഷെ അത് നമുക്കൊരു ഡയറക്റ്റ് പാത്ത് നമ്മളെ കാണിക്കാതെ നമുക്ക് ചെയ്യാൻ പാടാണ്. അപ്പൊ ഞാനും അച്ഛൻ ഞങ്ങൾ ഫാമിലി എപ്പോഴും പ്രാർത്ഥിക്കുന്നത്, ദൈവം ഞങ്ങളെ വഴി കാണിക്കണം, എന്തുവാ ഞങ്ങൾക്ക് മിനിസ്ട്രി വെച്ചേക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് സൗഖ്യമാക്കി ആ പാസ്റ്ററിനോട് പറഞ്ഞു, നീ ഒരു മഞ്ഞുള്ള ഒരു ദേശത്ത് പോവും, നിനക്ക് അവിടെ ആ ദൈവം നിനക്ക് ഈ മിനിസ്ട്രി വെച്ചേക്കുന്നേ, നീ അവിടെ അവരുടെ മണ്ഡലത്തിൽ ചെന്ന് നീ മിനിസ്ട്രി ചെയ്യും, പക്ഷെ ഇപ്പോഴല്ല നിന്റെ സമയം, നിനക്ക് സമയമുണ്ട്, എനിക്ക് എപ്പോഴാ എക്സാം എഴുതേണ്ടി അതുവരെ ഡേറ്റ് ആ പാസ്റ്റർ എനിക്ക് പറഞ്ഞു. അതനുസരിച്ച് ഞാൻ എന്റെ എക്സാം എഴുതി ഞാൻ ഇവിടെ വരുന്നത്. കാരണം അത്രയും ഒരു ക്ലിയർ ഒരു വിഷൻ ആ പാസ്റ്റർ എനിക്ക് തന്നെ. എന്നിട്ട് ഞാൻ ഇവിടെ വന്നു. വന്ന് എല്ലാം ദൈവകൃപയാൽ ഇവിടെ വന്നപ്പം ഇവിടുത്തെ ലൈഫ് വേറെയാ. മഞ്ഞുള്ള രാജ്യത്ത് വന്നപ്പോ ഞങ്ങൾ അത് എൻജോയ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഈ ദൈവവിളിയൊക്കെ ഉണ്ട്, ഇല്ലെന്ന് ഇല്ല, പക്ഷെ ഈ രാജ്യത്ത് വന്ന് അത് ചെയ്യാൻ വളരെ പാടാന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. കാരണം ഇത് നമ്മൾ ഇന്ത്യനെ പോലെ പോയി നമ്മളൊക്കെ സുവിശേഷം പറയാനും അങ്ങനെ കുറെ ലോസ് ഉണ്ട്, നമ്മളെ പിടിച്ച് ജയിലിലൊക്കെ ഇടും, അങ്ങനെ ഒത്തിരി വിഷയങ്ങളുള്ളപ്പം ഞാൻ അപ്പൊ ഓർത്തു, എനിക്ക് തന്നെ കുറച്ച് റെസ്റ്റ് ഒക്കെ എടുക്കാൻ സമയം ഉണ്ടല്ലോ, കാരണം ഞാൻ ഇവിടെ വന്നതല്ലേ ഉള്ളൂ, ഇതെല്ലാം കുറച്ച് പഠിച്ചൊക്കെ വരട്ടെ, അങ്ങനെയായിരുന്നു എന്റെ ഒരു ചിന്ത. അങ്ങനെ വന്ന് ഞാനപ്പം എന്റെ സെക്കൻഡ് കുഞ്ഞായിട്ട് ഞാൻ പ്രഗ്നന്റ് ആണ് 2023 ഞാൻ ആ ഞാൻ പ്രഗ്നന്റ് ആയ സമയത്ത് ഞാൻ വളരെ കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഛർദിലായി. എനിക്ക് ഇരിക്കാൻ പറ്റത്തില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയായി. അപ്പം നമുക്ക് ഇവിടെ അച്ഛനും ഞാനും കുഞ്ഞു മാത്രമേ ഉള്ളൂ. പക്ഷെ ഞാൻ ആ സമയത്ത് ഒരു ദിവസം ഞാൻ ചർച്ചിൽ പോയിരിക്കുക. അപ്പൊ അപ്പോഴും ഞാൻ പറഞ്ഞു ഞാൻ കൊയറ് പാടും. അപ്പൊ ഞാൻ കൊയറ് പാടുന്ന ഒരു മൂലയ്ക്ക് ഞാൻ പോയിരുന്നിരിക്കുക. അപ്പം ഞങ്ങൾക്ക് ഒരു ഫാസ്റ്റിംഗ് പ്രയർ ഒരു പാസ്റ്റർ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു. ആ പാസ്റ്ററുടെ പേര് ജോൺസൺ മേമന, ബ്ലെസൻ മേമന പാസ്റ്ററുടെ ബ്രദറാ, മൂത്ത ബ്രദർ. അപ്പൊ ഞാനിങ്ങനെ ഫ്രൈഡേ സാറ്റർഡേ ഒക്കെ ഞാൻ പ്രാർത്ഥനയ്ക്ക് പോയില്ല, കാരണം എനിക്ക് ഭയങ്കര ഛർദിലായതുകൊണ്ട് എനിക്ക് വയ്യായിരുന്നു.
സൺഡേ പോയി ഞാൻ ഒരു മൂലയ്ക്ക് ഇരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഭയങ്കര എന്റെ ശരീരത്തിൽ ഹോളി സ്പിരിറ്റിന്റെ ഒരു പ്രസൻസ് എനിക്ക് ഫീൽ ചെയ്യാം. എന്നിട്ട് ഞാൻ ആ മൂലയ്ക്കിരുന്ന് മൂലയ്ക്കിരിക്കുന്ന കാര്യം പറയാൻ ഞാൻ അവിടെ ഇരുന്ന് ഞാൻ കരയുക. ഞാൻ എന്തുകൊണ്ടാ കരയുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പൊ എന്റെ മനസ്സിൽ ഇങ്ങനെ ഞാനും വിചാരിക്കുന്നുണ്ട്, ഞാൻ ആൾക്കാർ എന്നെ കരയുന്നൊക്കെ കണ്ട ഓർക്കും ഇവക്ക് എന്നാ പെട്ടെന്ന് പറ്റിയേ. കാരണം പ്രാർത്ഥന ഒന്നും തുടങ്ങിയില്ല, അതിന്റെ മുന്നേ ആരും കരയത്തില്ലല്ലോ, എന്തെങ്കിലും കാരണവശാലല്ലേ കരയുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ആ പ്രാർത്ഥന തുടങ്ങി, പാസ്റ്റർ പ്രസംഗിക്കാൻ തുടങ്ങി. ആ പാസ്റ്റർ എന്നെ ഒരിക്കലും എന്നെ കണ്ടിട്ടില്ല, ഞാൻ ആ പാസ്റ്ററിനെ കണ്ടിട്ടില്ല. ആദ്യമായിട്ട് ഞങ്ങള് വന്നു കഴിഞ്ഞിട്ട് വരുന്നത്. എന്റെ പേര് വിളിച്ചു പറഞ്ഞു, ആ സൈഡിൽ ഇരിക്കുന്ന സ്നേഹ എന്ന് പറഞ്ഞ് എന്റെ പേര് വിളിച്ചു. അപ്പൊ ഞാന് അത് വിളിച്ചപ്പോ എനിക്ക് ഭയങ്കര, ഞങ്ങളുടെ ചർച്ചുകാർക്ക് എനിക്ക് ഭയങ്കര ഷോക്കായി പോയി. കാരണം ഞാൻ ഓർത്തു എന്റെ പേര് ഇങ്ങനെ അറിയാം, കാരണം ആ പാസ്റ്റർ എന്നെ അറിയത്തേയില്ല. എന്റെ പറഞ്ഞു, നീ ഒരു ഭയങ്കര ബ്ലെസ്ഡ് ഒരു ഫാമിലിയിൽ നിന്ന് വരുന്ന, ദൈവത്തിന്റെ ഭയങ്കര ബ്ലെസ്സിങ്സ് ഉണ്ട്, നീ ഇപ്പം ഒത്തിരി കഷ്ടപ്പാടിൽ കൂടെ പോകുന്നു, പക്ഷെ നിന്റെ വയലിലിരിക്കുന്ന ഈ കുഞ്ഞിന് നീ അതിന് ആ കുഞ്ഞ് ജനിക്കും, ആ കുഞ്ഞൊരു ഒരു പ്രൊഫസി ഉള്ള ഒരു കുഞ്ഞായിരിക്കും, ഒരു പ്രോമിസ്ഡ് ചൈൽഡ് ആയിരിക്കും. ആ കുഞ്ഞിന്റെ വളർച്ച നീ കാണും, അതിന്റെ അതെല്ലാം നീ കാണും. അതുകൊണ്ട് നീ ഈ കാര്യം ഓർത്ത് വറി ചെയ്യല്ലേ. അങ്ങനെ അപ്പൊ എനിക്ക് ഭയങ്കര, അപ്പൊ ഞാൻ ആ പാസ്റ്റർ അടുത്ത് പോയി പറഞ്ഞു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം ഞാൻ പ്രഗ്നന്റ് ആണെന്ന് പോലും ഞാൻ പറഞ്ഞിട്ടില്ല, കാരണം എന്റെ പ്രഗ്നൻസിക്ക് 3 മാസം ആയിട്ടേ ഉള്ളൂ. അപ്പൊ ഞാൻ ഓർത്തു ഇത്രയും, കാരണം ഞാൻ ഇങ്ങനെ ഇങ്ങനത്തെ പ്രൊഫസി ഒന്നും ഞാൻ ഇങ്ങനെ വേറെ എന്നെ അസ്റ്റോണിഷ് ചെയ്തെന്ന് എനിക്ക് പറയാൻ പറ്റും. അത് കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ പാസ്റ്ററിനോട് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എനിക്ക് ഒത്തിരി സന്തോഷമായി. അപ്പൊ എനിക്ക് മനസ്സിലായി, എന്നോട് പറഞ്ഞു നീ മിനിസ്ട്രിക്ക് ഇറങ്ങാനുള്ള ആളാണ്, നീ ഈ കോളിംഗ് മറക്കരുത്. അപ്പൊ എനിക്കറിയാം, എനിക്ക് പല പല സ്ഥലത്തും ഞാൻ ഇത് മാത്രമാണ് ഞാൻ കേൾക്കുന്നത്. ഞാൻ ഇപ്പൊ സിക്കായ സമയത്തും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച കുറെ പാസ്റ്റേഴ്സ്മാര് എല്ലാരും ഡയറക്ട്ലി വന്ന് ഒരു കാര്യമേ പറഞ്ഞുള്ളൂ, സ്നേഹ നീ മിനിസ്ട്രിക്കുള്ളതാ, ദൈവം നിനക്ക് ഈ അസുഖം തന്നത് മിനിസ്ട്രിക്ക് ഇറങ്ങാൻ വേണ്ടിയാ. ഈ സാക്ഷ്യം നീ പലവരോട് പറയും, പല ആൾക്കാർ ഇത് കേൾക്കും, അവർ ദൈവത്തിനെ അറിയും നീ കാരണം. അപ്പൊ എനിക്ക് മനസ്സിലായി, ദൈവം എന്റെ ജീവിതത്തിൽ അസുഖം തന്നത് ഈ കാരണത്തിലാണ്. കാരണം അതുകൊണ്ട് ഞാൻ ഇത് പലരോടും പറയണം. ഞാൻ ഈ സാക്ഷ്യം ഇങ്ങനെ അടുക്കി വെച്ച് കഴിഞ്ഞാൽ അത് ആൾക്കാർ അറിയത്തില്ല. അങ്ങനെ ഒരു ഇത് ദൈവം എനിക്ക് തന്നു. അത് കഴിഞ്ഞ് ഞാന് എന്റെ 5th മന്തിലെ പ്രഗ്നൻസിയിൽ ഞാൻ ഒരു ദിവസം ഒരു ടെസ്റ്റിന് പോയതാ. ഞാൻ അവിടെ തലകറങ്ങി വീണത് ഞാൻ എന്റെ വയറിന്റെ മണ്ടയ്ക്ക് വീണപ്പം പെട്ടെന്ന് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ എമർജൻസി അലാം അടിച്ചു. എല്ലാരും ഓർത്ത് എനിക്ക് ഏതാണ്ട് പറ്റി, കുഞ്ഞ് പോയി. കാരണം ഞാൻ എന്റെ വയറിന്റെ മണ്ടയ്ക്കാ വീണേ. പക്ഷെ ഒരു പോരൽ പോലും ഉണ്ടാക്കാതെ ദൈവം എന്നെ എല്ലാം നോർമലായിട്ട് ഞാൻ വീട്ടിൽ വന്നു. അങ്ങനെ എന്റെ ഡെലിവറിയുടെ സമയത്ത് ഓരോരോ കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ ഓർക്കുമ്പോൾ വളരെ കഷ്ടപ്പെട്ട് ഞാൻ ആ വഴി കൂടെ എല്ലാം പോയെ. പക്ഷെ ദൈവം എന്നെ ആറ്റ് ദി എൻഡ് കൊണ്ടുവന്ന് ഒരു നല്ല സ്ഥാനത്ത് എത്തിച്ചു. അങ്ങനെ എനിക്ക് മാത്രം പറയാനുള്ളൂ. പിന്നെ ഞങ്ങൾ ജനിച്ചു. 2 മാസം കഴിഞ്ഞപ്പോ എനിക്ക് ബ്രസ്റ്റ് ആപ്സിസ് ആയി. ബ്രസ്റ്റ് ആപ്സിസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ പനി വരുന്നു, എനിക്ക് ഭയങ്കര ചിൽസ് ആയി. ബ്രസ്റ്റ് ആപ്സിസ് എന്ന് പറയുമ്പോൾ എനിക്ക് ഒരു 80 ml 100 ml പസ് ഒരു നീഡിൽ കുത്തി എന്റെ അതിനകത്തുനിന്ന് എടുത്ത് കളയാം അവർ എല്ലാ ആഴ്ച. അത്രയും സിവിയർ കണ്ടീഷനിലോട്ട് ഞാൻ പോയി. അപ്പൊ ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവം എനിക്ക് കാട്ടിൽ നിന്ന് പൊങ്ങാൻ വയ്യ, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, എനിക്ക് ചർച്ചിൽ പോകണം. ഞാൻ പറഞ്ഞു, ദൈവം എന്റെ കുഞ്ഞിന് 2 മാസം ആകുമ്പോൾ എനിക്ക് ചർച്ചിൽ പോകണം എന്തായാലും, കാരണം എനിക്ക് വീട്ടിൽ ഇരിക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ ചർച്ചിൽ പോകുന്നുണ്ട്, ഞാൻ ആരോടും പറഞ്ഞില്ല, പക്ഷെ എനിക്ക് ഈ അസുഖമുണ്ട്. അങ്ങനെ ഞാൻ എല്ലാ ആഴ്ച പോവും, അവരെനിക്ക് നീഡിലിടും, പസ് എടുത്ത് കളയും. അത് കഴിഞ്ഞിട്ട് പിന്നെയും അടുത്ത ആഴ്ച പോകും. ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സ് പോലെ. അപ്പൊ എനിക്ക് ഭയങ്കര വേദന. ആ വേദന ഒക്കെ ഞാൻ ഇന്നിപ്പോ ഓർക്കുമ്പോ ഞാൻ എങ്ങനെ സഹിച്ചു എന്ന് ചിലപ്പോ ഞാൻ ചിന്തിക്കും. കാരണം അപ്പൊ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, മെയ് മാസം ആവുമ്പോ എന്റെ മമ്മിയുടെ അടി നാട്ടിലോട്ട് തിരിച്ചു പോവാ, ഇന്ത്യയിലോട്ട്. അവരെന്റെ ഡെലിവറിക്ക് വന്നായിരുന്നു. ഞാൻ ഇങ്ങനെ പറഞ്ഞു, ദൈവമേ എന്റെ മമ്മിയുടെ അടി പോകുന്ന മുന്നേ എനിക്ക് എന്റെ കുഞ്ഞിനെ നോക്കണം, അതിനുള്ള എനിക്ക് ഒരു കൃപ തരണം, എനിക്ക് ഇന്നീറ്റ് നടന്ന് എല്ലാം ജോലി ചെയ്യാൻ. അങ്ങനെ പറഞ്ഞ് ഏപ്രിൽ മാസം അവസാനമായപ്പോ ദൈവം എനിക്കൊരു കംപ്ലീറ്റ് ഹീലിംഗ് അതിനകത്തുനിന്ന് തന്നു. അതിന് ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞു. ഇതാണ് എന്റെ ഒരു സാക്ഷ്യം. എനിക്ക് ഈ അവസരം തന്നതിനായിട്ട് ഞാൻ ഒത്തിരി നന്ദി ഉള്ളവളാണ്. താങ്ക് യു സോ മച്ച്. മേ ഗോഡ് ബ്ലെസ് യു. ദൈവം ഒത്തിരി അനുഗ്രഹിക്കട്ടെ സ്നേഹ. വളരെ നല്ല ജീവിതാനുഭവങ്ങളായിരുന്നു. ചെറിയ പ്രായം മുതലേ കാള വന്ന് കൊമ്പേൽ പൊക്കിയെടുത്തല്ലേ, കാള ബോംബെയിൽ വെച്ച് 2 പ്രാവശ്യം ആളുകൾ ആക്രമിക്കാൻ വന്നു, അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോകാൻ വന്നു. അതൊക്കെ ദൈവത്തിൻ്റെ സംരക്ഷണം. നമുക്കറിയാം, ബോംബെ ലോക്കൽ ട്രെയിനിൽ വെച്ചൊക്കെ പണ്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് ലോക്കൽ ട്രെയിനിൽ ലേഡീസ് കമ്പാർട്ട്മെൻറ്റിൽ കയറിയപ്പോൾ ആ പെൺകുട്ടിയെ അറ്റാക്ക് ചെയ്തൊരു സംഭവമൊക്കെ പണ്ട്
വലിയ പ്രശ്നമായതാണ് ബോംബെയിൽ. അതിനുശേഷം ബോംബെ ലോക്കൽ ട്രെയിനുകളിൽ എല്ലാ ലേഡീസ് കമ്പാർട്ട്മെൻറ്റിലും ഒരു പോലീസുകാരെ നിർത്താൻ പിന്നെ അതിനുശേഷമാണ് നിയമം വന്നത്, സ്ട്രിക്റ്റ് ആയത്. ഞങ്ങളൊക്കെ ഇപ്പോൾ പലപ്പോഴും ആളുകളോട് പറയും, രാത്രിയിലൊക്കെ സഞ്ചരിക്കുമ്പം ലേഡീസ് കമ്പാർട്ട്മെൻറ്റ് ഖാലിയാണെങ്കിൽ അതിനകത്ത് ഒറ്റയ്ക്ക് കയറില്ല, ജെൻസ് കമ്പാർട്ട്മെൻറ്റിൽ തന്നെ കയറാവുള്ളൂ എന്നൊക്കെ ആളുകളോട് നമ്മളൊക്കെ പറഞ്ഞു കൊടുക്കും. ലോകത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെയുള്ള അനുഭവങ്ങളുണ്ട്. എന്നാൽ നമുക്ക് ഉള്ള ദൈവത്തിൻ്റെ സംരക്ഷണമാണ്. ദൈവം നമ്മളെ സൂക്ഷിച്ചില്ലേ, കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ ദൈവം നമ്മളെ പരിപാലിച്ചില്ലേ. പലപ്പോഴും നമുക്കറിയത്തില്ല നമുക്കെതിരെ ശത്രു എന്തൊക്കെ ഡിവൈസസാണ്, എന്തൊക്കെ പ്ലാനാണ് ഒരുക്കുന്നതെന്നുള്ളത്. ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, നമ്മളത് കണ്ടുപോലും ഇല്ലായിരിക്കാം, പക്ഷേ ദൈവം അതിനെ തട്ടിക്കളഞ്ഞത് നമ്മൾ അറിഞ്ഞുപോലും ഇല്ലായിരിക്കാം. അങ്ങനെ എത്രയോ പ്രാവശ്യം ദൈവം നമ്മളെ സൂക്ഷിച്ചിട്ടുണ്ട്. പിശാചിൻ്റെ, മനുഷ്യൻ്റെ കോൺസ്പിറസീസിൽ നിന്നൊക്കെ ദൈവം നമ്മളെ സൂക്ഷിച്ചിട്ടുണ്ട്. കർത്താവിൻ്റെ വിശ്വസ്തത എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ നമ്മൾ നിത്യതയിൽ ചെല്ലുമ്പോഴേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അങ്ങനെയുള്ള രംഗങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ അയ്യോ കർത്താവ് എത്ര അധികം നമ്മളെ പരിപാലിച്ചു. ഇന്ന് നമുക്കറിയാതെ ഒത്തിരി കാര്യങ്ങൾ അന്നേ നമുക്ക് പൂർണ്ണമായിട്ടും വെളിപ്പെടാനും അറിയാനും ഒക്കെ ഇടയായി തീരത്തുള്ളൂ. ദൈവത്തിന് സ്തോത്രം. വളരെ റെയറായിട്ടുള്ളൊരു സിക്നസ്, അധികം ആർക്കും വരാത്ത, ചികിത്സയില്ലാത്തൊരു സിക്നസ് എന്നുള്ളത് വലിയൊരു സാക്ഷ്യത്തിന് കാരണമായി തീർന്നു. നമ്മൾ ഈ ക്യാൻസർ എന്നൊക്കെ പറയുന്ന രോഗം എല്ലാവർക്കും വരുന്നതാണ്, പക്ഷെ അതുപോലെ അല്ലല്ലോ, ഒത്തിരി ആളുകൾക്കുള്ളൊരു രോഗമല്ലല്ലോ, വളരെ റെയറായിട്ടുള്ളത്, ചികിത്സിക്കാൻ ബുദ്ധിമുട്ടുള്ളത്. നമ്മളൊക്കെ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അതിനപ്പുറമായിട്ടൊരു ദൈവമഹത്വം വെളിപ്പെടുന്നത് കാണുവാനൊക്കെ ദൈവം മുഖാന്തരങ്ങളെ ഒരുക്കുന്നു. ദൈവത്തിൻ്റെ പർപ്പസ് നമ്മുടെ ജീവിതത്തിൽ ഫുൾഫില്ലാകുന്നു. ദൈവനാമം മഹത്വപ്പെടുന്നു. അത് നല്ല ജീവിതാനുഭവങ്ങളാണ് പറഞ്ഞത്. ദൈവം സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ആത്മിക ശുശ്രൂഷയ്ക്ക് വേണ്ടി നിങ്ങളെ കുടുംബമായിട്ട് കർത്താവ് ഉപയോഗിക്കട്ടെ. നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. സ്നേഹിക്ക് തന്നെ ചുരുക്കമായിട്ട് നമ്മുടെ വ്യൂവേഴ്സിനെ പ്രാർത്ഥിക്കാം. ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ പ്രാർത്ഥിച്ചോ? ഒരു കുഴപ്പമില്ല, ഏത് ഭാഷ, ഇംഗ്ലീഷിൽ പ്രാർത്ഥിച്ചോ. English. Our gracious Heavenly Father, most merciful Lord, I thank you and praise you for this blessed time you've given me to come before your presence with Pastor Finney and Sandy Auntie, Lord. Thank you for being so good to us, Lord Jesus. Hallelujah. We look unto your throne of grace. Thank you for being so merciful to us, Lord Jesus. Hallelujah. Thank you for helping us to come together, and thank you for helping me to share my testimony with them today, Lord Jesus. Hallelujah. I believe those who hear it, Lord Jesus, hallelujah, they're going to be blessed, Master. Hallelujah. Lord Jesus, hallelujah, when there are trials and tribulations in our life, Lord, we know that, Lord Jesus, hallelujah, that brings us closer to you, Lord. Thank you for giving us trials in our life, Lord Jesus, hallelujah, so that we can taste and see how good you are, Lord. Hallelujah. We thank you for the ways you have brought us, Lord Jesus, hallelujah. I pray for Pastor and Auntie and the ministry, Lord Jesus, hallelujah. I pray for Azadi channel, all those who are connected to it, Lord Jesus, hallelujah. Let them multiply in numbers, Lord Jesus, hallelujah. Open the doors of heaven and bless them abundantly, Master, hallelujah. Lord Jesus, like many people, Lord Jesus, hallelujah, be a channel, Lord Jesus, hallelujah, of testimony through them, Lord Jesus, hallelujah. I thank you, Lord, for giving me this opportunity, Lord, to come together with them, Lord Jesus, hallelujah, and share my testimony, Lord Jesus, hallelujah. Likewise, Lord, there are many people around the world, Lord, hallelujah, who want to put forward their testimony, Lord Jesus, hallelujah. And I thank you that Pastor Uncle and Auntie are a channel for them, Lord Jesus, hallelujah. Once again, I submit everything into your mighty hands, Lord. I know you're going to bless us abundantly, Lord Jesus, hallelujah. Thank you for helping us to meet virtually and lift your holy name, Lord. In the most precious name of the Lord and Savior, I ask and pray. Amen, amen, and amen. Amen, amen, amen. Amen. May the love of our Heavenly Father, grace of our Lord and Savior Jesus Christ, and sweet communion of Holy Spirit be upon us from today and forever. Amen, amen, amen. ഒത്തിരി നന്ദി സ്നേഹ. ദൈവം അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. പാഷങ്ങളെ, ഞാൻ ഒരു കാര്യം മിസ്സായി പോയി. എനിക്ക് ഒരു സൗഖ്യം കൂടെ ദൈവം എനിക്ക് തന്നു. അത് ഞാൻ ആഡ് ചെയ്യാൻ പറ്റുമോ? പറഞ്ഞിട്ട് കുഴപ്പമില്ല. ഞങ്ങളുടെ ജീവിതത്തിൽ വേറെ ഒരു വലിയ അത്ഭുതം നടന്നെന്ന് പറഞ്ഞാൽ, എന്റെ അച്ഛന് കോവിഡ് കഴിഞ്ഞിട്ട് ഞങ്ങള് ഒരു അസുഖം ഒന്നും ഇല്ലായിരുന്നു ജീവിതത്തിൽ. കോവിഡ് ആയ ഫസ്റ്റ് വേവ് തന്നെ എന്റെ അച്ഛന് ഡയബറ്റീസ്, അങ്ങനെ പല അസുഖങ്ങളൊക്കെ വന്ന് ഇപ്പം 2019 എൻഡില് മരുന്ന് കഴിക്കാൻ തുടങ്ങിയതാണ് ഡയബറ്റീസിന്. അതിന്റെ കൂടെ മൾട്ടിപ്പിൾ അസുഖങ്ങൾ ഒരു പാക്കേജ് ആയിട്ട് വന്നെന്ന് ഞങ്ങൾക്ക് പറയാം. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഇവിടെ ഒരു 21 ദിവസത്തെ പ്രാർത്ഥന ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ. അതിന് ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിച്ചു. ഞാൻ ദൈവത്തോട് ഇങ്ങനെ എപ്പോഴും പ്രാർത്ഥിക്കും, ദൈവം ഒരു മരുന്ന് കഴിക്കാതുള്ള ഒരു ജീവിതം ഞങ്ങൾക്ക് തരണം. കാരണം അതിലൊന്നും അല്ല, ഞാൻ നേഴ്സായാലും ഞാൻ പറയുക, നമ്മള് മനുഷ്യരാകുമ്പോൾ നമ്മൾ അതിലൊക്കെ ആശ്രയിക്കും, പക്ഷെ അതിലൊന്നും അല്ല
നമ്മുടെ ആശ്രയം. സത്യം പറഞ്ഞാൽ നമ്മുടെ ആശ്രയം ദൈവത്തിൽ മാത്രമാണ്. അപ്പം എനിക്കറിയത്തില്ല, നിങ്ങളിതൊക്കെ കേട്ട് കാണും. കാരണം ഡയബറ്റീസ് പോലൊക്കെ അസുഖം ആൾക്കാർക്ക് അറിയത്തില്ല. അത് എന്റെ അച്ഛന് ദൈവം ഒരു പൂർണ്ണ സൗഖ്യം കൊടുത്തു. ഡോക്ടേഴ്സ്മാർ ഇങ്ങോട്ട് ചോദിക്കുക, നീ എന്ത് ഡയറ്റാ കഴിക്കുന്നത്, നിന്റെ ഒരു 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 മെസ്സേജോ വല്ല നീ ഞങ്ങൾക്ക് ഞങ്ങൾ ഇവിടുത്തെ പേഷ്യൻസിനൊക്കെ പറഞ്ഞു കൊടുക്കട്ടെ ഇങ്ങനെ ഒരു സൗഖ്യം. അപ്പൊ അച്ഛൻ പറഞ്ഞു, എനിക്ക് സൗഖ്യം ഞങ്ങൾക്ക് വന്നത് ഞാൻ ദൈവസന്നിധിയിൽ 21 ദിവസം ഇരുന്ന് പ്രാർത്ഥിച്ചു, അവിടുന്ന് ആ സൗഖ്യം വന്നേ, അല്ല ഈ ഡയറ്റ് ഒന്നും ഇല്ല. അങ്ങനെ പറയാനൊരു അവസരം ഞങ്ങൾക്ക് ഈ രാജ്യത്ത് വന്ന് ഞങ്ങൾക്ക് എനിക്കും അച്ഛനും അങ്ങനെ ഒരു അവസരം ഒരുക്കിയതിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഒരു കുടുംബമായിട്ട് ദൈവത്തെ സേവിക്കണം, അത് മാത്രമാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ സാക്ഷ്യം. അത്ഭുതകരമായ അനുഭവമാണ്. കർത്താവ് ഇന്നും സൗഖ്യമാക്കുന്നു. പ്രേക്ഷകരായ നിങ്ങൾക്ക് അങ്ങനെയുള്ള രോഗങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ടിരിക്കെ. ഏത് രോഗത്തെയും കർത്താവ് സൗഖ്യമാക്കും. സകല രോഗങ്ങളെയും കർത്താവ് സൗഖ്യമാക്കും. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം സഹായിക്കട്ടെ, സൗഖ്യമാക്കട്ടെ. ഇന്ന് രാത്രി ഈ ശുശ്രൂഷ, ഈ വീഡിയോ കാണുമ്പോൾ അത് ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നാണെങ്കിലും ദൈവിക വിടുതലും സൗഖ്യവും നിങ്ങൾക്കുണ്ടാകട്ടെ. സ്നേഹയുടെ പ്രാർത്ഥന നിങ്ങൾക്കൊക്കെ വലിയ സൗഖ്യത്തിന് കാരണമായി തീരട്ടെ. താങ്ക് യു മോളെ. താങ്ക് യു മോളെ. ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. വളരെ അത്ഭുത വിടുതലിൻ്റെ സാക്ഷ്യം നമ്മൾ കേട്ടത്. ഓരോ ഘട്ടത്തിലും കർത്താവിൻ്റെ ശബ്ദം കേട്ട് കർത്താവ് സൗഖ്യമാക്കി കൊണ്ടുവന്ന സാക്ഷ്യമാണ് നമ്മൾ കേട്ടത്. ദൈവം പിന്നെയും ധാരാളം കുടുംബമായിട്ട് അനുഗ്രഹിക്കട്ടെ, ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രേക്ഷകരോട് എല്ലാവരോടും നന്ദി പറയുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം. ബ്ലസ് യു. താങ്ക് യു ഫോർ